ഹായ് ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ചോക്ക് ബുഡ് സ്റ്റോറീസ്. അപ്പം നമ്മുടെ ഇന്നത്തെ ടോപ്പിക് എന്ന് പറയുന്നത് കോൺസ്റ്റിറ്റ്യൂഷനാണ്. കോൺസ്റ്റിറ്റ്യൂഷനിൽ നമുക്ക് 10th പ്രിലിംസിന് നമുക്ക് 10 മാർക്കാണ് 10th പ്രിലിംസിൻ്റെ ലെവലിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിന്ന് ചോദിക്കുന്നത്. അതിൽ വളരെ കുറച്ച് ടോപ്പിക്കുകളാണ് നമുക്ക് കറക്റ്റായിട്ട് സിലബസിൽ പറഞ്ഞിരിക്കുന്നത്. അതിൽ ഏതൊക്കെയാണെന്ന് ആദ്യം നമുക്കൊന്ന് നോക്കാം. ഏതൊക്കെയാണ് ടോപ്പിക്കുകളെന്ന് നോക്കിക്കേ. അതിൽ ഫസ്റ്റ് വൺ വരുന്നത് ഒരു പൗരന്റെ അവകാശങ്ങളും കടമകളും, അതായത് നമ്മുടെ മൗലിക അവകാശങ്ങളും മൗലിക കടമകളെയും പറ്റി ചോദിക്കാറുണ്ട്. പിന്നെ ഏതാണ് ഇന്ത്യയുടെ ദേശീയ പതാക ചിഹ്നങ്ങൾ, അത് ഗീതം ഗാനം, ആ ടോപ്പിക്ക്. പിന്നെ വരുന്നത് മനുഷ്യാവകാശ കമ്മീഷനും വിവരാവകാശ കമ്മീഷനും. ഇത്രയുമാണ് നമുക്ക് സിലബസിൽ എടുത്ത് പറഞ്ഞിരിക്കുന്നത്. അപ്പം നമുക്ക് കുറച്ച് വർഷങ്ങളായിട്ട് ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി ഇതിൻ്റെ എല്ലാത്തിൻ്റെയും മോക്ക് ടെസ്റ്റ് ചെയ്തതാണ്. ആ മോക്ക് ടെസ്റ്റുകളെല്ലാം കൂടി ഒരുമിച്ചാക്കി ഒറ്റ വീഡിയോ ആക്കി, കാര്യം അതായത് റിവിഷൻ പോലെ ചെയ്യുന്നവർക്ക് ഉപകാരപ്പെടാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഈ ഒരു ക്ലാസ്സിലേക്ക് നമുക്ക് പോകാം. ഓക്കെ, അപ്പോൾ ഫസ്റ്റ് നമുക്ക് പൗരന്റെ അവകാശങ്ങളും കടമകളും വരുന്നുണ്ട്. പിന്നീട് അങ്ങനെയുള്ള ടോപ്പിക്കുകൾ, ഇത്രയും ടോപ്പിക്കുകളുമായിട്ടുള്ളൊരു ഏകദേശം ഒരു 2-2.5 മണിക്കൂറിന്റെ ക്ലാസ് ആയിരിക്കും ഇത്. ഓക്കെ, അപ്പം നമുക്ക് എന്ത് ചെയ്യാം, ക്ലാസ്സിലേക്ക് പോകാം. ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ സുവർണ ത്രികോണം എന്നറിയപ്പെടുന്ന 3 ആർട്ടിക്കിളുകൾ ഏതൊക്കെയാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതൊക്കെയാണ്? 14, 19, 21. ഇത് മൂന്നുമാണ് നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയുടെ എന്തെന്ന് പറയുന്നത്, സുവർണ ത്രികോണം അഥവാ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഈ അനുച്ഛേദം 19 എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ സ്വാതന്ത്ര്യമാണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ്, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണ് എന്ത് പറയുന്നത്, 19 മുതൽ 22 വരെ പറയുന്നത്. ഇനി ഈ 19 എന്താണ് പറയുന്നതെന്ന് ചോദിച്ചാൽ നമുക്ക് പറയാലോ, 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ, 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ് 19 പറയുന്നത്. അതിൽ എന്തൊക്കെയാണ് ഫസ്റ്റ് വരുന്നത്? 19(1) അല്ലെ, എന്താണ് 19(1)(a) പറയുന്നത് അഭിപ്രായ സ്വാതന്ത്ര്യം അല്ലെ, നമുക്ക് നമ്മുടെ അഭിപ്രായം പറയാനുള്ള സ്വാതന്ത്ര്യം വേണം. നെക്സ്റ്റ് പറയാം 19(1)(b)യിൽ എന്താ പറയാനുള്ളത്? ആയുധങ്ങളില്ലാതെ സംഘടിക്കാൻ അല്ലെ, ആയുധങ്ങളില്ലാതെ സമ്മേളിക്കാൻ, സമാധാനപരമായിട്ട് സമ്മേളിക്കാനായിട്ട് ഒരു ഇന്ത്യൻ പൗരന് എന്തുണ്ട്? അവകാശമുണ്ട് അല്ലെ. അതായത് എനിക്കൊരു അഭിപ്രായം പറയണം, അപ്പൊ എനിക്ക് എന്ത് ചെയ്യണം, ഞാൻ കുറെ ആൾക്കാർ വേണം, അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ഒരു സമ്മേളനം വിളിച്ചു കൂട്ടി. ഓക്കെ, അപ്പൊ സമ്മേളനത്തിൽ നിന്ന് ഞാൻ വിളിച്ച എന്റെ അഭിപ്രായങ്ങളൊക്കെ ഞാൻ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും എല്ലാവരും കൂടി തീരുമാനിച്ചു എന്ത് വേണം, ഒരു സംഘടന വേണമെന്ന് തീരുമാനിച്ചു. ഓക്കെ, അപ്പൊ എന്താണ്, സംഘടനകൾ രൂപീകരിക്കുന്നതിനുള്ള അവകാശമാണ്. അതിനുശേഷം അവർക്ക് മനസ്സിലായി ഈ സംഘടന കൊണ്ട് എനിക്ക് ഇവിടെ മാത്രം പോരാ, എനിക്ക് ഈ സംഘടന എല്ലായിടത്തേക്കും എത്തിക്കണം. അപ്പൊ നമ്മൾ എന്ത് ചെയ്തു, സഞ്ചരിക്കാൻ തുടങ്ങി. അങ്ങനെ എന്ത് വന്നു? സഞ്ചാര സ്വാതന്ത്ര്യം. ഓക്കെ, ഇതൊന്ന് ഓർത്തിരിക്കാൻ വേണ്ടി പറയുവാണേ, സഞ്ചാര സ്വാതന്ത്ര്യം വന്നു. അതിനുശേഷം 19(1) അടുത്തത് എന്താണ്? ഇയിൽ വരുന്നു സഞ്ചാര സ്വാതന്ത്ര്യം. എവിടെ സഞ്ചരിക്കാൻ? ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാൻ, ഇന്ത്യയിൽ എവിടെയും അല്ലെ, ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം കിട്ടി. ഓക്കെ, ഞാനിപ്പോ ഇവിടെ നിന്ന് എന്റെ ഐഡിയയും കൊണ്ട് ഞാൻ കേരളത്തിൽ കിടക്കുവാണ്, എന്റെ ഐഡിയയും കൊണ്ട് ഞാൻ അങ്ങ് ജമ്മു കാശ്മീരിൽ പോയി, ഞാൻ അവിടെ പോയാലും എനിക്ക് എന്ത് ചെയ്യാൻ പറ്റണം? താമസിക്കാൻ പറ്റണം. ഒരു ഇന്ത്യൻ പൗരൻ എന്ന നിലയിൽ എനിക്ക് അവിടെ താമസിക്കാൻ പറ്റണം. അപ്പൊ എന്ത് കിട്ടി? ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. പിന്നെ എഫ് ഇല്ല, പിന്നെ വരുന്ന ഏതാണ്? ജി ആണ് വരുന്നത്. ഓക്കെ, എഫ് എന്ന് പറയുന്നത് നമ്മുടെ സ്വത്തവകാശമായിട്ട് ബന്ധപ്പെട്ടതായിരുന്നു. അത് 44-ാം ഭേദഗതി അനുസരിച്ച് അത് എന്ത് ചെയ്തു? മാറ്റം വരുത്തിയിട്ടുണ്ട്. ഇനി എന്താണ്? ഇനി അവിടെ പോയിട്ട് എന്റെ ഐഡിയാസ് കൊണ്ടുപോയിട്ട് ഞാൻ അവിടെ പോയി താമസിച്ചിട്ട് മാത്രം കാര്യമുണ്ട്. എനിക്ക് ജീവിക്കണമെങ്കിൽ എന്ത് വേണം? എന്തെങ്കിലും മാന്യമായ തൊഴിൽ ചെയ്യണം. അപ്പൊ എന്താണ് ജി എന്ന് പറയുന്നത്? മാന്യമായ തൊഴിൽ ചെയ്യാനുള്ള അവകാശത്തെയാണ് 19(1) ജിയിൽ പറയുന്നത്. അപ്പൊ എന്തൊക്കെയാണ് അതൊന്നും അത് പഠിച്ചു വെക്കണം കേട്ടോ, കൂട്ടത്തിൽ പെടാത്തതെന്നൊക്കെ പറഞ്ഞ് ചോദിക്കാറുണ്ട്. ആദ്യം എന്ത് ചെയ്തു? എനിക്കൊരു അഭിപ്രായം ഉണ്ടായി. അതിനുശേഷം ഞാൻ ആയുധങ്ങളില്ലാതെ സമ്മേളിക്കാൻ തുടങ്ങി. ആ സമ്മേളനത്തിലൂടെ എനിക്ക് മനസ്സിലായി ഒരു സംഘടന രൂപീകരിക്കണം. അങ്ങനെ ഒരു സംഘടന രൂപീകരിച്ചു. ആ സംഘടനയെ ഇന്ത്യയിൽ മൊത്തം എത്തിക്കാനായിട്ട് സഞ്ചരിക്കാൻ തുടങ്ങി, സഞ്ചാര സ്വാതന്ത്ര്യം. ഇനി അവിടെ പോയിട്ട് സഞ്ചരിച്ച് എവിടെയെങ്കിലും ചെന്ന് കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യണം? താമസിക്കാനുള്ള സ്വാതന്ത്ര്യം വേണം, അവിടെ പോയി തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം വേണം. അങ്ങനെയാണ് ഈ പറയുന്ന 6 മൗലിക സ്വാതന്ത്ര്യങ്ങൾ എന്ത് വരുന്നത്? 19 വരുന്നത്. ഇനി 21 പറയുന്നത് എന്താണ്? ഈ 21 മൗലികാവകാശങ്ങളുടെ അടിത്തറ എന്നൊക്കെ പറയുന്നത്. എന്താണ്? ജീവിക്കുന്നതിനുള്ള അവകാശം, ജീവിക്കുന്നതിനുള്ള അവകാശം അല്ലെങ്കിൽ വ്യക്തി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഇതാണ് നമ്മുടെ സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്നൊക്കെ പറയുന്നത്. ഈ പറയുന്ന ആർട്ടിക്കിൾ 21 സ്വകാര്യതയ്ക്കുള്ള അവകാശം എന്ന് പറയുന്നത്. ഓക്കെ,
നമ്മുടെ കേരളത്തില് പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? ഹൈക്കോടതി നിരോധിച്ചു. ഈ നിരോധിക്കുന്നത് എന്താണ്? ഈ പറയുന്ന ആർട്ടിക്കിൾ 21 പ്രകാരമാണ്. ഒരു തവണ ചോദിച്ചതാണ്, പൊതുസ്ഥലങ്ങളിൽ പുകവലിക്കുന്നത് കേരള ഹൈക്കോടതി നിരോധിച്ചത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദം അനുസരിച്ചെന്ന് ചോദിച്ചാൽ ആർട്ടിക്കിൾ 21 ആണ്. ജീവിക്കാനുള്ള സ്വാതന്ത്ര്യം ഒരു വ്യക്തിക്കുണ്ട്. ഓക്കെ, അങ്ങനെ ആർട്ടിക്കിൾ 21 വന്നു. ഓക്കെ, അതേപോലെ തന്നെ നമുക്ക് ഇഷ്ടമുള്ള ജീവിത പങ്കാളിയെ കണ്ടെത്താനുള്ള അവകാശവും എന്താണ്? ആർട്ടിക്കിൾ 21 വരുന്നത്. ഓക്കെ, ഇനി ഏതാണ് നമുക്ക് പഠിക്കാനുള്ളത്? 14 അല്ലേ? അപ്പൊ 14, 19, 21 14 എന്ന് പറയുമ്പോൾ എന്താണ്? ഇക്വാലിറ്റി ബിഫോർ ലോ, നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. 14, 15, 16 ഇതിന് നമ്മൾ എന്താണ് പഠിക്കുന്നത്? 14 നീ വി ഇങ്ങനെ തന്നെ പഠിച്ചാൽ മതി. നീ എന്ന് പറയുമ്പോ എന്താണ്? നിവിയ. 14, 15, 16 നിവിയാണെന്ന് പഠിച്ചാൽ മതി. നീ എന്ന് പറയുമ്പോ എന്ത് വരും അവിടെ? നമ്മുടെ നിയമസമത്വമാണ് വരുന്നത്. ഓക്കെ, ഇവിടെ വി എന്ന് പറയുമ്പോൾ എന്താണ് വരുന്നത്? ആർട്ടിക്കിൾ 15 എന്ന് പറയുന്നത് എന്ത് വരും നമുക്ക്? അവിടെ അല്ലെ, ഒരു വിവേചനവും പാടില്ല. അതായത് സ്ത്രീക്കും പുരുഷനും തുല്യത, മതം, വർഗം, ജാതി അങ്ങനെ ഒരു വിവേചനവും പാടില്ല എന്ന് പറയുന്നതാണ് 15. 16 എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? അവസര സമത്വമാണ് 16 എന്ന് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ 14, 19, 21 ഇന്ത്യയുടെ സുവർണ ത്രികോണം അഥവാ ഗോൾഡൻ ട്രയാങ്കിൾ എന്ന് പറയുന്നത്. ഇനി നമ്മുടെ മൗലികാവകാശങ്ങളുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങൾ ബേസിക് ആയിട്ട് പഠിക്കാനുണ്ട്. മൗലികാവകാശങ്ങൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾക്കൊള്ളുന്നത് ഭാഗം ഏതിലാണ്? 3-ൽ. ഭാഗം 3-ല് 12 മുതൽ 35 വരെയാണ് മൗലികാവകാശങ്ങൾ വരുന്നത്. മൗലികാവകാശങ്ങൾ എന്ന ആശയം ഇന്ത്യ കടം കൊണ്ടത് എവിടെ നിന്നാന്ന് ചോദിക്കാറുണ്ട്. അത് നമ്മുടെ USA-യിൽ നിന്നാണ്. ആരാണ് മൗലികാവകാശങ്ങളുടെ ശില്പി എന്ന് പറയുന്നത്? അത് നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ്. ഇനി നമ്മുടെ ഈ മൗലികാവകാശങ്ങളുടെ പ്രഖ്യാപനം ഭാവി ഇന്ത്യയുടെ അതായത് 1927 മദ്രാസ് സമ്മേളനത്തിലാണ് ഇതെന്ത് ചെയ്യുന്ന ഒരു പ്രഖ്യാപനം നടക്കുന്നത്. അതിന്റെ പ്രമേയം അവതരിപ്പിച്ചതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? ജവഹർലാൽ നെഹ്റു ആണ് മൗലികാവകാശ പ്രമേയം. ഏത് സമ്മേളനം? 31-ലെ കറാച്ചി സമ്മേളനം. ആരായിരുന്നു? സർദാർ വല്ലഭായ് പട്ടേൽ ആയിരുന്നു ആ സമയത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതുമായിട്ട് ബന്ധപ്പെട്ട് ചോദിക്കാറുണ്ട് ഈ ക്വസ്റ്റ്യൻസ് ഒക്കെ. എന്ത് ചെയ്യാം? ബേസിക് ആയ കുറച്ച് കാര്യങ്ങളായി നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശങ്ങളിൽ പെടാത്തതാണ് നമുക്ക് വേണ്ടത്. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങളുടെ ഭാഷാ സംസ്കാരം ഇവ സംരക്ഷിക്കാനുള്ള അവകാശം, ന്യൂനപക്ഷങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശം ഇവയൊന്നുമല്ല. അപ്പൊ നമുക്കറിയാം ഈ പറയുന്ന ആർട്ടിക്കിൾ 29, 30 മൗലികാവകാശങ്ങൾ എത്രണ്ണമാണുള്ളത്? 6 മൗലികാവകാശങ്ങളാണുള്ളത് അല്ലെ? സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണം, മതസ്വാതന്ത്ര്യം, സാംസ്കാരികവും വിദ്യാഭ്യാസപരവും ഭരണഘടനാപരമായ പ്രതിവിധി. ഇങ്ങനെ 6 മൗലികാവകാശങ്ങളില് 29 to 30 വരെ വരുന്ന സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ മൗലികാവകാശമാണ്. അതിലാണ് നമുക്ക് എന്ത് പറയുന്നത്? എന്താണ്? ന്യൂനപക്ഷങ്ങളുമായിട്ട് ബന്ധപ്പെട്ടതാണ്. അവരുടെ താല്പര്യങ്ങൾ സംരക്ഷിക്കുക എന്നുള്ളത് ഏതാണ്? ആർട്ടിക്കിൾ 29. ഓക്കെ, അതേപോലെ തന്നെ 30-ൽ പറയുന്ന എന്താണ്? ന്യൂനപക്ഷ വിഭാഗങ്ങൾക്ക് വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കുന്നതിനുള്ള അവകാശമാണ് ആർട്ടിക്കിൾ 30 എന്ന് പറയുന്നത്. ഇതെന്താണ്? 29. അപ്പൊ എന്താണ് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം? അത് ആർട്ടിക്കിൾ 21A-യിലാണ്. ഓക്കെ, അപ്പൊ എന്താണ്? ഇതിൽ ഉൾപ്പെടാത്തതല്ലേ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ആർട്ടിക്കിൾ 21A എന്ന് പറയുന്നത് എന്താണ്? 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് എന്താണ്? സൗജന്യവും നിർബന്ധിതമായ ഒരു വിദ്യാഭ്യാസം മൗലികാവകാശമാക്കി മാറ്റുന്നുണ്ട്. 86-ാം ഭരണഘടനാ ഭേദഗതി 2002-ൽ വന്നതാണ്. അതുമായിട്ട് ബന്ധപ്പെട്ട് 21A എന്ന് പറയുന്ന ആർട്ടിക്കിൾ അവിടെ കൂട്ടിച്ചേർക്കുന്നുണ്ട്. അപ്പൊ ഏതാണ് ആൻസർ വരേണ്ടത്? ഓപ്ഷൻ A ആണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 17 താഴെ പറയുന്നവയിൽ ഏതാണ്? 17 ഒത്തിരി ഇതുണ്ടല്ലേ. എന്താണ്? തൊട്ടുകൂടായ്മ, അയിത്തം എന്നിവയൊക്കെ എന്താണ്? 17-ലാണ് വരുന്നത്. മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് നടപ്പിലാക്കിയ ഏതാണ്? ആ ഒരു വകുപ്പ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആർട്ടിക്കിൾ 17 ആണ്. ഓക്കെ, അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് വരേണ്ടത്? തൊട്ടുകൂടായ്മ നിർത്തലാക്കലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ മൗലികാവകാശങ്ങളും അതുമായി ബന്ധപ്പെട്ട വകുപ്പുകളും ചുവടെ ചേർക്കുന്നു. അതില് ചേരുംപടി ചേർക്കാനാണ് പറയുന്നത്.
സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം? ഇത് നമ്മുടെ ടെക്സ്റ്റിൽ അങ്ങനെ തന്നെ ഫിഗർ തന്നിട്ടുണ്ട് കണ്ട. സ്വാതന്ത്ര്യം 19 മുതൽ 22 വരെ എന്താണ്? സ്വാതന്ത്ര്യമാണ്. ചൂഷണത്തിനെതിരായ അവകാശം 23, 24 ആണ്. ഇത് ഇവിടെ മുതലാണ്ട് തുടങ്ങേണ്ടത്. സമത്വം 14 to 18, ചൂഷണം സ്വാതന്ത്ര്യം 19 to 22, ചൂഷണം 23 to 24, മതസ്വാതന്ത്ര്യം 25 to 28, സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശം 29, 30, ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം 32. ഇങ്ങനെ 6 മൗലിക അവകാശങ്ങളാണ് നമുക്കുള്ളത്. സോ നമുക്ക് ആൻസറിലേക്ക് നോക്കാം. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഏതാണ്? സ്വാതന്ത്ര്യം വരുന്നത്, സമത്വം വരുന്നത്, മതസ്വാതന്ത്ര്യം വരുന്നത്, ചൂഷണം വരുന്നത്. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ ഏതാ വരേണ്ടത്? 14 മുതൽ 18 വരെ. സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ 19 മുതൽ 22 വരെ. 19 മുതൽ 22 വരെ. 1D ആണ്. 1D എന്ന് പറയുമ്പോ ഇതല്ല എന്ന് മനസ്സിലായി. ഇനി നമുക്ക് 2 നോക്കാം. സമത്വം. സമത്വം, സ്വാതന്ത്ര്യം, ചൂഷണം, അതാണ് ഓർഡർ. അപ്പൊ സമത്വം എന്ന് പറയുമ്പോ എത്ര വരും? 14 മുതൽ 18 വരെ. 2C ആണ്. ഓക്കെ, അപ്പൊ ഇതുമല്ല ആൻസർ. ഇനി ഇത് രണ്ടിൽ നിന്ന് ഏതെങ്കിലും ഒന്നായിരിക്കും. മതസ്വാതന്ത്ര്യം എന്ന് പറയുമ്പോൾ നമുക്കറിയാം ഏതാണ്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം 23ഉം 24ഉമാണ്. മതസ്വാതന്ത്ര്യം 25ഉം 28 ആണ്. അപ്പൊ ഏതാണ് ആൻസർ? 4B ആണ്, 3A ആണ്, 2C ആണ്. ഓപ്ഷൻ എ ആണ് നമ്മുടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. അന്യായമായി തടങ്കൽ വെച്ചിരിക്കുന്ന ഒരു വ്യക്തിയെ ഹാജരാക്കുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏത്? റിട്ടുകൾ എന്ന് പറയുമ്പോൾ നമുക്ക് പഠിക്കാനുണ്ട്. നമുക്ക് 5 റിട്ടുകളാണ് പഠിക്കാനുള്ളത് അല്ലെ. ഹേബിയസ് കോർപ്പസ്, കോവാറന്റോ, മാൻഡമസ്, സെർഷ്യോററി, പിന്നെ എന്താണ്? പ്രൊഹിബിഷൻ. ഇങ്ങനെ 5 റിട്ടുകളാണ് നമുക്ക് നമ്മുടെ ഭരണഘടനയിൽ പറയുന്നത്. അതില് സുപ്രീം കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കാനുള്ള അധികാരം എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 32 ആണെങ്കിൽ ഹൈക്കോടതിക്ക് റിട്ട് പുറപ്പെടുവിക്കുന്നത് ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ്? ആർട്ടിക്കിൾ 226 പ്രകാരമാണ് ഹൈക്കോടതി എന്ത് ചെയ്യുന്നത്? റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ, ഹേബിയസ് കോർപ്പസ് എന്താണ് അതിന്റെ മീനിങ്? ശരീരം ഹാജരാക്കുക. ഓക്കെ, നമുക്ക് ഉണ്ട് കേട്ടോ, നമുക്ക് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ടായിരുന്നു. ഹേബിയസ് കോർപ്പസ് എന്താണെന്ന് നോക്കിക്കേ. അന്യായമായി തടങ്കൽ വെച്ചിട്ടുള്ള ഒരാളെ കോടതിക്ക് മുൻപാകെ ഹാജരാക്കാൻ ആവശ്യപ്പെട്ടുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന ഉത്തരവിനെയാണ് ഹേബിയസ് കോർപ്പസ് എന്ന് പറയുന്നത്. ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഞാൻ പഠിക്കാൻ പറഞ്ഞ ചാപ്റ്ററിൽ നിന്ന് വന്ന ക്വസ്റ്റ്യൻ ആണ് ഇത്. മാൻഡമസ്, ഒരു ഉദ്യോഗസ്ഥൻ തന്റെ നിയമപരമായ കർത്തവ്യം നിറവേറ്റാതിരിക്കുന്നത് മൂലം മറ്റൊരു വ്യക്തിയുടെ അവകാശം ഹനിക്കുന്നതായി കോടതി കണ്ടെത്തുമ്പോൾ പുറപ്പെടുവിക്കുന്ന ഉത്തരവാണ് എന്ത്? മാൻഡമസ്. എന്താണ് അതിന്റെ മീനിങ്? മാൻഡമസ്, നാം കൽപ്പിക്കുന്നു, നാം കൽപ്പിക്കുന്നു. ഓക്കെ, ഹേബിയസ് കോർപ്പസ് എന്ന് പറഞ്ഞാൽ എന്താണ്? ശരീരം ഹാജരാക്കുക, അതാണ് അതിന്റെ മീനിങ്. ശരീരം ഹാജരാക്കുക. പ്രൊഹിബിഷൻ, പ്രൊഹിബിറ്റ് ചെയ്യുക, എന്താണത്? വിലക്കുക അല്ലെ, വിലക്കുക, അതാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. തങ്ങളുടെ അധികാരപരിധിയിൽ വരാത്തൊരു കേസ് കീഴ്ക്കോടതികൾ പരിഗണിക്കുന്നത് വിലക്കിക്കൊണ്ടുള്ള സുപ്രീം കോടതി പറയുകയാണ് അല്ലെ. സുപ്രീം കോടതി വിലക്കുവാണ് അതിനെ. അതായത് ഒരു കീഴ്ക്കോടതി എന്തായിരിക്കും? അവരുടെ ആ ഒരു സെക്ഷനിലായിരിക്കില്ല വരേണ്ടത്. പക്ഷെ എന്ത് ചെയ്യുന്നുണ്ട്? അവർ അതിൽ കയറി അഭിപ്രായം പറയുമ്പോൾ എന്ത് ചെയ്യും? കോടതി അങ്ങ് വിലക്കും. അതിനെയാണ് പ്രൊഹിബിഷൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് എന്താണ്? കോവാറന്റോ. കോവാറന്റോ എന്ന് പറഞ്ഞാൽ എന്താണ്? എന്തധികാരം, നിനക്ക് എന്തധികാരം അവിടെ ഇരിക്കാൻ, അവിടെ കയറി ഇരിക്കാണെന്ന് ചോദിക്കത്തില്ലേ? സെയിം തന്നെയാണ്. ഒരു ഉദ്യോഗസ്ഥൻ അവൻ അർഹതയില്ലാത്തൊരു സ്ഥാനം വഹിക്കുന്നതിനെ തടഞ്ഞുകൊണ്ട് കോടതി പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്ത്? കോവാറന്റോ എന്ന് പറയുന്നത്. എന്തധികാരം, അത് തന്നെ. അടുത്തത് സെർഷ്യൂററി ആണ്. ഒരു കീഴ്ക്കോടതിയുടെ പരിഗണനയിലിരിക്കുന്ന കേസ് മേൽക്കോടതിയിലേക്ക് മാറ്റാൻ, കീഴ്ക്കോടതിയിലാണ് ഇരിക്കുന്നത്, അതിന് എന്ത് ചെയ്യണം? നമുക്ക് മേൽക്കോടതിയിലേക്ക് വരണമെങ്കിൽ എന്ത് ചെയ്യണം? അതിനെ പുറപ്പെടുവിക്കുന്ന റിട്ടാണ് എന്താ? സെർഷ്യൂററി. അത് സെർഷ്യൂററി എന്ന് പറഞ്ഞാൽ എന്താണ്? സാക്ഷ്യപ്പെടുത്തുക, സാക്ഷ്യപ്പെടുത്തുക, അല്ലെങ്കിൽ എന്താണ്? വിവരം നൽകുക, വിവരം നൽകുക. ഇതൊക്കെയാണ് സെർഷ്യൂററിയുടെ മീനിങ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മുടെ ഈ ക്വസ്റ്റ്യൻ എന്റെ ആൻസർ എന്താണ്? ഹേബിയസ് കോർപ്പസ് ആണ്, ശരീരം ഹാജരാക്കുക എന്നുള്ളത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലികാവകാശങ്ങളുടെ പട്ടികയിൽ ഉൾപ്പെടാത്തത്? ചൂഷണത്തിനെതിരെയുള്ള അവകാശം, സ്വകാര്യ സ്വത്തിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യം, സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഏതാണ് സ്വകാര്യ സ്വത്ത്? ഇപ്പൊ അതെന്താണ് സ്വകാര്യ സ്വത്തിനുള്ള അവകാശം? ഇപ്പൊ നിയമപരമായ അവകാശമായിട്ട് എന്ത് ചെയ്തിട്ടുണ്ട്? മാറിയിട്ടുണ്ട്. ചൂഷണത്തിനെതിരെയുള്ള അവകാശം എവിടെ മുതൽ എവിടം വരെയാണ്? 23ഉം 24ഉമാണ് ചൂഷണത്തിനെതിരെയുള്ള അവകാശം. ഈ 24ലാണ് എന്ത് പറയുന്നത്? ബാലവേല. ബാലവേലയെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ ഏതെന്ന് ചോദിക്കാറുണ്ട്. അതേതാണ്? ആർട്ടിക്കിൾ 24ആണ് ബാലവേലയെ പറ്റി പറയുന്നത്. ബാലവേല. ഓക്കെ, 23 ആണെങ്കിൽ എന്താണ്? മനുഷ്യക്കടത്ത്.
മനുഷ്യക്കടത്ത്, അതേപോലെ ദേവദാസി സമ്പ്രദായം, ഇതിനെയൊക്കെ പറ്റി പറയുന്നതാണ് എന്ത്? ആർട്ടിക്കിൾ 23. ചൂഷണമാണ് അല്ലെ, ചൂഷണത്തിനെതിരെയുള്ള അവകാശമാണ് എന്ത്? 23ഉം 24ഉം. മതസ്വാതന്ത്ര്യമാണെങ്കിൽ ഏതാണ് വരേണ്ടത്? 25 മുതൽ 28 വരെ. സ്വാതന്ത്ര്യത്തിനുള്ള അവകാശമാണെങ്കിൽ 19 മുതൽ എത്രയാണ്? 22 വരെയാണ് സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം. ഓക്കെ ആണല്ലോ. ഈ മതസ്വാതന്ത്ര്യം പറയുമ്പോഴാണ് അവിടെ എന്തൊക്കെ വരുന്നത്? ഈ പറയുന്ന വിദ്യാഭ്യാസ മതം പഠിപ്പിക്കാൻ പാടില്ല എന്നൊക്കെ പറയില്ലേ, അതായത് സ്കൂളുകളിൽ, അതുമായിട്ട് ബന്ധപ്പെട്ടതാണ് 28 എന്ന് പറയുന്നത്. അതായത് എന്താണ്, നമ്മൾ പൂർണ്ണമായിട്ടും രാഷ്ട്രത്തിന്റെ പണം കൊണ്ടാണെങ്കിൽ, ഒരു വട്ടം ഇതിന്റെ ക്ലോസ് വെച്ച് ചോദിച്ചിട്ടുണ്ട് 28(1) എന്ന് പറയുന്നത് എന്താണ്? അതായത് ഒരു സ്കൂള്, അതായത് പൂർണ്ണമായും രാഷ്ട്രത്തിന്റെ പണം കൊണ്ട് പ്രവർത്തിക്കുന്നതാണെങ്കിൽ അവിടെ ഒരു തരത്തിലുള്ള മതപരമായ കാര്യങ്ങളും അവിടെ പാടില്ല, മതപരമായ ഒന്നും പാടില്ല എന്നുള്ളത്. ഇനി 28 തന്നെ നമുക്ക് 28 ക്ലോസ് 2 എന്ന് പറയുമ്പോൾ എന്താണ് പറയുന്നത്? അതായത് മതപരമായ പ്രബോധനം നൽകുന്ന ഏതെങ്കിലും ട്രസ്റ്റിന്റെയോ എൻഡോമെന്റിന്റെയോ കീഴിൽ പ്രവർത്തിക്കുന്ന സ്ഥാപനമാണെങ്കിൽ അവർക്ക് എന്തും ഇല്ല, ഇത് ബാധകമല്ല എന്ന് പറയും. 28 എന്തില്ല? 28 1 ബാധകമല്ല. അതായത് ചില സ്കൂളുകൾ എന്തായിരിക്കും, അവർ മെയിനായിട്ട് അവർ നടത്തുന്നത് തന്നെ അവരുടെ മതത്തെ പറ്റി പഠിപ്പിക്കാനായിരിക്കും. അപ്പൊ അങ്ങനെയുള്ള സ്കൂളുകൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ട്രസ്റ്റിന്റെ കീഴിലൊക്കെയുള്ള സ്കൂളുകളാണെങ്കിൽ അവിടെ എന്ത് ബാധകമല്ല? 28 1 ബാധകമല്ല എന്ന് പറയും. ഓക്കെ. ഇനി 28 ക്ലോസ് 3 എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ചില വിദ്യാഭ്യാസ സ്ഥാപനങ്ങളുണ്ട് അല്ലെ, അതെന്ന് പറയുന്നത് അവിടെ എന്താണ്, മതപരമായ കാര്യങ്ങളൊക്കെ അവിടെ അനുവദിക്കും, പക്ഷെ ഒരാളെയും നമുക്ക് എന്ത് ചെയ്യാൻ പാടില്ല? നിർബന്ധിക്കാനായിട്ട് പാടില്ല. ഇതാണ് 28(3) പറയുന്നത്. അപ്പൊ മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 25 മുതൽ 28 വരെയാണ്. 25 എന്ന് പറയുമ്പോ എന്താണ് പഠിക്കണ്ടേ? 25 പറയുന്ന എന്താണ്? ഇഷ്ടമുള്ള മതത്തിൽ, നമുക്ക് ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമാണ് 25 പറയുന്നത്. ഓക്കെ. ഇനി 26 എന്ന് പറഞ്ഞാൽ എന്താണ്? ഓരോ മതവിഭാഗങ്ങൾക്കും അവരുമായിട്ട് ബന്ധപ്പെട്ട എന്താണ് ജീവകാരുണ്യ പ്രവർത്തനങ്ങളൊക്കെ എന്താണ് അങ്ങനത്തെയുള്ള സ്ഥാപനങ്ങൾ നോക്കി നടത്താനുള്ള അവകാശത്തെയാണ് 26 എന്ന് പറയുന്നത്. ഇനി 27 എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു പ്രത്യേക മതം, അതിനെ നമുക്ക് എന്താണ് പരിപോഷിപ്പിക്കാനോ അതിന്റെ പ്രോത്സാഹനത്തിന് വേണ്ടിയിട്ടോ നമുക്ക് എന്ത് ചെയ്യാൻ, നികുതി നൽകുന്നതിനെ നിർബന്ധിക്കാൻ പാടില്ല. അതാണ് 27 എന്ന് പറയുന്നത്. ഓക്കെ. അപ്പൊ ഇതിനെയാണ് മതസ്വാതന്ത്ര്യം എന്ന് പറയുന്നത്. 25 മുതൽ 28 വരെയുണ്ട്. 25 എന്ന് പറഞ്ഞാൽ എന്താണ്? ഇഷ്ടമുള്ള മതത്തിൽ വിശ്വസിക്കാനുള്ള അവകാശമാണ്. 26 എന്ന് പറയുന്നത് മതവിഭാഗങ്ങൾക്ക് ജീവകാരുണ്യ പ്രവർത്തനങ്ങളും സ്ഥാപനങ്ങളും നടത്താനുള്ള അവകാശമാണ്. 27 എന്ന് പറയുന്നത് ഏതെങ്കിലും ഒരു മതത്തിന്റെ പ്രോത്സാഹനത്തിനായിട്ട് നമുക്ക് എന്ത് പാടില്ല? നികുതി നിർബന്ധിക്കാനായിട്ട് പാടില്ല. പിന്നെ 28 തന്നെ 3 ക്ലോസ് പറയുന്നുണ്ട്. ഫസ്റ്റ് വൺ മതപരമായ, അതായത് സ്റ്റേറ്റിന്റെ കീഴിൽ, അതായത് ഫുൾ സ്റ്റേറ്റിന്റെ കീഴിലുള്ള സ്കൂളുകളിൽ എന്താണ് മതപരമായ ഒന്നും തന്നെ പാടില്ല. 28(2) എന്ന് പറയുന്നത് ഈ പറയുന്ന ട്രസ്റ്റുകളുടെ കീഴിലൊക്കെ നടത്തുന്ന സ്കൂളുകൾക്ക് 28(1) ബാധകമല്ല എന്ന് പറയുന്നത്. 28(3) എന്ന് പറഞ്ഞാൽ എന്താണ്? ഇതിൽ ആരെയും എന്ത് ചെയ്യാൻ പാടില്ല? നിർബന്ധിക്കാൻ പാടില്ല. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിലെ ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. തൊട്ടുകൂടായ്മ നമ്മൾ പറഞ്ഞു, മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ചുകൊണ്ട് നടത്തിയതാണ്. ആർട്ടിക്കിൾ 17 ആണെന്ന് പറഞ്ഞു തൊട്ടുകൂടായ്മ അല്ലെ. അപ്പൊ ഇവിടെ എ എന്ന് പറയുന്നത് 4 ആണ്. എ 4 അല്ലാത്ത ഒരൊറ്റ ഓപ്ഷനേ ഉള്ളൂ. സോ അതങ്ങ് ക്യാൻസൽ ചെയ്യുക. ഇനി എന്താ നമുക്ക് നോക്കേണ്ടത്? ജീവന്റെയും വ്യക്തി സ്വാതന്ത്ര്യത്തിന്റെയും അവകാശം നമ്മൾ പറഞ്ഞതാണ് അല്ലെ. ജീവനും വ്യക്തി സ്വാതന്ത്ര്യം എന്ന് പറയുമ്പോഴേക്കും അത് ഏതാണ് വരേണ്ടത്? വകുപ്പ് 21 ആണെന്ന് കുറച്ചു മുമ്പും കൂടി പറഞ്ഞു തന്നില്ലേ? ഓക്കെ. വിദ്യാഭ്യാസത്തിനുള്ള അവകാശം 21A ആണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് പറയുന്നത് ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം വകുപ്പ് 32 ആർട്ടിക്കിൾ 32 പ്രകാരമാണ് നമ്മുടെ സുപ്രീം കോടതി എന്ത് ചെയ്യുന്നത്? റിട്ട് പുറപ്പെടുവിക്കുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇവിടുത്തെ ആൻസർ പറഞ്ഞില്ലല്ലോ. അപ്പോൾ ആൻസർ ആയിട്ട് വരേണ്ടത് ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. പൊതു സ്വഭാവമുള്ള കൃത്യനിർവഹണത്തിൽ ഏർപ്പെട്ടിട്ടുള്ളവർ നിയമപരമായി നിർവഹിക്കേണ്ട ഒരു കടമ നിറവേറ്റുന്നതിൽ വീഴ്ച വരുത്തിയാൽ തങ്ങളുടെ കർത്തവ്യം നിയമാനുസരണം നിർവഹിക്കണമെന്ന് ആജ്ഞാപിച്ചുകൊണ്ട് സുപ്രീം കോടതിക്ക് പുറപ്പെടുവിക്കാവുന്ന റിട്ടാണ് എന്തെന്ന് പറയുന്നത്? മാൻഡമസ് അല്ലെ. മാൻഡമസ്, ഞാൻ കൽപ്പിക്കുന്നു, നാം കൽപ്പിക്കുന്നു എന്നുള്ള മീനിങ്ങില് മാൻഡമസ്. താഴെ കൊടുത്തിരിക്കുന്നതിൽ വിദ്യാഭ്യാസ അവകാശിയെ സംബന്ധിച്ച് ശരിയായ പ്രസ്താവനകൾ ഏതാണ് ശരിയായ പ്രസ്താവനകൾ? വിദ്യാഭ്യാസ അവകാശം 86-ാം ഭരണഘടനാ ഭേദഗതിയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ശരിയാണ്. 86-ാം ഭേദഗതി 2002 86-ാം ഭേദഗതിയാണ്. ഈ നിയമം നിലവിൽ വന്നത് 2008 ഓക്കെ. തെറ്റാണ് കേട്ടോ അത്. ഭരണഘടനയുടെ 21A അനുച്ഛേദത്തിലാണ് ഇത് ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇതും ശരിയാണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ എ 1 ഉം 3 ആണ്.
കണ്ടോ, വിദ്യാഭ്യാസ അവകാശ നിയമം, റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട്. 2002 86 ഭരണഘടനാ ഭേദഗതിയിലൂടെ അനുച്ഛേദം 21A പ്രകാരമാണ് വിദ്യാഭ്യാസം മൗലിക അവകാശമായി പ്രഖ്യാപിക്കപ്പെട്ടത്. 2009 വിദ്യാഭ്യാസ മൗലിക അവകാശ നിയമം പാർലമെന്റ് അംഗീകരിച്ചു. 2010 നിയമം പ്രാബല്യത്തിൽ വന്നു. അത് നോക്കി പഠിക്കണം കേട്ടോ. 2002 ഭരണഘടനാ ഭേദഗതി വരുന്നത്. 2009 ഇതിനെ പാർലമെന്റ് അംഗീകരിക്കുകയും 2010 എന്ത് ചെയ്യുന്നത്, ഇത് പ്രാബല്യത്തിൽ വരികയും ചെയ്യുന്നത്. എന്താണ് അതിന്റെ പ്രത്യേകത? 6 വയസ്സിനും 14 വയസ്സിനും ഇടയിലുള്ള എല്ലാ കുട്ടികൾക്കും സൗജന്യവും നിർബന്ധിതവും ഗുണനിലവാരമുള്ളതുമായ വിദ്യാഭ്യാസം ഉറപ്പാക്കുന്നു. ഇതിനെയാണ് റൈറ്റ് ടു എഡ്യൂക്കേഷൻ ആക്ട് 2009 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ മൗലികാവകാശങ്ങളുമായി ബന്ധപ്പെട്ട വകുപ്പ് 19 പെടാത്തതാണ്. അപ്പൊ 19 ഞാൻ എന്തൊക്കെയാ പറഞ്ഞതെന്ന് നോക്കിക്കേ. 19 എന്തൊക്കെയായിരുന്നു? ആദ്യം ഞാൻ എന്ത് ചെയ്തു? അഭിപ്രായം, അല്ലെ? അഭിപ്രായ സ്വാതന്ത്ര്യം വേണം. അഭിപ്രായം പറയാനായിട്ട് ഞാൻ എന്ത് ചെയ്യണം? സമ്മേളിക്കണം. അപ്പൊ എന്താണ്? ആയുധങ്ങളില്ലാതെ സമാധാനപരമായി സമ്മേളിക്കണം. സമ്മേളിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്ത് വേണമെന്ന് തീരുമാനിച്ചു? ഒരു സംഘടന രൂപീകരിക്കണം. ഈ സംഘടനയുടെ ആശയങ്ങളായിട്ട് എനിക്ക് എല്ലായിടത്തും പോകണം. സോ എനിക്ക് എന്ത് വേണം? സഞ്ചാര സ്വാതന്ത്ര്യം വേണം. അപ്പൊ എന്താണ്? സഞ്ചരിച്ച് എവിടെയെങ്കിലും ചെന്നാൽ എനിക്ക് എന്ത് വേണം? താമസിക്കണം. ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ എന്ത് വേണം? നേരത്തെ ഇവിടെ ഒരു സ്വത്ത് വന്നു, അത് നമ്മൾ എന്ത് ചെയ്തു? കട്ട് ചെയ്തു. താമസിച്ചു കഴിഞ്ഞാൽ എനിക്ക് അവിടെ മാന്യമായ തൊഴിൽ ചെയ്യാനുള്ള അവകാശം. ഇതാണ് 19 പറയുന്നത്. എന്താ? അപ്പൊ ഇവിടെ ഏതാണ് അല്ലാത്തത്? നിയമത്തിന് മുന്നിൽ എല്ലാവരും തുല്യരാണ്. ആർട്ടിക്കിൾ ഏതാണിത്? ആർട്ടിക്കിൾ 14, അല്ലെ? എങ്ങനെയാ പറഞ്ഞു തന്നത്? 14, 15, 16 നിവിയ. ഓക്കെ, ഇതാണ് നമ്മുടെ കോഡ് എന്ന് പറയുന്നത്. അപ്പൊ എന്ത് വന്നു? ഇവിടെ ആൻസർ വരേണ്ടത് ഓപ്ഷൻ സി ആണ്. ഇന്ത്യൻ ഭരണയുടെ ഹൃദയവും ആത്മാവും എന്ന് വിശേഷിക്കപ്പെടുന്നത് ആർട്ടിക്കിൾ 32-നെയാണ്. അത് ടെക്സ്റ്റിലുണ്ട് കേട്ടോ, ഞാൻ ആഡ് ചെയ്തിട്ടുണ്ട്, കാണിച്ചു തരാം. കുറ്റം ചെയ്ത കാലത്ത് പ്രാബല്യത്തിലുള്ള നിയമപ്രകാരം മാത്രമേ കുറ്റവിധേയനെ ശിക്ഷിക്കാവൂ. ഒരു കുറ്റത്തിന് നിയമപ്രകാരം ഒരു തവണ മാത്രം ശിക്ഷിക്കാം. കുറ്റാരോപിതനെ അയാൾക്കെതിരെ സാക്ഷിയാക്കരുത് എന്നീ തത്വങ്ങൾ ഇന്ത്യൻ ഭരണഘടന ഉറപ്പു നൽകുന്നത് ഏത് മൗലികാവകാശങ്ങളിലൂടെയാണെന്നാണ്. അതായത് നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം 19 മുതൽ 22 വരെയാണ്. 19 എന്ന് പറയുന്നത് 6 മൗലിക സ്വാതന്ത്ര്യമാണ്. ഈ പറയുന്ന 20 എന്ന് പറയുന്നത് ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 അവകാശങ്ങളാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. ഇവിടുത്തെ ആൻസർ എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 20 ആണ്. അപ്പൊ എന്തൊക്കെയാന്ന് നോക്കാം. 20 ക്ലോസ് 1 എന്ന് പറയും. 20 ക്ലോസ് 1 എന്താണ് പറയുന്നത്? അത് നോ എക്സ് പോസ്റ്റ് ഫാക്ട്, നോ എക്സ് പോസ്റ്റ് ഫാക്ടോ ലോ എന്ന് പറയും. അതായത് എന്താണ്? മുൻകാല പ്രാബല്യത്തിലൂടെ എന്താണ് അതായത് മുൻകാല പ്രാബല്യത്തോടെ ക്രിമിനൽ നിയമങ്ങൾ പാസ്സാക്കാനായിട്ട് പാടില്ല. അതിനെയാണ് 20(1) എന്ന് പറയുന്നത്. ഇനി 22 എന്താണ് പറയുന്നത്? 22 എന്ന് പറഞ്ഞാൽ നോ ഡബിൾ ജിയോപാഡി, നോ ഡബിൾ ജിയോപാഡി എന്ന് പറയും. അതായത് ഒറ്റത്തവണ ഒരേ കുറ്റത്തിന് അയാൾ ഒരു തവണയെ ശിക്ഷിക്കാൻ പാടുള്ളൂ, പിന്നെയും പിന്നെ അയാളെ ശിക്ഷിക്കാനായിട്ട് പാടില്ല. 23 എന്ന് പറയുമ്പോൾ എന്താണ്? നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറയും. നോ സെൽഫ് ഇൻക്രിമിനേഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? അതായത് ഒരാളൊരു തെറ്റ് ചെയ്താൽ അയാൾക്കെതിരെയുള്ള എന്താണ് ഒരു തെളിവ് ഹാജരാക്കാൻ അയാളെ നമ്മൾ ഒരിക്കലും നമുക്ക് നിർബന്ധിക്കാനായിട്ട് പാടില്ല. ഇങ്ങനെ ഒരു കുറ്റവാളിക്ക് ലഭിക്കുന്ന 3 സ്വാതന്ത്ര്യങ്ങളെയാണ് ആർട്ടിക്കിൾ 20 പറയുന്നത്. 19 എന്തായിരുന്നു പറഞ്ഞത്? മൗലിക സ്വാതന്ത്ര്യങ്ങൾ. ഇനി 21 നമ്മൾ പറഞ്ഞു ജീവിക്കുന്നതിനുള്ള അവകാശത്തെയാണ് 21 പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. 22 കൂടി ഉണ്ടല്ലോ. 19 22 വരെ അല്ലേ? 22 എന്താണ് പറയുന്നത്? ഇവിടെയാണ് നിയമവിധേയമല്ലാത്ത അറസ്റ്റിനും തടങ്കലിനും എതിരെയുള്ള കരുതൽ തടങ്കലൊക്കെ പ്രതിപാദിക്കുന്നത് 22-ലാണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. പ്രകൃത്യാ നീതിയുടെ സിദ്ധാന്തങ്ങൾ ലംഘിക്കുന്ന വിധിയെ ചോദ്യം ചെയ്യുന്നതിനായി സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഏതാണ് സുപ്രീം കോടതി പുറപ്പെടുവിക്കുന്ന റിട്ട് എന്ന് പറയുന്നത്? അത് സെർഷ്യോററി ആണ്. സെർഷ്യോററി. ഓക്കെ, അതായത് ഒരു കേസ് കീഴ്ക്കോടതിയിൽ നിന്ന് മേൽക്കോടതിയിലേക്ക് ഉത്തരവിടാനാണ്. അതായത് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പോ ഇതൊരു LPUPയുടെയോ അങ്ങനെ ഏതൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു കേട്ടോ. ഇത് ജസ്റ്റ് ഒന്ന് നോക്കി വെച്ചേക്ക് കേട്ടോ. ഇത് പ്രിൻസിപ്പിൾ ഓഫ് നാച്ചുറൽ ജസ്റ്റിസ് ആയിട്ട് ബന്ധപ്പെട്ടതാണ്. നെക്സ്റ്റ് നോക്കാം. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ നോക്കാം. ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന മൗലിക അവകാശങ്ങളുമായി ബന്ധപ്പെട്ട ചില വകുപ്പുകളും അവയുടെ വിവരണവും നൽകിയിരിക്കുന്നു. ചേരുംപടി ചേർക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
നോക്കാം നമുക്ക്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ സ്ഥാപിക്കാനും ഭരണം നടത്തുവാനും ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശമാണ്. അതായത് ഈ ന്യൂനപക്ഷങ്ങൾക്കുള്ള അവകാശം ഏതിലാണ് വന്നിരിക്കുന്നത്? സാംസ്കാരികവും വിദ്യാഭ്യാസപരമായ അവകാശത്തിലാണ്. അപ്പൊ അത് ഏതൊക്കെ ആർട്ടിക്കിളാണ്? 29, 30 അപ്പൊ ഇവിടെ ഏത് വരും? 1D ആണെന്ന് മനസ്സിലായി. ഓക്കെ, 1D എന്ന് പറയുമ്പോൾ ഇതങ്ങ് വെട്ടിക്കളഞ്ഞു. മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പിനുള്ള അവകാശം, മതസ്വാതന്ത്ര്യം വരുന്നത്, മതസ്വാതന്ത്ര്യം 25 മുതൽ 28 വരെയാണ്. അപ്പൊ മതപരമായ കാര്യങ്ങളുടെ നടത്തിപ്പ് എന്ന് പറയുമ്പോൾ അതിന്റെ ഇടക്കായിരിക്കുമല്ലോ. അപ്പൊ ഏത് വരും? 2 എന്ന് പറയുന്നത് C വരും. ഓക്കെ, 2C ആണ്. ഇനി ഏതാന്ന് നോക്കാം. സ്ഥാനപ്പേരുകൾ നിർത്തലാക്കൽ എന്ന് പറയുന്നത് വകുപ്പ് 18 സ്ഥാനപ്പേരുകളുമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. പദവി നാമങ്ങൾ നിർത്തലാക്കൽ എന്ന് പറയും. അതായത് നമ്മുടെ സമത്വവുമായിട്ട് ബന്ധപ്പെട്ടതാണ്. സമത്വത്തിലാണ് ആർട്ടിക്കിൾ 18 പദവി, അതായത് സൈനികരും അല്ലെങ്കിൽ അക്കാഡമിക്കും ആയിട്ടുള്ള പണ്ടുണ്ടായിരുന്ന, അല്ലെ, പണ്ട് കുറെ ഉണ്ടായിരുന്നില്ല, പ്രഭുക്കന്മാര്, അങ്ങനെ രാജാ പദവി, അങ്ങനെ പല സ്ഥാനപ്പേരുകളും എന്ത് ചെയ്ത് നിർത്തലാക്കിയത് ആർട്ടിക്കിൾ 18 പ്രകാരമാണ്. ഏതാണ്? നമ്മുടെ സമത്വത്തിനുള്ള അവകാശത്തിൽ 14 മുതൽ 18 വരെയാണ്. അറസ്റ്റിനും തടങ്കലിനും എതിരായ സംരക്ഷണം ഏതാണ്? അത് വകുപ്പ് 22. സോ ആൻസർ എന്ന് പറയുന്നത് 14, ഓപ്ഷൻ C ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 1D ഓക്കെ അല്ലേ? 2C, 3A ആണ്, 4 എന്ന് പറയുന്നത് B ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. അഗെയിൻ ചേരുംപടി ചേർക്കലാണ്. ഭരണഘടനയുടെ 27-ാം വകുപ്പ്, 18-ാം വകുപ്പ്, 13-ാം വകുപ്പ്, 226. 226 എന്ന് പറയുന്നത് റിട്ടാണ്. ആരുടെ റിട്ട്? ഹൈക്കോടതികൾക്ക് ഉത്തരവ് പുറപ്പെടുവിക്കാൻ. 32 എന്താണ്? സുപ്രീം കോടതിയാണ്. ഇനി ഏതാണെന്ന് നോക്കിക്കേ. സ്ഥാനമാനങ്ങൾ നിരോധിക്കുന്ന വകുപ്പ് എന്ന് പറയുന്ന ഏതാണ്? 18-ാം വകുപ്പാണ് സ്ഥാനമാനങ്ങൾ നിരോധിക്കല്. ഇനി ആർട്ടിക്കിൾ 27 എന്ന് പറയുമ്പോൾ എന്താണ് വരേണ്ടത്? ആർട്ടിക്കിൾ 27 എന്ന് പറയുന്നത് മതസ്ഥാപനങ്ങൾക്ക് വിനിയോഗിക്കുന്ന പണത്തെ നികുതിയിൽ നിന്നും ഒഴിവാക്കുന്നുണ്ട്. അതായത് മതസ്വാതന്ത്ര്യവുമായിട്ട് ബന്ധപ്പെട്ട് 25 മുതൽ 28 വരെയല്ലേ. അപ്പൊ 1 എന്ന് പറയുന്നത് C ആണ്. ഇനി ഏതാണ്? 13-ാം വകുപ്പാണ് ജുഡീഷ്യൽ റിവ്യൂ എന്ന് പറയും, അല്ലെ? കോടതിയുടെ പുനരവലോകനാധികാരം എന്ന്. അതായത് ആർട്ടിക്കിൾ 13-നെയാണ് നമ്മൾ എന്ത് പറയുന്നത്? ജുഡീഷ്യൽ റിവ്യൂമായിട്ട് ബന്ധപ്പെട്ട് പറയുന്നത്. ഓക്കെ ആണല്ലോ? അപ്പൊ ഇവിടുത്തെ ആൻസർ ഏതാണ് വരേണ്ടത്? 1C അല്ലെ? 1C എന്ന് പറയുമ്പോൾ ഇതുമല്ല, ഇതുമല്ല. 2D, 3B, 3 എന്ന് പറയുന്നത് A ആണ്. സോ ആൻസർ വരേണ്ടത് ഇതാണ്. ഓപ്ഷൻ D ആണ് നമുക്കിവിടെ ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. ഭരണഘടനയിൽ 21A ഉറപ്പുവരുത്തുന്നത് 6 മുതൽ 18, 3 മുതൽ 18, 3 മുതൽ 14, 6 മുതൽ 14. ഏതാണ്? 6 മുതൽ 14 വരെയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവും എന്ന് ഡോക്ടർ BR അംബേദ്കർ വിളിച്ചത് എന്തിനെയാണ്? ആർട്ടിക്കിൾ 32 ഭരണഘടനാപരമായ പരിഹാരങ്ങൾക്കുള്ള അവകാശത്തെയാണ് BR അംബേദ്കർ എന്ത് പറയുന്നത്? ഉണ്ടോ? അതിവിടെ കിടപ്പുണ്ട്. വ്യക്തിയുടെ രക്ഷയ്ക്കും ഭരണഘടനാപരമായ പ്രതിവിധിക്കുള്ള അവകാശം. അനുച്ഛേദം 32 പ്രകാരം സുപ്രീം കോടതിയെയും അനുച്ഛേദം 226 പ്രകാരം ഹൈക്കോടതികളെയും സമീപിക്കാവുന്നതാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഹൃദയവും ആത്മാവുമെന്ന് ഈ അവകാശത്തെ വിശേഷിപ്പിച്ചതാരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദമാണ് നിയമത്തിന് മുമ്പിലുള്ള സമത്വം? നിയമ സമത്വം, ഇക്വാലിറ്റി ബിഫോർ ലോ. ഏതാണ്? ആർട്ടിക്കിൾ 14 ആണ്. 24 നമ്മൾ എന്താണ് പറഞ്ഞത്? 24 ബാലവേലയുമായി ബന്ധപ്പെട്ട്. 23 എന്താണ് പറഞ്ഞത്? ദേവദാസി അടിമത്തം. 17 പറഞ്ഞത് തൊട്ടുകൂടായ്മ. 22 പറഞ്ഞു കരുതൽ തടങ്കലുമായിട്ട് ബന്ധപ്പെട്ടതാണെന്ന് പറഞ്ഞു. സർക്കാർ ഉദ്യോഗസ്ഥരോട് തങ്ങളുടെ കടമ നിർവഹിക്കാൻ നിർബന്ധിക്കുന്ന റിട്ട് എന്താണ്? ഓക്കെ, സർക്കാർ ഉദ്യോഗസ്ഥരോട് നമുക്ക് എന്ത് ചെയ്യാം? മാൻഡമസ്, ഞാൻ കൽപ്പിക്കുന്നു, അല്ലെ, അത് ചെയ്യാനായിട്ട്. ഹൈക്കോടതികൾക്ക് റിട്ട് പുറപ്പെടുവിക്കുന്ന അധികാരം ഏതാണ്? 226, ആർട്ടിക്കിൾ 226 ആണ്. താഴെ പറയുന്നവയിൽ ഇന്ത്യൻ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്ന രാഷ്ട്രനയത്തെ സംബന്ധിക്കുന്ന നിർദ്ദേശക തത്വങ്ങളിൽ ഉൾപ്പെടാത്തത് ഏതെന്നാണ് വേണ്ടത്. ഉൾപ്പെടാത്തത് സ്ത്രീക്കും പുരുഷനും തുല്യ ജോലിക്ക് തുല്യ വേതനം നിർദ്ദേശക തത്വങ്ങളില് 39D-യിലാണ്, 39A ക്ലോസ് D-യിലാണ് അത് പറയുന്നത്. രാജ്യത്തെ മുഴുവൻ ബാധകമായ ഏകീകൃത സിവിൽ കോഡ്, ഏകീകൃത നിയമ സംഹിത എന്ന് പറയുന്നത് ആർട്ടിക്കിൾ 44 ആണ്. ഇത് എപ്പോഴും ചോദിക്കുന്നതാണ്. ആദ്യമായിട്ട് ഏത് സംസ്ഥാനത്താണ് ഏകീകൃത സിവിൽ കോഡ് വന്നതെന്ന് ചോദിച്ചാൽ അത് ഉത്തരാഖണ്ഡ് ആണ്. അതായത്
നമുക്ക് നേരത്തെ പറയുന്ന ആൻസർ ഗോവയായിരുന്നു. കാര്യം ഗോവ എന്ന സ്റ്റേറ്റ് അവിടെ എന്താണ്, അത് വരുമ്പോ മുതൽ തന്നെ അവിടെ എന്താണ് യൂണിഫോം സിവിൽ കോഡ് ഉണ്ട്. അതിനുശേഷം നമ്മുടെ ഇന്ത്യൻ ഭരണഘടന വന്ന് അത് പ്രാബല്യത്തിലായി അല്ലെ. അതിനുശേഷം അതായത് യൂണിഫോം സിവിൽ കോഡ് ഭരണഘടന ആ ഒരു പൊസിഷനിലേക്ക് വരുമ്പോ ആദ്യമായിട്ട് ഏത് സംസ്ഥാനം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമുക്ക് പറയാം അത് ഉത്തരാഖണ്ഡ് ആണെന്ന്. എങ്കിൽ ചോദിക്കാറുണ്ട് ഏകീകൃത സിവിൽ കോഡിനെതിരെ പ്രമേയം പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചു കഴിഞ്ഞാൽ അതെന്താണത്? കേരളമാണെന്ന് പറയാം. ഓക്കെ, ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണവുമായി ബന്ധപ്പെട്ട ആർട്ടിക്കിൾ ഏതാണ്? ഗ്രാമപഞ്ചായത്തുകളുടെ രൂപീകരണം, അത് 40 ഐത്താചാര നിർമാർജനം. ഐത്താചാരം ഏതാണ് വരേണ്ടത്? ആർട്ടിക്കിൾ 17 അല്ലെ. തൊട്ടുകൂടായ്മ മഹാത്മാഗാന്ധിക്ക് ജയ് വിളിച്ച് നമ്മൾ നടത്തിയതാണെന്നൊക്കെ നമ്മൾ പറഞ്ഞു. അത് ഏതാണ്? അത് മൗലിക അവകാശങ്ങളിലാണ് വരുന്നത്. മൗലിക അവകാശങ്ങളിൽ ആർട്ടിക്കിൾ 17 എന്ത് വരുന്നത്? ഐത്താചാര നിർമാർജനം വരുന്നത്. അപ്പൊ നമ്മളോട് ചോദിച്ചിരിക്കുന്നത് എന്താണ്? നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. അപ്പൊ നിർദ്ദേശക തത്വങ്ങളുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാം, അതായത് നമുക്ക് അടിസ്ഥാന കുറെ ലക്ഷ്യങ്ങളാണ്, അതായത് രാഷ്ട്രം ഒരു പിന്തുടരേണ്ട കുറെ ആശയങ്ങളെയാണ് നമ്മൾ നിർദ്ദേശക തത്വങ്ങൾ എന്ന് പറയുന്നത്. അത് ഏത് ഭാഗത്താണ്? ഭാഗം 4 എന്ത് പറയുന്നത്? ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങൾ എന്ത് ചെയ്യുന്നത്? ഉൾപ്പെടുത്തിയിരിക്കുന്നത്. ഇത് ഏത് മുതൽ ഏത് വരെയാണ്? 36 മുതൽ 51 വരെയാണ് നിർദ്ദേശക തത്വങ്ങൾ വരുന്നത്. ചോദിക്കാറുണ്ട് നിർദ്ദേശക തത്വങ്ങൾ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയ ആദ്യ രാജ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് സ്പെയിൻ ആണ്. സ്പെയിൻ. ഓക്കെ, അതേപോലെ തന്നെ ഇന്ത്യൻ ഭരണഘടന അത് കടം കൊണ്ടത് എവിടെ നിന്ന് ചോദിച്ചാൽ അത് അയർലൻഡ് ആണ്. ഓക്കെ, അപ്പൊ ഇന്ത്യൻ ഭരണഘടന നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം കടം കൊണ്ടത് എവിടെ നിന്നാണ്? അയർലൻഡിൽ നിന്നാണ്. ഈ ഒരു ആശയം അതായത് നമ്മുടെ ഏത് കമ്മിറ്റിയുടെ ശുപാർശ എന്ന് ചോദിക്കാറുണ്ട്. അതിനെയാണ് സുപ്രീം കമ്മിറ്റി എന്ന് പറയുന്നത്. സുപ്രീം കമ്മിറ്റിയുടെ നിർദ്ദേശപ്രകാരമാണ് എന്ത് ചെയ്യുന്നത്? ഇതിൽ നമ്മുടെ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങൾ ആഡ് ചെയ്യുന്നത്. ഓക്കെ, ഇത് നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങളാണ്. നോക്കാം നമുക്ക്. രാഷ്ട്രത്തിന്റെ നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? DPSP അല്ലെ, ഡയറക്റ്റീവ് പ്രിൻസിപ്പിൾസ് ഓഫ് സ്റ്റേറ്റ് പോളിസി. അതായത് അവകാശങ്ങൾക്കും സ്വാതന്ത്ര്യങ്ങൾക്കുമൊപ്പം സാമൂഹിക സാമ്പത്തിക നീതിക്കും തുല്യ പ്രാധാന്യമുണ്ട്. ഇത് കൈവരിക്കുന്നതിനുള്ള ആശയങ്ങളെയാണ് നമ്മൾ എന്ത് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. എല്ലാ വിഭാഗം ജനങ്ങളുടെയും ക്ഷേമവും പുരോഗതിയും ഉറപ്പുവരുത്തിക്കൊണ്ട് ക്ഷേമരാഷ്ട്രം സ്ഥാപിക്കുക എന്നാണ് ഇതിന്റെ ലക്ഷ്യം. മൗലിക അവകാശങ്ങളിൽ നിന്നും വ്യത്യസ്തമായി ഇവ കോടതിയുടെ പിൻബലത്തോടെ നടപ്പാക്കുവാൻ കഴിയുന്നവയല്ല. ഓക്കെ, ഇനി എന്താണ് പറയുന്നത്? അതായത് നിർദ്ദേശക തത്വങ്ങൾ എന്താണ്? ന്യായവാദത്തിന് അർഹമല്ല എന്ന് പറയും. അതായത് ആർട്ടിക്കിൾ 37 പ്രകാരമാണ് അത് പറയുന്നത്. ഇത് പറയുന്നത് ആർട്ടിക്കിൾ 37 അതേസമയം സർക്കാരുകളും നയങ്ങളും പരിപാടികളും ആവിഷ്കരിക്കുമ്പോൾ ഈ നിർദ്ദേശക തത്വങ്ങൾക്ക് മതിയായ പരിഗണന നൽകേണ്ടതുണ്ട്. ഭരണഘടനയുടെ ഭാഗം 4 ആർട്ടിക്കിൾ 36 മുതൽ 51 വരെയാണ് എന്ത് പറയുന്നത്? നിർദ്ദേശക തത്വങ്ങൾ ഉൾക്കൊള്ളിച്ചിരിക്കുന്നത്. ഭരണനിർവഹണത്തിലും നിയമനിർമ്മാണത്തിലും സർക്കാർ പാലിക്കേണ്ട നിർദ്ദേശങ്ങളാണിവ. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇതാണ് നമുക്ക് പറയുന്നത്. ഈ പറയുന്ന എന്താണ് നിർദ്ദേശക തത്വങ്ങളെ നമ്മൾ മെയിൻ ആയിട്ട് എന്താണ് സോഷ്യലിസ്റ്റ്, അതേപോലെ തന്നെ ലിബറലും അതേപോലെ തന്നെ ഗാന്ധിയൻ ആശയങ്ങളായിട്ട് നമ്മൾ ക്ലാസിഫൈ ചെയ്യുന്നുണ്ട്. അത് ഏതൊക്കെയാണെന്നാണ് പറയുന്നത്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷിതത്വവും അഭിവൃദ്ധിപ്പെടുത്തുക, പൗരർക്ക് ഏകരൂപമായ നിയമസംഹിത, തുല്യനീതിയും സൗജന്യ നിയമസഹായം. ഇത് 3 നിങ്ങളൊന്ന് പഠിച്ചു വെക്കണം. ചിലപ്പോൾ ഇനിയുള്ള പരീക്ഷകൾക്ക് ഇതിൽ നിന്ന് താഴെ തന്നിരിക്കുന്നവയിൽ ഗാന്ധിയൻ ആശയം ഏത്, നിർദ്ദേശക തത്വങ്ങൾ ഉദാര ആശയം ഏത്, അല്ലെങ്കിൽ സോഷ്യലിസ്റ്റ് ആശയം ഏത് എന്നൊരു ക്വസ്റ്റ്യൻ നമുക്ക് പ്രതീക്ഷിക്കാം. താഴെ തന്നിരിക്കുന്നവയിൽ ഭരണഘടനയുടെ 4-ാം അധ്യായത്തിൽ പെടാത്തതാണ് നമുക്ക് വേണ്ടത്. നോക്കാം നമുക്ക് എന്താ പറഞ്ഞിരിക്കുന്നതെന്ന്. തുല്യ ജോലിക്ക് തുല്യവേതനം, ഏകീകൃത നിയമസംഹിത, സംഘടനാ സ്വാതന്ത്ര്യം, പൊതുതൊഴിൽ തുല്യ അവസരം. ഏതാണ് 4-ാം അധ്യായം? 4-ാം അധ്യായം എന്ന് പറയുമ്പോൾ നിങ്ങൾ അറിഞ്ഞിരിക്കണം അത് ഏതാണ്? നിർദ്ദേശക തത്വങ്ങളാണെന്ന് അറിഞ്ഞിരിക്കണം. ഓക്കെ, അപ്പൊ ഇവിടെ ഏതാണ്? തുല്യ ജോലിക്ക് തുല്യവേതനം ഏതാണ്? 39D ആണെന്ന് നമ്മൾ പറഞ്ഞു. ഏകീകൃത സിവിൽ നിയമം 44 പറഞ്ഞു. അപ്പൊ ഇതിന്റെ ആൻസർ ഏതാണ് വരേണ്ടത്? പെടാത്തതല്ലേ വേണ്ടത്? ഇത് രണ്ടും ഉണ്ടെന്ന് നമുക്ക് ഉറപ്പായിട്ടും അറിയാം. അപ്പൊ ഒന്നുള്ളതെല്ലാം നിങ്ങൾ കട്ട് ചെയ്തോ. ബാക്കി ആൻസർ ഏതാണ് വരേണ്ടത്? ഓപ്ഷൻ ഡി 3, 4 എന്നിവയാണ് 4-ാം അധ്യായത്തിൽ പെടാത്തത്.
ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുടെ വകുപ്പുകൾ ശരിയായി ക്രമീകരിക്കുക, കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക, ഏകീകൃത സിവിൽ കോഡ് നമുക്കറിയാം വകുപ്പ് 44 ആണെന്നുള്ളത്. സോ എന്ത് ചെയ്യുക, 2 എന്ന് പറയുന്നത് സി ആണ്. സോ ഫസ്റ്റ് ഓപ്ഷൻ അങ്ങ് വെട്ടിക്കളഞ്ഞു. ഗോവധം നിരോധിക്കുക, അത് ആർട്ടിക്കിൾ 48 ആണ്. 3D ആണ്. 3D വരുന്നത് ഏതാണ്? ഇതാണ് ആൻസർ. ഓപ്ഷൻ ബി ആണ്. 1B കുടിൽ വ്യവസായങ്ങളെ പ്രോത്സാഹിപ്പിക്കുക എന്ന് പറയുന്നത് 43 ആണ് ആർട്ടിക്കിൾ. ഏകീകൃത സിവിൽ കോഡ് 44 ആണ്. ഗോവധം നിരോധനം 48 ആണ്. അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും 51 ആണ്. നിർദ്ദേശക തത്വങ്ങൾ എന്ന ആശയം ഇന്ത്യൻ ഭരണഘടനാ സമിതി ഏത് രാജ്യത്ത് നിന്നാണ് സ്വീകരിച്ചിരിക്കുന്നത്? എവിടെ നിന്നാണ്? നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞല്ലോ, അയർലൻഡിൽ നിന്നാണെന്ന്. അതായത് ഐറിഷ് ഭരണഘടനയിൽ നിന്നാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ആർട്ടിക്കിൾ 39B രാഷ്ട്രം പിന്തുടരേണ്ട നിർദ്ദേശക തത്വങ്ങളുടെ ഭാഗമാണ് ഇത് അനുശാസിക്കുന്നത്. നോക്കിക്കേ, സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതു നന്മയ്ക്ക് ഹാനികരമല്ലാത്ത വിധത്തിൽ വിതരണം ചെയ്യുക. ഇതൊരു ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു കേട്ടോ. ഞാനിത് ആഡ് ചെയ്തിട്ടില്ല എന്ന് തോന്നുന്നു. അതായത് സമൂഹത്തിന്റെ ഇങ്ങനെ തന്നെയായിരുന്നു ക്വസ്റ്റ്യൻ. സമൂഹത്തിന്റെ ഭൗതിക വിഭവങ്ങളുടെ ഉടമസ്ഥതയും നിയന്ത്രണവും പൊതു നന്മയ്ക്ക് ഹാനികരമല്ലാത്ത വിധത്തിൽ വിതരണം ചെയ്യുക എന്ന് പ്രതിപാദിക്കുന്ന ആർട്ടിക്കിൾ ഏതെന്നുള്ളത് 39B ആണ്. അന്താരാഷ്ട്ര തർക്കങ്ങൾ മാധ്യസ്ഥം വഴി ഒത്തുതീർപ്പാക്കുന്നതിന് രാജ്യം പ്രോത്സാഹിപ്പിക്കേണ്ടതാണ് എന്ന് പരാമർശിക്കുന്ന ആർട്ടിക്കിൾ ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ് വരേണ്ടത്? 51(4) ആണ്. 51(4) ആണ്. കണ്ടോ, ഇന്ത്യൻ ഭരണഘടനയുടെ 4-ാം ഭാഗത്തിൽ ആർട്ടിക്കിൾ 51 എന്ന് പറയുന്നത് എന്താണ്? അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുന്നതിനെ കുറിച്ച് പ്രതിപാദിക്കുന്നു. കണ്ടോ, ഈ ആർട്ടിക്കിൾ 51 എങ്ങനെയൊക്കെയാണ് പറയുന്നത്? 51 എന്ന് പറഞ്ഞാൽ അന്താരാഷ്ട്ര സമാധാനവും സുരക്ഷയും പ്രോത്സാഹിപ്പിക്കുക. 51B പറയുന്നത് 2 51 ക്ലോസ് 2 രാഷ്ട്രങ്ങൾ തമ്മിൽ ന്യായവും മാന്യവുമായ ബന്ധം നിലനിർത്തണമെന്ന് പറയും. ഇനി സി എന്ന് പറയുമ്പോൾ എന്താണ്? സംഘടിത ജനതകൾ തമ്മിലുള്ള ഇടപെടലുകളിൽ അന്താരാഷ്ട്ര നിയമത്തോടുകൂടി ഉടമ്പടി ബാധ്യതകളോടും ബഹുമാനം വളർത്തുക. ഡി എന്ന് പറയുന്നത് എന്താണ്? അന്താരാഷ്ട്ര തർക്കങ്ങൾ മധ്യസ്ഥതയിലൂടെ പരിഹരിക്കുന്നതിനെ പ്രോത്സാഹിപ്പിക്കുക. ഇതാണ് 51D എന്ന് പറയുന്നത്. ഇതാണ് ചോദിച്ചിട്ടുണ്ടായിരുന്നത് ക്വസ്റ്റ്യനില്. ഭരണഘടനയുടെ നിർദ്ദേശക തത്വങ്ങളെ ലക്ഷ്യങ്ങൾ, നയങ്ങൾ, ന്യായവാദാർഹമല്ലാത്ത അവകാശങ്ങൾ എന്നിങ്ങനെ തരംതിരിക്കാം. താഴെ പറയുന്നവയിൽ നയങ്ങളിൽ ഉൾപ്പെടുന്നത് ഏതെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ജനക്ഷേമം, സാമൂഹ്യ സാമ്പത്തിക രാഷ്ട്രീയ നീതി, മതിയായ ഉപജീവന മാർഗം, ഏകീകൃത സിവിൽ കോഡ്, പുരുഷനും സ്ത്രീക്കും തുല്യ ജോലിക്ക് തുല്യ വേതനം. നയങ്ങളിൽ വരുന്നത് ഏകീകൃത സിവിൽ കോഡ്, യൂണിഫോം സിവിൽ കോഡ് എന്നുള്ളതാണ്. നെക്സ്റ്റ് നോക്കാം. സംസ്ഥാന നയത്തിന്റെ നിർദ്ദേശക തത്വങ്ങളെ ഇന്ത്യൻ ഭരണഘടനയുടെ നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? അപ്പൊ വിശേഷണങ്ങളാണ് അല്ലെ പറഞ്ഞിരിക്കുന്നത്. നോവൽ ഫീച്ചർ എന്ന് വിശേഷിപ്പിച്ചത് ആരാണ്? ഡോക്ടർ BR അംബേദ്കർ ആണ്. ഡോക്ടർ അംബേദ്കർ ആണ് എന്ത് ചെയ്യുന്നത്? നോവൽ ഫീച്ചേഴ്സ് ഓഫ് ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷൻ എന്ന് എന്തിനെ പറയുന്നത്? ഈ പറയുന്ന നിർദ്ദേശക തത്വങ്ങളെ വിശേഷിപ്പിക്കുന്നത്. അതേപോലെ തന്നെ ദ ഇൻസ്ട്രുമെന്റ് ഓഫ് ഇൻസ്ട്രക്ഷൻ, ദ ഇൻസ്ട്രുമെന്റ് ഓഫ് എന്തിനുള്ളത്? ഇൻസ്ട്രക്ഷൻ എന്ന് പറഞ്ഞതും ആരാണ്? നമ്മുടെ BR അംബേദ്കർ ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ വകുപ്പ് 44 ഉൾപ്പെട്ടിരിക്കുന്നത് ഭരണഘടനയുടെ ഏത് തത്വത്തിലാണ്? വകുപ്പ് 44 എന്ന് പറഞ്ഞാൽ എന്താണ്? ഏകീകൃത സിവിൽ കോഡാണ് അല്ലെ. അത് ഏതിലാണ് ഉൾപ്പെട്ടിരിക്കുന്നത്? നിർദ്ദേശക തത്വങ്ങളിലാണ്. ഓപ്ഷൻ ഡി ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഇന്ത്യൻ ഭരണഘടനയിൽ മൗലിക കടമകൾ എന്ന ആശയം ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഏത് രാജ്യത്തിന്റെ ഭരണഘടനയിൽ നിന്നാണ്? മൗലിക അവകാശങ്ങൾ നമ്മൾ പറഞ്ഞു അല്ലെ, USA നിന്നാണ് മൗലിക അവകാശങ്ങൾ എന്ന ആശയം കടം കൊണ്ടത്. ഇവിടെ ചോദിച്ചിരിക്കുന്നത് ഏതാണ്? മൗലിക കടമകളാണ്. അതായത് USSR ആണ്. നമ്മുടെ റഷ്യയിൽ നിന്നാണ്, സോവിയറ്റ് യൂണിയനിൽ നിന്നാണ് എന്ത് മൗലിക കടമകൾ എന്ന ആശയം നമ്മൾ കടമെടുത്തിരിക്കുന്നത്. മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ ഉൾപ്പെടുത്തിയത് 42-ാം ഭേദഗതി പ്രകാരമാണ്. 42-ാം ഭേദഗതി ഏത്? 1976. ഞാൻ പറഞ്ഞിട്ടുണ്ട് 4+2 എന്ന് പറഞ്ഞാൽ 6 ആണ്. ഇവിടെ എപ്പോഴും തിരിഞ്ഞു പോകുന്ന ഇതായിരിക്കും. 44-ാം ഭേദഗതി 1978. ഇത് രണ്ടും തമ്മിൽ തിരിഞ്ഞു പോകാറുണ്ട്. 44-ാം ഭേദഗതി എത്രയാണ്? 4+4 8. 5 വർഷമാണെന്ന് ഓർത്തിരിക്കണേ. അപ്പൊ 42-ാം ഭേദഗതി 76-ലെ 42-ാം ഭേദഗതി പ്രകാരമാണ് എന്ത് വരുന്നത്? മൗലിക കടമകൾ എന്ന ആശയം എന്ത് ചെയ്യുന്നത്? ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്നത്.
ഇത് നമ്മുടെ പ്രാബല്യത്തിൽ വന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് 1977 ജാനുവരി 3-നാണ് മൗലിക കടമകൾ എന്ന ആശയം നമുക്ക് പ്രാബല്യത്തിൽ വരുന്നത്. ഇത് ഏത് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരം എന്ന് ചോദിച്ചാൽ അത് ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. നിർദ്ദേശക തത്വങ്ങൾ നമ്മൾ പറഞ്ഞു സപ്രു കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. എങ്കിൽ മൗലിക കടമകൾ എന്താണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയുടെ ശുപാർശ പ്രകാരമാണ്. നിർദ്ദേശക തത്വങ്ങൾ വകുപ്പ് 4-ലാണെങ്കിൽ മൗലിക കടമകൾ വരുന്ന ഏതിലാണ്? അത് 4A-യിലാണ് മൗലിക കടമകൾ കൂട്ടിച്ചേർത്തിരിക്കുന്നത്. ഓക്കെ, മൗലിക കടമകൾ നമ്മുടെ ഭരണഘടനയിൽ കൂട്ടിച്ചേർക്കുന്ന സമയത്ത് ആരായിരുന്നു നമ്മുടെ പ്രധാനമന്ത്രി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഇന്ദിരാഗാന്ധിയാണ്. ഇന്ദിരാഗാന്ധി 77 അല്ലേ? അപ്പൊ ഇന്ദിരാഗാന്ധിയുടെ സമയമാണ്. ആ സമയത്തെ പ്രസിഡന്റ് ചോദിച്ചു കഴിഞ്ഞാൽ അത് ആരാണ്? അത് ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. ഫക്രുദ്ദീൻ അലി അഹമ്മദ് ആണ്. നിലവിൽ എത്ര ഭേദഗതികളാണെന്ന് ചോദിച്ചാൽ അതായത് ഈ പറയുന്ന 42-ാം ഭേദഗതി 76 പ്രകാരം 10 മൗലിക കടമകളാണ് കൂട്ടിച്ചേർത്തത്. എങ്കിൽ നമുക്കറിയാം 2002-ലെ 86-ാം ഭേദഗതി മൗലിക അവകാശങ്ങൾ 21A ആയിട്ട് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം കൂട്ടിച്ചേർത്ത സമയത്ത് മൗലിക കടമകളിലും ഒന്ന് കൂട്ടിച്ചേർത്തിട്ടുണ്ട്. അങ്ങനെയാണ് 11ാമത് മൗലിക കടമ വരുന്നത്. 6 മുതൽ 14 വയസ്സ് വരെയുള്ള കുട്ടികളുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് രക്ഷകർത്താക്കളുടെ കടമയാണെന്ന് പറയുന്നതാണ് എന്ത്? ഈ പറയുന്ന 11ാം മൗലിക ഭേദഗതി എന്ന് 11ാം മൗലിക കടമ എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. കണ്ട മൗലിക കർത്തവ്യങ്ങൾ എന്താണെന്ന് ഓരോരുത്തരും ഓർക്കേണ്ടത്. ഞാനൊരു ഇന്ത്യക്കാരനായിരിക്കുമ്പോൾ തന്നെ എനിക്ക് എല്ലാ അവകാശങ്ങളോടൊപ്പം നിയതമായ ചുമതലകളും ഉണ്ടെന്നാണ്. ആര് പറഞ്ഞതാണിത്? സർദാർ വല്ലഭായ് പട്ടേലിന്റെയാണ്. കോട്സ് ഒക്കെ ചോദിക്കാറുണ്ട് കയറി. ഇത് ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന കോട്സ് ആണ്, സോ പഠിക്കുക. പൗരരുടെ മൗലിക കർത്തവ്യങ്ങളെ കുറിച്ച് നിർദ്ദേശങ്ങൾ സമർപ്പിച്ചത് 76-ല് ഏത് കമ്മിറ്റി? സർദാർ സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. കേന്ദ്ര സർക്കാർ ആണത് നിയോഗിച്ചത്. ചോദിക്കാം, ചിലപ്പോ പറയാം 1976-ല് ആര് നിയോഗിച്ചു എന്നുള്ളത് രീതിയിൽ വേണേ സ്റ്റേറ്റ്മെന്റ് ആയിട്ടൊക്കെ കയറി വരാം. കേന്ദ്ര സർക്കാർ നിയമിച്ചു അല്ലെങ്കിൽ സംസ്ഥാന സർക്കാർ നിയോഗിച്ചു എന്നൊക്കെ പറഞ്ഞ് ചോദിക്കാം. കമ്മിറ്റിയുടെ നിർദ്ദേശങ്ങൾ 76-ലെ 42-ാം ഭരണഘടനാ ഭേദഗതിയുടെ ഭാഗമായി മൗലിക കർത്തവ്യങ്ങൾ ഒരു പുതിയ ഭാഗം അതായത് 4A ഇത് പ്രകാരം 51A എന്ന അനുച്ഛേദമായിട്ട് മൗലിക കർത്തവ്യങ്ങൾ ഭരണഘടനയുടെ ഭാഗമായി മാറി. ഏത് രാജ്യത്തു നിന്നാണ് കടം കൊണ്ടത്? റഷ്യയിൽ നിന്നാണ്. ചുവടെ തന്നിട്ടുള്ള ഇന്ത്യൻ ഭരണഘടനയിൽ നിലവിലുള്ള മൗലിക കർത്തവ്യങ്ങൾ ഉൾപ്പെടുന്നവയാണ്. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ആദരിക്കുക. അതുകൊണ്ട് ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, സമഗ്രത എന്നിവയെ മുറുകെ പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ശാസ്ത്ര വികാസം, മാനവിക പുരോഗതി, മാനവികത എന്നിവയുടെ വികാസം സംബന്ധിക്കുന്ന പ്രവർത്തനങ്ങൾ നടപ്പിലാക്കുക. ഇവയെല്ലാം എന്താണ്? മൗലിക കർത്തവ്യങ്ങളാണ്. താഴെ പറയുന്നവയിൽ ഏതാണ് ഇന്ത്യൻ ഭരണഘടനയുടെ മൗലിക കടമകളിൽ ഉൾപ്പെടാത്തത്? കണ്ടോ, ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ്, അതായത് മൗലിക കടമകൾ ഈ 11 നിങ്ങൾ പഠിച്ചിരിക്കണം. അത് എങ്ങനെ വേണമെങ്കിലും, അതായത് ഇതെല്ലാ ക്വസ്റ്റ്യൻസും 2025 ചോദിച്ചാണ്. 25 ചോദിച്ച ക്വസ്റ്റ്യനിൽ ഇപ്പൊ 10 ക്വസ്റ്റ്യൻ ഉണ്ടെങ്കിൽ അത് 8ഉം എന്തായിരുന്നു? ഈ മൗലിക കടമകൾ ഏതൊക്കെ അല്ലെങ്കിൽ ഉൾപ്പെടാത്തത്, ഉൾപ്പെട്ടത്, അതുമായിട്ട് ബന്ധപ്പെട്ട ബേസ്, അതായത് അതിന്റെ ഇൻഡെപ്തിലുള്ള ക്വസ്റ്റ്യൻസ് ആയിരുന്നു. നമ്മൾ സാധാരണ ചോദിക്കുന്നത് എവിടെ നിന്ന് കടം കൊണ്ടു, ഏത് ഭരണഘടനാ ഭേദഗതി, ഏത് കമ്മിറ്റി, ഇതൊക്കെയാണ് നോർമൽ ആയിട്ട് ചോദിക്കുന്നത്. പക്ഷെ ആ സ്റ്റേറ്റ്മെന്റ് ലെവലിലേക്ക് വന്നപ്പോൾ എല്ലാം ചോദിച്ചിരിക്കുന്നത് ഈ 11 കടമകളിൽ തിരിച്ചു മറിച്ചിട്ട് തന്നെയായിരുന്നു. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ ഉയർത്തിപ്പിടിക്കുകയും സംരക്ഷിക്കുകയും ചെയ്യുക. ഓക്കെ, അത് ശരിയാണ്. ഇനി എന്താ പറയുന്ന? പൊതുമുതൽ സംരക്ഷിക്കുകയും ഹിംസ വർജിക്കുകയും ചെയ്യുക. അതും ശരിയാണ്. ശാസ്ത്രീയ മനോഭാവം, മാനവികത, അന്വേഷണത്തിനും പരിഷ്കരണത്തിനുമുള്ള മനോഭാവം വികസിപ്പിക്കുക. അതും ശരിയാണ്. വ്യക്തിയുടെ അന്തസ്സും രാജ്യത്തിന്റെ ഐക്യവും അഖണ്ഡതയും ഉറപ്പാക്കുക. മൗലിക കടമയാണ് അവിടെ ഉൾപ്പെടാത്തത്. ഓപ്ഷൻ ഡി മൗലിക കടമയാണ് അതിൽ 4ാമത്തെ സ്റ്റേറ്റ്മെന്റ് ആണ് അവിടെ ഉൾപ്പെടാത്തത്. ഇന്ത്യൻ ഭരണഘടനയിലെ ഭാഗം 4A-യിൽ 51A പ്രതിപാദിച്ചിരിക്കുന്ന മൗലിക കടമകളിൽ പെടാത്തവ. തൊഴിൽ കരമടക്കുക, അങ്ങനൊരു കാര്യം പറയുന്നില്ല. അനാഥരായ കുട്ടികളെ സഹായിക്കുക, അങ്ങനൊരു കാര്യവുമില്ല. കുട്ടികളെ കൊണ്ട് അപകടകരമായ മേഖലകളിൽ പണിയെടുപ്പിക്കാതിരിക്കുക, വിദേശികളോട് നല്ല രീതിയിൽ പെരുമാറുക. ഇതൊന്നുമില്ല. സോ ഓപ്ഷൻ 1, 2, 3, 4 ഒന്നും എന്തിൽ പറയുന്നില്ല? മൗലിക കടമകളിലെ പറയുന്നില്ല. ഭാരതീയ ഭരണഘടനാ പ്രകാരം ഇന്ത്യൻ പൗരരുടെ മൗലിക കടമകൾ താഴെ പറയുന്നതിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ എന്ന് പരിഗണിക്കുക. ദേശീയ പതാകയും ദേശീയ ഗാനത്തെയും ബഹുമാനിക്കുക. ശരിയാണ്. തെരഞ്ഞെടുപ്പിൽ വോട്ട് രേഖപ്പെടുത്തുക എന്നൊരു കാര്യം പറയുന്നില്ല. ശാസ്ത്രീയ മനോഭാവം വളർത്തുക, പൊതു സ്വത്ത് സംരക്ഷിക്കുകയും അക്രമം ഉപേക്ഷിക്കുകയും ചെയ്യുക. ഏതാണ് അപ്പൊ ആൻസർ ആയിട്ട് വരേണ്ടത്? ഓപ്ഷൻ സി 1, 3, 4, 2 മാത്രമാണ് അവിടെ ഉൾപ്പെടാത്തത്.
മൗലിക കടമകൾ ഭരണഘടനയിൽ ചേർക്കപ്പെട്ട ഭേദഗതി ഏതാണ്? 42ാം ഭേദഗതി 1976 ഓക്കെ. മൗലിക കടമകളെ കുറിച്ചുള്ള പ്രസ്താവനകൾ ഏതാണ് ശരി? 76ലെ 42ാം ഭരണഘടനാ ഭേദഗതി നിയമത്തിലൂടെയാണ് മൗലിക കടമകൾ ചേർത്തത്. ശരിയാണ്. അവ ഭരണഘടനയുടെ 5ാം ഭാഗത്തിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ടോ? ആണോ? 5 അല്ല, 4A-യിലാണ്. അപ്പൊ ഇത് തെറ്റാണ്. ശരിയായ പ്രസ്താവനകളല്ലേ നമുക്ക് വേണ്ടത്. ഒന്ന് ശരിയാണെന്ന് മനസ്സിലായി. സോ ഒന്നുള്ള മുകളിൽ പറഞ്ഞവയെല്ലാം 2 തെറ്റാണെന്ന് പറയാം. സോ ഇതല്ല, ഇതല്ല. ഒന്നുകിൽ ഇവിടെ ഇതുമല്ല. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ ബി ആണ്. നിലവിൽ 11 മൗലിക കടമകളുണ്ട്. ശരിയാണ്. മൗലിക കടമകൾ നിയമപ്രകാരം നടപ്പിലാക്കാൻ കഴിയില്ല. ഓക്കെ. ഇന്ത്യൻ മൗലിക കടമകൾ ഉൾപ്പെടുത്താൻ ശുപാർശ ചെയ്ത കമ്മിറ്റി ഏതാണ്? സ്വരൺ സിംഗ് കമ്മിറ്റിയാണ്. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് അനുച്ഛേദത്തിലാണ് മൗലിക കടമകളെ കുറിച്ച് പ്രതിപാദിക്കുന്നത്? 51A-യിലാണ്. ഓരോ വ്യക്തിയും രാഷ്ട്രത്തോടും സമൂഹത്തോടും പാലിക്കേണ്ട ഉത്തരവാദിത്വങ്ങളാണ് ഏത് പേരിൽ അറിയപ്പെടുന്നത്? ഉത്തരവാദിത്തങ്ങളെയാണ് നമ്മൾ മൗലിക കടമകൾ എന്നറിയപ്പെടുന്നത്. ഓക്കെ. ഇതൊക്കെയാണ് കേട്ടോ നമ്മുടെ മൗലിക അവകാശങ്ങൾ എന്ന് പറയുന്നത്, മൗലിക കടമകൾ എന്ന് പറയുന്നത്. ഭരണഘടന, ദേശീയ പതാക, ദേശീയ ഗാനം എന്നിവയെ ആദരിക്കുക. ഇതാണ് ഒന്നാമത്തത്. രണ്ടാമത്തെ എന്താന്ന് നോക്കിക്കേ. സ്വാതന്ത്ര്യ സമരത്തെ നയിച്ച ഉന്നതമായ ആശയങ്ങളെ പിന്തുടരുക. ഇന്ത്യയുടെ പരമാധികാരം, ഐക്യം, അഖണ്ഡത എന്നിവ സംരക്ഷിക്കുക. രാജ്യത്തെ സേവിക്കുകയും രാജ്യരക്ഷാ പ്രവർത്തനങ്ങളിൽ പങ്കാളികളാകുകയും ചെയ്യുക. അഞ്ചാമത്തെ നോക്കാം. ജാതി മത ഭാഷാ വ്യത്യാസങ്ങൾക്ക് അതീതമായി സാഹോദര്യം വളർത്തുക. ആറാമത്തത് രാജ്യത്തിന്റെ മിശ്ര സംസ്കാരത്തെ സംരക്ഷിക്കുക. ഏഴാമത്തെ നോക്കാം. വനങ്ങളും നദികളും ഉൾപ്പെടെ പ്രകൃതിയുടെ പരിസ്ഥിതിയെ എന്ത് ചെയ്യുക? സംരക്ഷിക്കുക. നെക്സ്റ്റ് നോക്കാം. ശാസ്ത്രീയ മനോഭാവം വളർത്തുക. ഒൻപതാമത്തതാണ് പൊതു സ്വത്ത് സംരക്ഷിക്കുക, അക്രമം ഒഴിവാക്കുക. പത്താമത്തതാണ് രാഷ്ട്രത്തിന്റെ പുരോഗതിക്കായി മികവിനായി പരിശ്രമിക്കുക. 11ാമത്തതാണ് 6 മുതൽ 14 വരെയുള്ള കുട്ടികൾക്ക് വിദ്യാഭ്യാസത്തിനുള്ള അവകാശം രക്ഷകർത്താക്കളുടെ കടമയാണെന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടന മൗലിക കർത്തവ്യങ്ങളെ ബന്ധപ്പെട്ട് താഴെ പറയുന്നതിൽ ശരിയായ പ്രസ്താവന. 42ാം ഭരണഘടനാ ഭേദഗതി ശരിയാണ്. 77 ജനുവരി 3 പ്രാബല്യത്തിൽ വന്നു. കുറച്ചു മുമ്പ് ഞാൻ പറഞ്ഞു തന്ന കാര്യമാണ്. ഭരണഘടനയുടെ 4A ഭാഗത്ത് പ്രതിപാദിക്കുന്നു. ശരിയാണ്. നിലവിൽ 10 മൗലിക കർത്തവ്യങ്ങളാണ്. ശരിയാണോ? അല്ല. നിലവിൽ എത്രയുണ്ട്? 11 മൗലിക കർത്തവ്യങ്ങളാണുള്ളത്. സോ 1ഉം 2ഉം 3ഉമാണ് നമുക്ക് ശരിയല്ലേ വേണ്ടത്? 1ഉം 2ഉം 3ഉമാണ് ശരിയായിട്ട് വരേണ്ടത്. നെക്സ്റ്റ് നോക്കാം. താഴെ പറയുന്ന ആശയങ്ങൾ ഇന്ത്യൻ ഭരണഘടനയിലെ നിർദ്ദേശക തത്വങ്ങളുമായി ബന്ധപ്പെട്ടവ ഏതൊക്കെ? ഇന്ത്യയെ ഒരു ക്ഷേമരാഷ്ട്രമായി മാറ്റുകയാണ് ഇതിന്റെ ലക്ഷ്യം. ക്ഷേമരാഷ്ട്രം. ഓക്കെ, ശരിയാണ്. ഈ നിർദ്ദേശങ്ങൾ സംരക്ഷിക്കുന്നതിനായി കോടതിയെ സമീപിക്കാവുന്നതാണ്. ഒരിക്കലും അല്ല. എന്താണ് നമ്മൾ പറഞ്ഞു? ന്യായവാദാർഹമല്ല എന്ന് പറഞ്ഞു. ആർട്ടിക്കിൾ 37 പ്രകാരം നിർദ്ദേശക തത്വങ്ങൾ നടത്തിക്കിട്ടാൻ നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? കോടതിയിൽ പോകാൻ പറ്റില്ല. നമ്മുടെ രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധിയുടെ ആശയങ്ങളും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് അല്ലെ. ഗാന്ധിയൻ ആശയങ്ങളും ലിബറൽ ആശയങ്ങളും അല്ലെ. അങ്ങനെയാണ് നമ്മൾ പറയുന്നത്. സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അങ്ങനെ 3ആയിട്ട് തിരിക്കുന്നുണ്ട്. നയരൂപീകരണത്തിലും പദ്ധതി നടത്തിപ്പിലും രാഷ്ട്രം പരിഗണിക്കേണ്ടതും നടപ്പിലാക്കേണ്ടതുമായ നിർദ്ദേശങ്ങളാണിവ. സോ ഇവിടെ ആൻസർ ഏതാണ് വരേണ്ടത്? 1, 3, 4 ആൻസർ ആയിട്ട് വരേണ്ടത്. ഓപ്ഷൻ ബി ആണ്. വന്ദേ മാതരം എന്ന രാഷ്ട്രഗീതം 1882 ബംഗാളി നോവലിസ്റ്റായ ബങ്കിം ചന്ദ്ര ചാറ്റർജി എഴുതിയ ഒരു നോവലിൽ നിന്നാണ് എടുത്തിട്ടുള്ളത്. ഏതാണ് ആ നോവൽ? ഏത് നോവലാണ്? നമുക്കറിയാം അല്ലെ. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ്. അപ്പൊ നമുക്ക് പഠിക്കാനുള്ളത് ദേശീയ ഗാനവുമുണ്ട്, നമുക്ക് എന്തുണ്ട്? ദേശീയ ഗീതവുമുണ്ട്. ദേശീയ ഗാനം എന്താണ്? ദേശീയ ഗാനം എന്ന് പറയുന്നത് നമുക്കറിയാം ജനഗണമനയാണ് അല്ലെ ദേശീയ ഗാനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ദേശീയ ഗീതം എന്ന് പറയുന്നത് ഏതാണ്? അത് വന്ദേ മാതരമാണ്. അപ്പൊ ഗാനം ഏതാണ്? ജനഗണമന. ഓക്കെ. ഏതാണ് ഗീതം എന്ന് പറയുന്നത്? അത് വന്ദേ മാതരമാണ്. ഓക്കെ ആണല്ലോ. ഇനി ഇത് രണ്ടും നമ്മുടെ ഔദ്യോഗികമായി അംഗീകരിച്ചത് എന്നെന്ന് ചോദിക്കാറുണ്ട്. ഏതാണ്? 1950 ജനുവരി 24 ഈ പറയുന്ന ഗാനമായാലും ഈ പറയുന്ന ഗീതമായാലും എന്ത് ചെയ്യുന്നത്? നമ്മുടെ ഭരണഘടനാ നിർമ്മാണം അല്ലെ അംഗീകരിക്കുന്നത്, ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതെന്ന് ചോദിക്കാറുണ്ട്. ഇനി ആരാണ് ദേശീയ ഗാനം രചിച്ചത്? അതായത് നമ്മുടെ ടാഗോർ ആണ്. രവീന്ദ്രനാഥ ടാഗോർ ആണ് എന്ത് രചിക്കുന്നത്?
നമ്മുടെ ദേശീയ ഗാനം രചിക്കുന്നത്. അതേസമയം ദേശീയ ഗീതമാണെങ്കിൽ അത് ആരാണ്? അത് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതം രചിക്കുന്നത്. ഓക്കെ, ഇത് ഏത് ഭാഷയാണ്? ബംഗാളി ഭാഷയിലാണ് ട്ടോ രണ്ടും വരുന്നത്. അതേപോലെ തന്നെ ഇതിനെന്താണ് സംഗീതം നൽകിയത് ചോദിക്കാറുണ്ട്. സംഗീതം നൽകിയത് ചോദിച്ചാൽ ആരാണ്? രാംസിംഗ് ഠാക്കൂർ ആണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ ദേശീയ ഗാനത്തിന് സംഗീതം നൽകുന്നത്. അങ്ങനെയാണെങ്കിൽ ദേശീയ ഗീതമായ വന്ദേ മാതരത്തിന് ആരാണ്? ജാദുനാഥ് ഭട്ടാചാര്യയാണ് ദേശീയ ഗീതത്തിന് എന്ത് നൽകുന്നത്? സംഗീതം നൽകുന്നത്. ഇനി ഇതിന്റെ ആലാപന സമയം ചോദിക്കാറുണ്ട്. ദേശീയ ഗാനമായ ജനഗണമനയുടെ ആലാപന സമയം ചോദിച്ചാൽ അത് 52 സെക്കൻഡ് ആണ്. എങ്കിൽ ദേശീയ ഗീതത്തിന് 65 സെക്കൻഡ് ആണ് നോർമലി നമ്മൾ പറയുന്നത്. ഇത് തന്നെ ചോദിക്കാറുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം ചോദിച്ചു, ഇത് കുറഞ്ഞ സമയത്തിൽ ആലപിക്കാൻ 20 സെക്കൻഡ് ആണ് സമയം വേണ്ടത്. ദേശീയ ഗാനമായ ജനഗണമന നോർമലി നമുക്ക് ആലപിക്കാൻ 52 സെക്കൻഡ്. അത് കുറഞ്ഞ സമയത്തിൽ ആലപിക്കുക എന്ന് പറഞ്ഞാൽ അത് 20 സെക്കൻഡ് ആണ്. ഓക്കെ, ഇതിന്റെ രാഗം ചോദിക്കാറുണ്ട്. ഏത് രാഗത്തിലാണ്? ശങ്കരാഭരണം രാഗത്തിലാണ് ജനഗണമന വരുന്നത്. ശങ്കരാഭരണം. അങ്ങനെയാണെങ്കിൽ ദേശീയ ഗീതമായ വന്ദേ മാതരം വരുന്നത് ഏത് രാഗത്തിലാണ്? അത് ദേശിരാഗാണ്. ദേശിരാഗ. ഓക്കെ, ഇത് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് 1911 INC സമ്മേളനമാണ്. INC സമ്മേളനം അതായത് എവിടെയാണത്? കൽക്കത്ത സമ്മേളനമാണ്. BN ദർ അധ്യക്ഷനായിരുന്ന കൽക്കട്ട സമ്മേളനം 1911 അവിടെയാണ് ആദ്യമായിട്ട് ദേശീയ ഗാനമായ ജനഗണമന ആലപിക്കുന്നത്. എങ്കിൽ ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായിട്ട് ആലപിക്കുന്നത് നമുക്ക് ഏതാണ്? 1896 INC സമ്മേളനമാണ്. എവിടെ? കൽക്കത്ത സമ്മേളനത്തിലായിരുന്നു. ആരായിരുന്നു അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്? റഹ്മത്തുള്ള സയാനി ആയിരുന്നു. ഓക്കെ, അതിനുശേഷം രണ്ടാമത് ആലപിച്ചത് ചോദിക്കാറുണ്ട്. അത് 1901 ആണ്. അതായത് നമ്മുടെ ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത സമ്മേളനമായിരുന്നു 1901. 1924 ബൽഗാം സമ്മേളനം എന്താണ്? ഗാന്ധിജി അധ്യക്ഷനായ INC സമ്മേളനമാണ്. 1901 എന്ന് പറയുന്നത് ഗാന്ധിജി ആദ്യമായി പങ്കെടുത്ത INC സമ്മേളനമായിരുന്നു. ദിൻഷായി വാച്ചിയായിരുന്നു ആ സമയത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഇത് ആദ്യമായിട്ട് ആലപിച്ചത് ജനഗണമന ആദ്യമായിട്ട് ആലപിച്ചത് ആരാണ്? അത് സരളാദേവി ചൗധരാണി. പലപ്പോഴും പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. എങ്കിൽ ദേശീയ ഗീതം ആലപിച്ചത് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ടാഗോർ ആണ് ദേശീയ ഗീതം ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഓക്കെ, ഇനി ഇത് നമുക്കറിയാം. ഭാരത ഭാഗ്യ വിധാത എന്ന് പറയുന്ന അദ്ദേഹത്തിന്റെ ഒരു പുസ്തകത്തിൽ നിന്നാണ്. അതിൽ 5 ഖണ്ഡികയുണ്ട്. അതിന് ഒരു പോർഷൻ ആണ് നമ്മുടെ ദേശീയ ഗാനം എന്ന് പറയുന്നത്. അതേപോലെ തന്നെ ഈ പറയുന്ന ആനന്ദമഠം ആരുടേതാണ്? ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ആനന്ദമഠം എന്ന കൃതിയിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്? വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. അതായത് നമ്മുടെ സന്യാസി കലാപത്തെ അടിസ്ഥാനമാക്കിയ നോവലാണ് ആനന്ദമഠം. അതിൽ നിന്നാണ് വന്ദേ മാതരം എന്ന നമ്മുടെ ദേശീയ ഗീതം എടുത്തിരിക്കുന്നത്. ഓക്കെ ആണല്ലോ. ഇതൊക്കെയാണ് മെയിൻ ആയിട്ട് നമുക്ക് ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് ദേശീയ ഗാനവും ഗീതവും തമ്മിൽ കമ്പയർ ചെയ്ത് നമുക്ക് പഠിക്കാനുള്ളത്. എങ്കിൽ ഒരു മിനിറ്റ്, ദേശീയ ഗാനത്തെ പറ്റിയുള്ള പഠനം കൂടി പഠിച്ചു. അതെന്ന് പറയുന്ന ആന്തമെറ്റോളജിയാണ്. നാഷണൽ ആന്തം എന്നല്ലേ പറയുന്നത്. അപ്പൊ അത് ഏതാണ്? ആന്തമെറ്റോളജിയാണ്. ഓക്കെ, ദേശീയ ഗാനത്തെ പറ്റിയുള്ള പഠനമാണ് ആന്തമെറ്റോളജി. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമുക്ക് നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഇന്ത്യയുടെ ദേശീയ ഗാനം പാടി തീർക്കുവാൻ എടുക്കേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ്. നമ്മളിപ്പോ പറഞ്ഞല്ലേ 52 സെക്കൻഡ് ആണ് ഏറ്റവും കുറഞ്ഞ ടൈമിൽ ആലപിക്കാനാണെങ്കിൽ അത് എത്രയാണ്? അത് 20 സെക്കൻഡ് ആണ്. ഇന്ത്യയുടെ ദേശീയ പതാകയുടെ മാതൃക ഭരണഘടനാ നിർമ്മാണ സമിതി ഔദ്യോഗികമായിട്ട് അംഗീകരിച്ചതെന്ന്. അപ്പൊ നമ്മുടെ ദേശീയ പതാകയെ പറ്റി നമുക്ക് കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുണ്ട്. ദേശീയ പതാകയെ പറ്റിയുള്ള പഠനമാണ് വെക്സിലോളജി എന്ന് പറയുന്നത്. എന്താണ്? വെക്സിലോളജി. ഓക്കെ, ഇനി അതേപോലെ തന്നെ ഇന്ത്യക്ക് നമുക്കറിയാം പതാകയിൽ എങ്ങനെയാണ് 3 കളേഴ്സ് ആണല്ലേ ഉള്ളത്. അതിൽ നമുക്ക് എപ്പോഴും ഓർത്തിരിക്കുക, താഴെ നമുക്ക് പച്ചയും ഉണ്ട്, നടുക്ക് വെള്ളയാന്നറിയാം. ഈ പച്ചയോ ഓറഞ്ച് എവിടെയാന്നുള്ളതായിരിക്കും എല്ലാവർക്കും ഡൗട്ട് വരുന്നത്. അപ്പൊ നമുക്കറിയാം നമ്മുടെ ഭൂമിയിലല്ലേ നമുക്ക് പച്ചപ്പ് കാണുന്നത്. അപ്പൊ എപ്പോഴും താഴെയാണ് പച്ചപ്പെന്ന് ഓർത്തിരിക്കുക. ഓക്കെ, പിന്നെ 24 ആരക്കാലം അതെല്ലാം നമ്മൾ കറക്റ്റ് ആയിട്ട് ഓർത്തിരിക്കേണ്ടതാണ്. ഇനി ഈ പറയുന്ന ഇന്ത്യയുടെ ദേശീയ പതാക 1947 ഏതാണ്? ജൂലൈ 22-നാണ് ഇത് എന്താണ് ഔദ്യോഗികമായിട്ട് അംഗീകരിക്കുന്നത്. 22 ജൂലൈ 1947 അംഗീകരിക്കുന്നത്. ഓക്കെ,
ഇനി നമുക്കറിയാം ഇതിന് ഇന്ത്യക്ക് ഒരു ഫ്ലാഗ് കോഡ് ഉണ്ട്. അതായത് ഫ്ലാഗ് കോഡ് നിയമം എന്ന് പറയാം. അതായത് ഏതാണ്? 2002 ജനുവരി 26-നാണ് ഇന്ത്യയിൽ എന്ത് വരുന്നത്? ഒരു ഫ്ലാഗ് കോഡ് നിലവിൽ വരുന്നത്. അതിന്റെ ലെങ്ത്തും ബ്രെഡ്ത്തും ഒക്കെ നമുക്ക് പഠിക്കാനുണ്ട്. ലെങ്ത്തും ബ്രെഡ്ത്തും തമ്മിലുള്ള റേഷ്യോ എന്ന് പറയുന്നത് 3:2 ആണ്. ഇത് നമ്മൾ കറക്റ്റ് ഇത് ഫോളോ ചെയ്യണം. അല്ലാതെ നമുക്ക് എന്താണ് ചില സമയങ്ങളിൽ നമുക്കറിയാം ഈ ഓഗസ്റ്റ് 15 ആവുമ്പോഴേക്കും പലരും പല അളവിലായിരിക്കും ഈ പറയുന്ന നാഷണൽ ഫ്ലാഗ് ഒക്കെ ഉണ്ടാക്കി വിടുന്നത്. പക്ഷെ അങ്ങനെയല്ല, അതിനൊരു റൂൾ ഉണ്ട്. 3:2. അതേപോലെ തന്നെ അതിന് കുറെ അളവുകളുമുണ്ട്. ആ അളവുകളിൽ മാത്രമേ അത് നിർമ്മിക്കാവൂ എന്നൊക്കെയുണ്ട്. അപ്പൊ ഇത് ചിലപ്പോൾ ചോദിക്കുന്നത് ഇങ്ങനെയായിരിക്കും. നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം ചോദിച്ചാൽ 3:2. പക്ഷെ ഒരു വട്ടം ക്വസ്റ്റ്യൻ ചോദിച്ചത് വീതിയും നീളവും തമ്മിലുള്ള അംശബന്ധമായിരുന്നു. അപ്പൊ നമുക്ക് എന്ത് ചെയ്യണം? 2:3. നീളമാണ് വലുതെന്ന് ഓർത്തിരിക്കുക, 3:2 എന്നുള്ളത്. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ നമുക്ക് പതാക നിർമ്മാണത്തിനുള്ള ഒരു ഒരു ഔദ്യോഗികമായിട്ടൊരു ഇതുണ്ട്. ഏതാണ്? കർണാടക ഖാദി ഗ്രാമോദ്യായ സംയുക്ത സംഘം എന്ന് പറയും. സംയുക്ത സംഘം. ഓക്കെ, അത് എവിടെയാണ് വരുന്നത്? ഹൂബ്ലി എന്ന് പറയുന്നത് എവിടെയാണ്? കർണാടകയിലാണ്. അതാണ് നമ്മുടെ ഔദ്യോഗികമായിട്ട് നമ്മുടെ പതാക നിർമ്മിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത്. അപ്പൊ മുകളിൽ നമുക്കറിയാം കുങ്കുമമാണ് അല്ലെ. ഇങ്ങനെ പതാക വന്നു കഴിഞ്ഞാൽ അവിടെ എന്താണ്? മുകളിൽ എന്തുണ്ട്? ഇങ്ങനെ 3 കളേഴ്സ് ആണ് നമ്മുടെ പതാകയിൽ വരുന്നത്. അതിൽ മുകളിൽ എന്താണ്? ഈ പറയുന്ന കുങ്കുമ കളറാണ് മുകളിൽ വരേണ്ടത്. ഇനി നടുക്ക് എന്താണ് വരേണ്ടത്? വൈറ്റ് ആണ്. താഴെ എന്താണ് വരേണ്ടത്? ഈ പറയുന്ന ഗ്രീൻ ആണ് താഴെ വരേണ്ടത്. പിന്നെ നടുക്ക് എന്ത് വരണം? ഒരു ആരക്കാലും ഉണ്ടല്ലോ. ഇങ്ങനെയാണ് നമ്മുടെ പതാക വരുന്നത്. ഈ പറയുന്ന കുങ്കുമത്തെ ഇതെന്താണ്? ധീരതയെ സൂചിപ്പിക്കുന്നതാണ്. ധീരതയാണ് ഈ പറയുന്ന കുങ്കുമം സൂചിപ്പിക്കുന്നത്. ധീരത, ത്യാഗമൊക്കെ പറയുന്നത്. അതേപോലെ തന്നെ ഏതാണ്? നമ്മുടെ വെള്ള എന്ന് പറയുമ്പോൾ എന്താണ്? അത് സമാധാനത്തെ സൂചിപ്പിക്കുന്നതാണ്. സമാധാനമാണ് വെള്ള എന്ന് പറയുന്നത്. ഇനി പച്ചയാണെങ്കിലോ അത് നമ്മുടെ സമൃദ്ധിയെ സൂചിപ്പിക്കുന്നതാണ് പച്ച എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ പതാകയുമായിട്ട് ബന്ധപ്പെട്ടുള്ള മെയിൻ ആയിട്ടുള്ള കാര്യമാണ് ഇതൊക്കെ പറഞ്ഞത്. അതേപോലെ തന്നെ അതിന്റെ നടുക്ക് എന്തുണ്ട്? ഈ പറയുന്ന അശോക ചക്രം ഉണ്ടല്ലേ. അശോക ചക്രം എന്ന് പറയുന്നത് യുപിയിലെ സാരാനാഥിൽ നിന്നാണ് ആ ഒരു അശോക ചക്രത്തിന്റെ മോഡൽ നമ്മൾ എടുത്തിരിക്കുന്നത്. 24 ആരക്കാലുകളാണ്. അതൊക്കെ പണ്ട് പരീക്ഷയ്ക്ക് എപ്പോഴും റിപ്പീറ്റഡ് ആയിട്ട് ചോദിക്കുന്നതായിരുന്നു. 24 ആരക്കാലുകളാണുള്ളത്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നമുക്ക് നോക്കാം. ഇന്ത്യയുടെ ദേശീയ പ്രതീകങ്ങൾ സംബന്ധിച്ച് ശരിയായത് കണ്ടെത്തുക. ഇന്ത്യയുടെ ദേശീയ കായിക വിനോദം എന്ന് പറയുന്നത് ഹോക്കിയാണ്. ശരിയാണ്. ഹോക്കി അല്ലേ. ആനയാണ് ഇന്ത്യയുടെ ദേശീയ പൈതൃക ജീവി എന്ന് പറയുന്നത്. ശരിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗീതം ജനഗണമന. ദേശീയ ഗീതമാണോ ജനഗണമന? അല്ല, ദേശീയ ഗാനമാണ് ജനഗണമന. ദേശീയ ഗീതം ഏതാണ്? വന്ദേ മാതരമാണ്. സോ 3 തെറ്റാണ്. സോ ഇതെല്ലാം അങ്ങ് വെട്ടിക്കോ. ആൻസർ ഏതാണ്? ഓപ്ഷൻ എ 1ഉം 2ഉം മാത്രമാണ് അവിടെ ശരി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ദേശീയ പക്ഷി ഏതാണ്? ഇന്ത്യയുടെ ദേശീയ പക്ഷി ഏതാണ്? പക്ഷി ആരാണ്? മയിലാണ്. ഓക്കെ, 1963-ലാണ് മയിലിനെ ദേശീയ പക്ഷിയായിട്ട് നമ്മൾ അംഗീകാരം കൊടുക്കുന്നത്. ഇനി ദേശീയ മൃഗം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മൃഗം ചോദിച്ചാൽ അത് കടുവയാണ്. കടുവ ഏതാണ്? 1972. അതാണ് 1973 എന്ത് വരുന്നത്? പ്രൊജക്ട് ടൈഗർ. ടൈഗറിനെ നമ്മൾ പ്രൊട്ടക്ട് ചെയ്യുന്നത് ഏത് വർഷമാണ്? പ്രൊജക്ട് ടൈഗർ വരുന്നത് അത് 1973 ആണ്. അപ്പൊ 1972-ലാണ് കടുവയെ ദേശീയ മൃഗമായിട്ട് നമ്മൾ പ്രഖ്യാപിക്കുന്നത്. അതിനു മുമ്പ് ആരായിരുന്നു? അതിനു മുമ്പ് സിംഹമായിരുന്നു ദേശീയ മൃഗം എന്ന് പറയുന്നത്. പിന്നീടാണ് എന്തായിട്ട് മാറുന്നത്? കടുവയായിട്ട് മാറുന്നത്. ഇനി ദേശീയ നദി ചോദിച്ചാൽ എന്താണ്? ദേശീയ നദി എന്ന് പറയുന്നത് നമ്മുടെ ഗംഗാ നദിയാണ്. ഏത് വർഷം? 2008 നവംബർ 4-നാണ് ഗംഗയെ നമ്മുടെ ദേശീയ നദിയായിട്ട് പ്രഖ്യാപിക്കുന്നത്. ഓക്കെ, ഇനി ദേശീയ ജലജീവി ചോദിക്കാറുണ്ട്. ആരാണ് ദേശീയ ജലജീവി? അത് നമ്മുടെ ഗംഗാ ഡോൾഫിൻ ആണ്. ഗംഗാ ഡോൾഫിൻ ആണ് ദേശീയ ജലജീവി എന്ന് പറയുന്നത്. അതിന് അംഗീകാരം കൊടുക്കുന്നത് 2009 ഒക്ടോബർ 5-ആണ്. അതുകൊണ്ടാണ് ഒക്ടോബർ 5 എന്ന് പറയുന്നത് ഗംഗാ ഡോൾഫിൻ ദിനമായിട്ട് ആചരിക്കുന്നത്. ഡോൾഫിൻ ദിനം എന്ന് പറയുന്നത് ഒക്ടോബർ 5-ആണ്. ഓക്കെ, അതേപോലെ നമ്മുടെ പൈതൃക ജീവിയാണ് എന്ത്? ആന എന്ന് പറയുന്നത്. ആന പൈതൃക ജീവിയായിട്ട് പ്രഖ്യാപിക്കുന്നത് ഏത് വർഷമാണ്? 2010-ലാണ്. പ്രൊജക്ട് എലിഫന്റ് എന്നാണ്. പ്രൊജക്ട് എലിഫന്റ് അത് 1992-ലാണ് പ്രൊജക്ട് എലിഫന്റ് വരുന്നത്. നമ്മുടെ ദേശീയ കറൻസിയാണ് രൂപ അല്ലെ. രൂപ ഈ ഒരു ചിഹ്നം വരുന്നത് അത് എന്നാണ് അംഗീകരിച്ചത്? 2010 എന്നാണ്. ജൂലൈ 15-നാണ് ഇതിന് അംഗീകാരം നൽകുന്നത്. അതിന്റെ ഡിസൈനർ ചോദിക്കാറുണ്ട് പരീക്ഷയ്ക്ക്. ആരാണ് ഡിസൈനർ എന്ന് പറയുന്നത്? ഡി ഉദയകുമാർ. തമിഴ്നാട് സ്വദേശിയായ ഡി ഉദയകുമാർ. അതേപോലെ നമ്മുടെ ദേശീയ ഫലം ചോദിച്ചു കഴിഞ്ഞാൽ അത് ഏതാണ്? മാങ്ങയാണ് ദേശീയ ഫലം. ദേശീയ മത്സ്യം ചോദിച്ചു കഴിഞ്ഞാൽ അത് അയലയാണ്. ഓക്കെ, അതേപോലെ ദേശീയ ഉരകം ചോദിച്ചു കഴിഞ്ഞാൽ അത് കിങ് കോബ്രയാണ്. കിങ് കോബ്ര.
ഇതൊക്കെ പഠിക്കേണ്ട കാര്യമാണ് നമ്മുടെ. അതേപോലെ ദേശീയ വൃക്ഷം ചോദിച്ചാൽ എന്താണത്? പേരാലാണ്. പേരാൽ. ദേശീയ വൃക്ഷം പേരാലാണ്. ഓക്കെ ആണല്ലോ. നെക്സ്റ്റ് നോക്കാം. ദേശീയ ഗാനം ആയ ജനഗണമന രചിച്ചത് ആരാണ്? ജനഗണമന നമ്മൾ പറഞ്ഞല്ലേ, രവീന്ദ്രനാഥ ടാഗോർ ആണ് ജനഗണമന രചിച്ചത്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ് ദേശീയ ഗീതമായ വന്ദേ മാതരം രചിച്ചത്. ദേശീയ ഗീതമായ വന്ദേ മാതരം ആദ്യമായി പാടിയത് INC-യുടെ ഏത് സമ്മേളനമാണ്? നമ്മൾ തൊട്ട് മുമ്പ് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു അല്ലെ. ദേശീയ ഗീതമായ വന്ദേ മാതരം 1896-ലെ INC സമ്മേളനത്തിലാണ് ആദ്യമായിട്ട് ആലപിക്കുന്നത്. ഏത് സമ്മേളനമാണ്? കൊൽക്കത്ത സമ്മേളനമാണ്. ദേശീയ പതാകയുടെ നീളവും വീതിയും തമ്മിലുള്ള അംശബന്ധം. നീളം വീതി, നീളമാണ് വലുത്, 3:2 ആണ്. സോ ആൻസർ വരേണ്ടത് ഓപ്ഷൻ ഡി ആണ്. നെക്സ്റ്റ് നോക്കാം. ദേശീയ മുദ്രയുടെ ചുവട്ടിൽ ആലേഖനം ചെയ്തിരിക്കുന്ന സത്യമേവ ജയതേ എന്നത് ഏത് ലിപിയിലാണ്? ഏത് ലിപിയാണത്? ദേവനാഗരി ലിപിയാണ്. പഠിച്ചു വെക്കണം. ദേവനാഗരി ലിപിയിലാണ് എന്ത് ചെയ്യുന്നത്? ഈ പറയുന്ന നമ്മുടെ ദേശീയ മുദ്രയുടെ കീഴിൽ എഴുതിയിരിക്കുന്ന സത്യമേവ ജയതേ ആലേഖനം ചെയ്തിരിക്കുന്നത്. താഴെ പറയുന്നവർ ഇന്ത്യയുടെ ദേശീയ മൃഗം ഏതാണ്? ദേശീയ മൃഗം ഏതാണ്? അത് നമ്മുടെ കടുവയാണ്. ആദ്യം ആരായിരുന്നു? സിംഹമായിരുന്നു. അത് 1972 ആയപ്പോൾ ആരായിട്ട് മാറി? കടുവയായിട്ട് മാറി. ഓക്കെ. നമ്മുടെ ദേശീയ മുദ്രയിലെ ഏതൊക്കെ ജീവികളാണുള്ളത്? കാളയുണ്ട്, അതേപോലെ കുതിരയുണ്ട്, അതേപോലെ ആനയുണ്ട്, പിന്നെന്താണുള്ളത്? സിംഹമുണ്ട്. ഓക്കെ, ഇത്രയുമാണ് ഉള്ളത്. ദേശീയ മുദ്ര ആരാണ് രൂപകൽപ്പന ചെയ്തതെന്ന് ചോദിക്കാറുണ്ട്. അതായത് അതിന്റെ പെൻസിൽ സ്കെച്ച് നടത്തിയത് ആരാണ്? ദീനാനാഥ് ഭാർഗവയാണ് അത് രൂപകൽപ്പന ചെയ്തത് കേട്ടോ. ഭാർഗവ. ഓക്കെ. അതേപോലെ നമ്മുടെ ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത് ആരാണ്? ദേശീയ പതാക അത് നമ്മുടെ പിംഗലി വെങ്കയ്യാണ് ദേശീയ പതാക രൂപകൽപ്പന ചെയ്തത്. ഓക്കെ. ഈ ദേശീയ മുദ്രയ്ക്ക് താഴെ എഴുതിയിരിക്കുന്നത് എന്താണെന്ന് നമ്മൾ പറഞ്ഞു? സത്യമേവ ജയതേ. അത് ഏത് ഉപനിഷത്തിൽ നിന്ന് എടുത്താണെന്ന് ചോദിക്കാറുണ്ട്. അത് ഏതാണ്? മുണ്ടകോപനിഷത്തിൽ നിന്നാണ് അത് എടുത്തിരിക്കുന്നത്. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട് കേട്ടോ. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ ദേശീയ ഗീതമായ വന്ദേ മാതരം ഏത് ഭാഷയിലാണ്? വന്ദേ മാതരം ഏത് ഭാഷയിലാണ്? ബംഗാളി ഭാഷയാണ്. ബംഗാളി. ഓക്കെ. വന്ദേ മാതരവും നമ്മുടെ ജനഗണമനയും ബംഗാളി ഭാഷയിലാണ്. ഇന്ത്യ ഗവൺമെന്റ് രൂപ എന്ന ചിഹ്നം രൂപയുടെ ദേശീയ ചിഹ്നമായി അംഗീകരിച്ചത് എന്നാണ് 2010 ജൂലൈ 15. ആരാണ്? ഡി ഉദയകുമാർ. പേര് മറന്നു പോകരുത്. ഡി ഉദയകുമാർ ആണ്. ഇന്ത്യൻ ഫ്ലാഗ് കോഡ് പ്രകാരം VVIP വിമാനങ്ങൾ ഉപയോഗിക്കാവുന്ന പതാകയുടെ അളവെന്ന് പറയുന്നത് VVIP വിമാനങ്ങളിൽ എത്രയാണ്? 450 ക്രോസ് 300 mm ആണ്. അതായത് ഇതാണ് ഏറ്റവും ചെറിയ അളവെന്ന് പറയുന്നത് കേട്ടോ. 450 ക്രോസ് 300 എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ശരിയായ പ്രസ്താവന. ബങ്കിം ചന്ദ്ര ചാറ്റർജി മറാത്തി ഭാഷയിൽ എഴുതിയ ദേശഭക്തി ഗാനമാണ് വന്ദേ മാതരം. ശരിയാണോ? അല്ല. ഏതാണ്? ബംഗാളി ഭാഷയാണ്. ശങ്കരാഭരണം രാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ശങ്കരാഭരണമാണോ? അല്ല. ഏതാണ്? ദേശരാഗത്തിലാണ്. ശങ്കരാഭരണം ഏതായിരുന്നു? അത് ജനഗണമന ചിട്ടപ്പെടുത്തിയ രാഗമാണ്. ശങ്കരാഭരണം എന്ന് പറയുന്നത് ദേശരാഗത്തിലാണ് വന്ദേ മാതരം ചിട്ടപ്പെടുത്തിയിരിക്കുന്നത്. ജാദുനാഥ് ഭട്ടാചാര്യാണ് വന്ദേ മാതരത്തിന് സംഗീത സംവിധാനം ചെയ്തത്. ഓക്കെ. ജാദുനാഥ് ഭട്ടാചാര്യയും അതേപോലെ തന്നെ ആരാണ് നമ്മൾ പറഞ്ഞത്? രാം സിംഗ് താക്കൂർ ആണ് ജനഗണമനയ്ക്ക് സംഗീതം നൽകിയതെങ്കിൽ ജാദുനാഥ് ഭട്ടാചാര്യയാണ് വന്ദേ മാതരത്തിന് സംഗീതം നൽകിയത്. അതിന്റെ രണ്ടും തമ്മിൽ നമ്മളെ ക്ലാസിഫിക്കേഷൻ ആയിട്ട് തന്നെ പറഞ്ഞു തന്നിട്ടുണ്ട്. അപ്പൊ ഇത് ശരിയാണ്. ബങ്കിം ചന്ദ്ര ചാറ്റർജിയുടെ ദുർഗേശ നന്ദിനി ആണോ? അല്ല. ആനന്ദമഠം എന്ന നോവലിൽ നിന്നാണ് എന്തെടുത്തിരിക്കുന്നത്? വന്ദേ മാതരം എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇവിടെ ശരിയായ പ്രസ്താവന ഏതാണ്? ഓപ്ഷൻ സി ആണ് ശരിയായ പ്രസ്താവന എന്ന് പറയുന്നത്. ഇന്ത്യൻ ദേശീയ പതാകയുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായവ ഏത്? ഓക്കെ. തിരശ്ചീനമായി മുകളിൽ കുങ്കുമം, നടുക്ക് വെള്ള, താഴെ പച്ച. ശരിയാണ്. നമ്മൾ കുറച്ചു മുമ്പ് പറഞ്ഞു തന്നല്ലേ. 2002 ഇന്ത്യൻ പതാക നിയമം വന്നത്. അതിന് 3 ഭാഗങ്ങളുണ്ട്. അതും ശരിയാണ്. നീളവും വീതിയും തമ്മിലുള്ള അനുപാതത്തിൽ ഏറ്റവും ഉയർന്ന അളവ് 3600 2400 ആണ്. അത് തെറ്റാണ്. ഖാദി വികസന ഗ്രാമീണ വ്യവസായ കാര്യാന്വേഷണ സമിതിയാണ് നിർമ്മാണശാലകൾക്ക് അനുമതി നൽകുന്നത്. ഇതും ശരിയാണ്. ഓപ്ഷൻ എ ആണ് ശരിയായിട്ട് വരുന്നത്. നെക്സ്റ്റ് നോക്കാം.
ദേശീയ ഗാനവുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയല്ലാത്തത്. ഭാഗ്യവിധാത എന്നതായിരുന്നു ആദ്യ നാമം എന്ന് പറയുന്നത്. ശരിയാണ്. ശരിയല്ലാത്തവയാണ് വേണ്ടത് നമുക്ക്. ഭാരത് ഭാഗ്യവിധാത എന്നതായിരുന്നു ഇതിന്റെ ആ ഒരു പുസ്തകത്തിൽ നിന്നാണ് ഈ നമ്മുടെ ജനഗണമന എടുത്തിരിക്കുന്നത്. അപ്പൊ ഇവിടെ ആദ്യ നാമം എന്ന് പറയാൻ പറ്റില്ല, തെറ്റാണ്. ആദ്യമായി ആലപിച്ചത് സർലാദേവി ചൗധരാണിയാണ്. ശരിയാണ്, നമ്മൾ പറഞ്ഞ കാര്യമാണ്. 26 ജനുവരി 1950 ജനഗണമന ദേശീയ ഗാനമായിട്ട് അംഗീകരിക്കുന്നത്. ശരിയാണോ? അല്ല, 1950 ജനുവരി 24 എന്ത് ചെയ്യുന്നത്? ജനഗണമനയും അതേപോലെ തന്നെ വന്ദേ മാതരവും അംഗീകരിക്കുന്നത്. മദൻ മോഹൻ മാളവിയുടെ INC സമ്മേളനത്തിലാണ് ഇത് ആദ്യമായിട്ട് ആലപിക്കുന്നത്. ആണോ? ജനഗണമന ആദ്യമായിട്ട് ആലപിക്കുന്നത് INC സമ്മേളനം ഏതാണ്? കൽക്കത്ത സമ്മേളനമാണ്. 1911 കൽക്കത്ത സമ്മേളനം. ആരായിരുന്നു അധ്യക്ഷൻ? BN ദർ ആയിരുന്നു അവിടുത്തെ അധ്യക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതും തെറ്റാണ്, ഇത് തെറ്റാണ്. അപ്പൊ ആൻസർ ഏതാണ് വരേണ്ടത്? സോറി, രണ്ട് ശരിയല്ലേ? ഇതാണ് തെറ്റ്. 1, 3, 4 ഓപ്ഷൻ എ ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. നെക്സ്റ്റ്, ദേശീയ മുദ്രയായി അശോക സ്തംഭത്തെ അംഗീകരിച്ചത്. എന്നാണ് അശോക സ്തംഭത്തെ അംഗീകരിക്കുന്നത്? 1950 ജനുവരി 24 എന്തായിരുന്നു? ദേശീയ ഗാനവും ഗീതവും അംഗീകരിച്ചത് അല്ലെ? ദേശീയ ഗാനം ഗീതം. 47 ഓഗസ്റ്റ് 15 ഇന്ത്യക്ക് സ്വാതന്ത്ര്യം ലഭിച്ചു. 1949 നവംബർ 26 ഭരണഘടനയ്ക്ക് അംഗീകാരം നൽകി. 26 ജനുവരി 1950 എന്ത് സംഭവിച്ചത്? നമ്മുടെ ദേശീയ മുദ്രയായിട്ട് നമ്മുടെ അശോക സ്തംഭത്തെ അംഗീകരിക്കുന്നത്. അപ്പൊ ഈ 3 ഡേറ്റ് നമുക്ക്, ഈ 4 ഡേറ്റ് നമുക്ക് ഇമ്പോർട്ടന്റ് ആണ്. 49 നവംബർ 26 എന്താണ്? ഇന്ത്യൻ ഭരണഘടനയെ സ്വീകരിച്ചത്. അതായത് അതുകൊണ്ടാണ് ഈ നവംബർ 26 എന്ന് പറയുന്നത് ഭരണഘടനാ ദിനമായിട്ട് നമ്മൾ ആചരിക്കുന്നു. എന്താണ്? ഭരണഘടനാ ദിനം. അതേപോലെ ദേശീയ നിയമ ദിനമൊക്കെ എന്താണ്? നവംബർ 26 ആണ്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയുടെ ദേശീയ പതാകയായ ത്രിവർണ പതാക ഭരണഘടനാ സമിതി അംഗീകരിച്ചത് എന്നാണ്? പഠിച്ചതല്ലേ നമ്മൾ? 47 ജൂലൈ 22 ഇന്ത്യയുടെ ദേശീയ നദി ഏതാണ്? ഗംഗയാണ് ദേശീയ നദി. ദേശീയ ഗീതം ഏതാണ്? അത് നമുക്ക് ബങ്കിം ചന്ദ്ര ചാറ്റർജിയാണ്. ഇന്ത്യയുടെ ദേശീയ ഗാനം ആലപിക്കാൻ വേണ്ട സമയം എത്രയാണ്? 52 സെക്കൻഡ് ആണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്ന വർഷം? ഇത് നമ്മൾ 79/2025 ചോദിച്ച ക്വസ്റ്റ്യൻസ് ആണ്. ആദ്യം ഉൾപ്പെടുത്തിയിരിക്കുന്ന എല്ലാ ക്വസ്റ്റ്യൻസും ഒരു 10-15 ക്വസ്റ്റ്യനോളം എന്താണ് 2025 മാത്രം ചോദിച്ചിരിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. നോക്കാം, എന്നാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്? 93 ഒക്ടോബർ 12, 92 സെപ്റ്റംബർ 10, 94 സെപ്റ്റംബർ 10, 95 ഒക്ടോബർ 12 എന്നാണ്. നമുക്കറിയാം 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ഓക്കെ, അപ്പൊ അതുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് ഫാക്ട്സ് കുറച്ച് അധികം പഠിക്കാനുണ്ടല്ലോ. എന്തൊക്കെയാണ് മനുഷ്യാവകാശ കമ്മീഷനുമായിട്ട് ബന്ധപ്പെട്ട്? ഇത് കണ്ടോ, നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ ആ ഒരു ചാപ്റ്ററിന്റെ ടെക്സ്റ്റ് ബുക്കിൽ നമുക്ക് പഠിക്കാനായിട്ട് തന്നിരിക്കുന്നതാണിത്. നമുക്കതൊന്ന് വായിച്ചു നോക്കാം. എന്താ നോക്കിക്കേ, മനുഷ്യാവകാശങ്ങൾ ലംഘനങ്ങൾ നമ്മുടെ ഭരണഘടന ഉറപ്പു നൽകുന്ന പൗരാവകാശങ്ങളുടെയും മൂല്യങ്ങളുടെയും നിഷേധനമാണ്. നമ്മുടെ രാജ്യത്ത് മനുഷ്യാവകാശ ലംഘനങ്ങൾ ഇല്ലാതാക്കി പൗരാവകാശ സംരക്ഷണം ഉറപ്പുവരുത്തുക എന്ന ലക്ഷ്യത്തോടെ രൂപീകരിക്കപ്പെട്ട സ്ഥാപനമാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ. 1993 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ് കമ്മീഷന്റെ ആസ്ഥാനം എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളാണുള്ളത്. ആരൊക്കെയാണ്? ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങൾ. അപ്പൊ എന്താണ് നമ്മൾ പഠിക്കേണ്ടത്? 1+5 ആണ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ അംഗസംഖ്യ എന്ന് പറയുന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങൾ. വിരമിച്ച സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് ആകാം, അല്ലെങ്കിൽ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും എന്തെന്ന് പറയുന്നത്? അധ്യക്ഷൻ എന്ന് പറയുന്നത്. ഈ അംഗങ്ങൾ എല്ലാവരെയും നിയമിക്കുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ് അംഗങ്ങളെ നിയമിക്കുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കമ്മീഷൻ അംഗങ്ങളുടെ കാലാവധി എന്ന് പറയുന്നത്. 3 വർഷം അല്ലെങ്കിൽ 70 അല്ലെ? ഏജ് എത്രയാ പറയുന്നത്? 70 വയസ്സ് എന്ന് പറയുന്നത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം.
ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഏത് നിയമപ്രകാരമാണ് സ്ഥാപിതമായതെന്നാ ചോദിച്ചിരിക്കുന്നത്. അപ്പൊ നമുക്ക് മനസ്സിലായി ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വന്നത് എന്നാണ് 93 ഒക്ടോബർ 12 മനസ്സിലായി. അപ്പൊ എന്തായാലും അതിന് മുമ്പുള്ള നിയമമായിരിക്കണം അല്ലെ. അപ്പൊ നമുക്ക് ഈ വിവരാവകാശമല്ല എന്ന് നമുക്ക് മനസ്സിലായി. സിവിൽ അവകാശ സംരക്ഷണ നിയമമുണ്ട്, മനുഷ്യാവകാശ സംരക്ഷണ നിയമമുണ്ട്, അതേപോലെ തന്നെ ഏതാണ് ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ നിയമമുണ്ട്. അപ്പൊ പഠിച്ചു വെച്ചു. ഓപ്ഷൻ സി മനുഷ്യാവകാശ സംരക്ഷണ നിയമമാണ് കേട്ടോ. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993 മനുഷ്യാവകാശ സംരക്ഷണത്തിനും അനുബന്ധ കാര്യങ്ങൾക്കുമായി ദേശീയ സംസ്ഥാന തലത്തിൽ മനുഷ്യാവകാശ കമ്മീഷനുകളും കോടതികളും സ്ഥാപിക്കാൻ നിർദ്ദേശിച്ചുകൊണ്ട് നിലവിൽ വന്ന നിയമമാണ് മനുഷ്യാവകാശ സംരക്ഷണ നിയമം. ഈ നിയമം പ്രാബല്യത്തിൽ വന്നത് പഠിച്ചോ? 93 സെപ്റ്റംബർ 28 നിയമം പ്രാബല്യത്തിൽ വന്നത്. ഏത് നിയമം? മനുഷ്യാവകാശ സംരക്ഷണ നിയമം 1993. അതിൻ പ്രകാരമാണ് മനുഷ്യാവകാശ കമ്മീഷൻ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ 93 ഒക്ടോബർ 12 നിലവിൽ വരുന്നത്. ഓക്കെ ആണല്ലോ. അപ്പൊ ഈ സെപ്റ്റംബർ 28 എന്നൊരു പേര് നിങ്ങൾ നന്നായിട്ട് നോട്ടീസ് ചെയ്ത് വെച്ചിരിക്കേണ്ടതാണ്. ഇനി ഈ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം നമ്മൾ പറഞ്ഞു ന്യൂഡൽഹി ആണെന്ന്. അതിന്റെ പേരാണ് എന്ത്? മാനവ് അധികാർ ഭവൻ. എന്താണ്? മാനവ് അധികാർ ഭവൻ എന്ന് പറയുന്നത്. ഓക്കെ. അതേപോലെ തന്നെ ഈ നമ്മൾ നേരത്തെ പറഞ്ഞാണല്ലോ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുകയും നീക്കം ചെയ്യുന്നതും ആരാണ്? അത് നമ്മുടെ രാഷ്ട്രപതിയാണെന്ന് പറഞ്ഞു. നിയമനവും നീക്കം ചെയ്യലും ആരാണ്? രാഷ്ട്രപതിയാണ്. ഓക്കെ. ഇനി രാജിക്കത്ത് ആർക്കാണ് സമർപ്പിക്കേണ്ടത്? ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങൾ രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഓക്കെ. ഇനി അതേപോലെ തന്നെ ഇതിന്റെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആപ്തവാക്യമുണ്ട്. എന്താണ്? സർവേ ഭവന്തു സുഖിന. സർവേ ഭവന്തു സുഖിന എന്നുള്ളതാണ് ഇതിന്റെ ആപ്തവാക്യം എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെ നിയമിക്കുന്നത് ആരാണ്? നമ്മൾ ആ ടെക്സ്റ്റ് ബുക്ക് പഠിച്ചത് നമുക്ക് മനസ്സിലാകും അല്ലെ. നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്, നീക്കം ചെയ്യുന്നത് രാഷ്ട്രപതിയാണ്, രാജിക്കത്ത് സമർപ്പിക്കേണ്ടത് ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. ഏതില്? ദേശീയ മനുഷ്യാവകാശം. സംസ്ഥാനം വരുമ്പോൾ അവിടെ മാറ്റമുണ്ട്, അതുകൊണ്ട് പഠിച്ചു വെക്കുക. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ഇപ്പോഴത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാൻ ആരാണ് ഇപ്പോഴത്തേത്? വി രാമസുബ്രഹ്മണ്യനാണ്. വി രാമസുബ്രഹ്മണ്യൻ. ആരാണ്? രംഗനാഥ മിശ്ര. അതായത് ഫസ്റ്റ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ ആദ്യത്തെ ചെയർമാൻ ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? നമ്മുടെ ജസ്റ്റിസ് രംഗനാഥ മിശ്രയാണ്. ആരാണ്? കെ ജി ബാലകൃഷ്ണൻ. ജസ്റ്റിസ് കെ ജി ബാലകൃഷ്ണൻ നാഷണൽ ഹ്യൂമൻ റൈറ്റ് മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനായ മലയാളിയാണ്. ആര്? കെ ജി ബാലകൃഷ്ണൻ. ഏറ്റവും കൂടുതൽ കാലം ആരെന്ന് ചോദിച്ചാലും ആരാണ്? നമ്മുടെ കെ ജി ബാലകൃഷ്ണൻ ആയിരുന്നു. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. അപ്പൊ ഇപ്പൊ നിലവിൽ ആരാണ്? വി രാമസുബ്രഹ്മണ്യൻ ആണ് നിലവിലെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ചെയർമാൻ എന്ന് പറയുന്നത്. ഉണ്ടോ? ജസ്റ്റിസ് വി രാമസുബ്രഹ്മണ്യൻ അപ്പോയിന്റഡ് ആസ് ചെയർമാൻ ഓഫ് നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ NHRC എന്ന് പറയും. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ് സാർവദേശീയ മനുഷ്യാവകാശ ദിനം എന്ന് പറയുന്നത്? അത് നമ്മുടെ ഡിസംബർ 10, ജൂൺ 21 അല്ലെ. ജൂൺ 21, നവംബർ 26, ഡിസംബർ 10, ഡിസംബർ 1 എന്നാണ്. ഡിസംബർ 10 അതായത് ഐക്യരാഷ്ട്ര സംഘടന 1948 ഡിസംബർ 10 മനുഷ്യാവകാശ പ്രഖ്യാപനം നടത്തുന്നുണ്ട്. ഓക്കെ. അതുമായിട്ട് ബന്ധപ്പെട്ടാണ് എന്ത്? ഡിസംബർ 10 നമ്മൾ എന്ത് ചെയ്യുന്നത്? മനുഷ്യാവകാശ ദിനമായിട്ട് ആചരിക്കുന്നത്. എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലും തുല്യത പുലർത്തുന്നു. ഇതാണ് നമ്മുടെ സാർവദേശീയ മനുഷ്യാവകാശ പ്രഖ്യാപനം എന്ന് പറയുന്നത്. UDHR എന്ന് പറയും. സാർവദേശീയ പ്രഖ്യാപനം എന്ന് പറയുന്നത് എന്താണ്? എല്ലാ മനുഷ്യരും സ്വതന്ത്രരായി ജനിക്കുന്നു, പദവിയിലും അവകാശത്തിലുമാണ് അവരെ തുല്യത പുലർത്തുന്നു എന്ന് പറയുന്നത്. ഓക്കെ. നെക്സ്റ്റ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ ദിനം എന്നാണ് ഡിസംബർ 10. 2024 മനുഷ്യാവകാശ ദിനത്തിന്റെ പ്രമേയം 2024 പ്രമേയമാണ് ചോദിച്ചിരിക്കുന്നത്. നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. എല്ലാവർക്കും സ്വാതന്ത്ര്യം, സമത്വം, നീതി. എല്ലാവർക്കും അന്തസ്സ്, സ്വാതന്ത്ര്യം, നീതി, സമത്വം, അസമത്വം കുറയ്ക്കൽ, മനുഷ്യാവകാശങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകൽ. എന്താണ്? നമ്മുടെ അവകാശങ്ങൾ, നമ്മുടെ ഭാവി ഇപ്പോൾ. ഇതാണ് എന്തെന്ന് പറയുന്നത്? 2024 തീം എന്ന് പറയുന്നത്. സോ നമ്മൾ ഇനി എന്ത് പഠിക്കണം? 2025 തീം പഠിക്കണ്ടേ?
2025 തീം എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽ. എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽ. മനുഷ്യാവകാശങ്ങൾ നമ്മുടെ ദൈനംദിന ആവശ്യങ്ങൾ. അത് ട്രാൻസ്ലേറ്റ് ചെയ്ത് വരുമ്പോഴാണ് ട്ടോ. അപ്പൊ നമുക്കത് എങ്ങനെ വേണമെങ്കിലും അതിൽ മാറ്റം വരാം ട്രാൻസ്ലേറ്റ് ചെയ്യുമ്പോൾ. ആ ഒരു മീനിങ് ഇതാണെന്ന് ഓർത്തിരിക്കുക. എന്താണ്? ഹ്യൂമൻ റൈറ്റ്സ് അവർ എവരിഡേ എസെൻഷ്യൽ എന്നുള്ളതാണ്. അങ്ങനെ തന്നെ പഠിച്ചു വെക്കണം കേട്ടോ 2025 മനുഷ്യാവകാശത്തിന്റെ തീം എന്ന് പറയുന്നത്. ഓക്കെ, ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർപേഴ്സണായി നിയമിക്കപ്പെട്ട വ്യക്തിയുടെ ഔദ്യോഗിക കാലാവധി. ഓക്കെ, നമ്മൾ പറഞ്ഞല്ലോ ഇപ്പൊ അവരുടെ ഔദ്യോഗിക കാലാവധി എന്ന് പറഞ്ഞാൽ എത്രയാണെന്നാണ് നമ്മൾ പറഞ്ഞത്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ് എന്നല്ലേ പറഞ്ഞത്. അപ്പൊ ഏതാണ് 3 വർഷം? ഓപ്ഷൻ എ 3 വർഷമാണ് അവരുടെ കാലാവധി എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. കസ്റ്റഡി മരണങ്ങൾ ഡാഷ് മണിക്കൂറിനുള്ളിൽ മനുഷ്യാവകാശ കമ്മീഷന്റെ മുമ്പാകെ ബന്ധപ്പെട്ട ഏജൻസികൾ റിപ്പോർട്ട് ചെയ്യണം. എത്രയാണ് മനുഷ്യാവകാശം? അതായത് 24 മണിക്കൂറിനുള്ളിൽ തന്നെ അത് എന്ത് ചെയ്യണം? റിപ്പോർട്ട് ചെയ്തിരിക്കണം. ഇതൊക്കെ നമ്മുടെ കഴിഞ്ഞ പരീക്ഷകൾക്ക് വന്ന ക്വസ്റ്റ്യൻസ് ആണ്. സോ എന്ത് ചെയ്യുക? പഠിച്ചു വെച്ചിരിക്കുക. മനുഷ്യാവകാശ ലംഘനമാകുന്നതായി ആരോപിക്കപ്പെടുന്ന പ്രവൃത്തി ചെയ്ത തീയതി മുതൽ ഡാഷ് വർഷം കഴിഞ്ഞ ശേഷമാണ് ഒരു സംഗതിയിലും കമ്മീഷനോ സംസ്ഥാന കമ്മീഷനോ അന്വേഷണ വിചാരണ നടത്തുവാൻ പാടില്ലാത്തത്. അതായത് മനുഷ്യാവകാശ ലംഘനം പറഞ്ഞു കഴിഞ്ഞാൽ അതിന് ഒരു വർഷം കഴിഞ്ഞ ശേഷം എന്താണ്? ഇവർക്ക് വിചാരണ നടത്തുവാനായിട്ട് പാടില്ല. ഓക്കെ, സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട പ്രസ്താവനകളിൽ ശരിയായത്. 93 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. ശരിയാണോ? ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങളാണ്. വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും. ഇതും ശരിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ 1+2 ആണ് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷന്റെ എന്തെന്ന് പറയുന്ന അംഗസംഖ്യ. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ആണെങ്കിൽ അത് 1+5 ആണ്. നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റേത് സംസ്ഥാനം വരുമ്പോൾ അത് 1+2 ആയിട്ട് മാറും. ഓക്കെ, 93 ഡിസംബർ 11 93 അല്ല 1998 ഡിസംബർ 11 സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എന്ത് ചെയ്യുന്നത്? നിലവിൽ വരുന്നത്. സോ ഒന്നാമത്തെ പ്രസ്താവന തെറ്റാണ്. ഓപ്ഷൻ ബി 2, 3 ശരിയായിട്ട് വരേണ്ടതാ. കണ്ടോ? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ 1998 ഡിസംബർ 11 കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ 1+2 അല്ലെ. അതേപോലെ തന്നെ എന്താണ്? വിരമിച്ച ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ്, ഹൈക്കോടതി ജഡ്ജി. ദേശീയം വരുമ്പോൾ എന്താണ് നമ്മൾ പഠിച്ചത്? അവിടെ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കണം. അതേപോലെ തന്നെ എന്താണ്? ഗവർണർ ആണ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു എന്തൊക്കെയാണ് നോക്കിക്കേ. നമുക്ക് നിയമിക്കണം. ഓക്കെ, ആരെ നിയമിക്കണം? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കണം. ആരായിരിക്കും നിയമിക്കുന്നത്? അത് രാഷ്ട്രപതിയാണ്. ഇനി നമ്മുടെ സംസ്ഥാന ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ ആണെങ്കിലോ അത് ആരാണ്? ഗവർണറാണ്. ഇനി നീക്കം ചെയ്യണം. ആരായിരിക്കും നീക്കം ചെയ്യേണ്ടത്? അതും രാഷ്ട്രപതിയാണ്. ഇനി രാജിക്കത്ത് സമർപ്പിക്കണം. അതും ആർക്കാണ്? രാഷ്ട്രപതിക്കാണ്. പക്ഷേ ഇവിടെ വരുമ്പോൾ എന്താണ്? നീക്കം ചെയ്യാനുള്ള അധികാരം ആർക്കാണ്? അത് രാഷ്ട്രപതിക്കാണ്. അതായത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗമായ അല്ലെങ്കിൽ ചെയർമാനായ ഒരു വ്യക്തിയെ അല്ലെങ്കിൽ അംഗമായ ഒരു വ്യക്തിയെ നീക്കം ചെയ്യണമെങ്കിൽ അത് ആര് വിചാരിക്കണം? നമ്മുടെ രാഷ്ട്രപതി വിചാരിക്കണം. രാജിക്കത്ത് നമുക്ക് ആർക്ക് കൊടുത്താൽ മതി? ഗവർണർക്ക് കൊടുത്താൽ മതി. ഓക്കെ ആണല്ലോ. അതേപോലെ തന്നെ പിന്നെ നമ്മൾ എന്തൊക്കെയാ പറഞ്ഞത്? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനും സ്റ്റേറ്റും തമ്മിൽ കമ്പയർ ചെയ്ത് നമ്മൾ എന്തൊക്കെയാ പഠിച്ചത്? ഇവിടെ നമ്മൾ പഠിച്ചു 93 ഒക്ടോബർ 12 പഠിച്ചു. ഇവിടെ എത്രയാണ്? 98 ഡിസംബർ 11 സ്റ്റേറ്റ് ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അഥവാ കേരള സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ നിലവിൽ വന്നത്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്? അംഗസംഖ്യ എന്ന് പറയുന്നത് 1+5 ആണ്. ചെയർമാൻ ഉൾപ്പെടെ 6 അംഗങ്ങളാണ്. ഇവിടെ ചെയർമാൻ ഉൾപ്പെടെ 3 അംഗങ്ങളാണ് പറഞ്ഞത്. ഇവിടെ ആരൊക്കെ വരാം? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ജഡ്ജി വരാം. ഇവിടെയാണെങ്കിൽ അത് ആരായിരിക്കും? ഹൈക്കോടതി ചീഫ് ജസ്റ്റിസ് അല്ലെങ്കിൽ ഹൈക്കോടതി ജഡ്ജി ആയിരിക്കും വരേണ്ടത്. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകത്തിന്റെ രചയിതാവ് ആരാണ്? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ ആണ്. പഠിച്ചു വെച്ചോ. മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും എന്ന പുസ്തകം ആരുടേതാണ്? ജസ്റ്റിസ് VR കൃഷ്ണയ്യർ. കണ്ടോ?
നോക്കിക്കേ, ആരാണ് മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകൾ, ഹ്യൂമൻ റൈറ്റ്സ് ആൻഡ് ഇൻഹ്യൂമൻ റോങ്സ് എന്ന് പറയുന്നത് ജസ്റ്റിസ് VR കൃഷ്ണയ്യർ രചിച്ച സുപ്രധാനമായ ഒരു പുസ്തകമാണ് കേട്ടോ. അപ്പൊ ഇത് പഠിച്ചു വെക്കണം. ആരാണ്? മനുഷ്യാവകാശങ്ങളും മനുഷ്യത്വരഹിത തെറ്റുകളും ജസ്റ്റിസ് VR കൃഷ്ണ അയ്യർ ആണ്. മനുഷ്യാവകാശങ്ങളുടെയും സാർവത്രിക പ്രഖ്യാപനത്തിന്റെയും ഇന്ത്യയുടെ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായ വനിതാ അംഗത്തെ തിരിച്ചറിയാനാണ് പറഞ്ഞിരിക്കുന്നത്. അതായത് UDHR നമ്മൾ പറഞ്ഞു 1948 ഡിസംബർ 10 UDHR സാർവത്രിക പ്രഖ്യാപനം നടക്കുന്നത്. അതിന്റെ ഭാഗമായ വ്യക്തി അല്ലെ, ഒരു വനിത നമ്മുടെ ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായിട്ടുണ്ട്. നമുക്കറിയാം ഇന്ത്യൻ ഭരണഘടന രൂപീകരിക്കുമ്പോൾ അതിൽ 15 വനിതകളിൽ ഒന്നായിരുന്നു ആര്? നമ്മുടെ ഹൻസ മേത്ത എന്ന് പറയുന്ന ഹൻസ ജീവരാജ് മെഹ്ത്ത. ഈ ഹൻസ മേത്തയാണ് എന്തെന്ന് പറയുന്നത്? UDHRന്റെ ആ ഒരു പ്രഖ്യാപനത്തിലും അവരും അവിടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു. അതിലാണ് പറയുന്നത് ഓൾ മെൻ ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നുള്ളത്. എന്താക്കണം? മെൻ എന്ന് പറഞ്ഞ് സ്പെസിഫിക്കേഷൻ കൊടുക്കേണ്ട ആവശ്യമുണ്ടോ അവിടെ? വേണ്ട. ഓൾ ഹ്യൂമൻ ബീയിങ്സ് ആർ ബോൺ ഫ്രീ ആൻഡ് ഈക്വൽ എന്നതിലേക്ക് മാറ്റണമെന്ന് അഭിപ്രായപ്പെട്ട ആ ഒരു മാറ്റം വരുത്താനായിട്ട് നിർണായക പങ്ക് വഹിച്ച ഒരു വ്യക്തിയായിരുന്നു ആര്? ഹൻസ മെഹ്ത്ത എന്ന് പറയുന്നത്. അപ്പൊ പഠിച്ചു വെച്ചോ, മനുഷ്യാവകാശത്തിന്റെയും UDHR സാർവത്രിക പ്രഖ്യാപനത്തിന്റെയും ഇന്ത്യൻ ഭരണഘടനാ അസംബ്ലിയുടെയും ഭാഗമായ വനിതയായിരുന്നു ആര്? നമ്മുടെ ഹൻസ മെഹ്ത്ത. ബാക്കിയുള്ളവർ ഒക്കെ എന്തായിരുന്നു? ഭരണഘടനാ അസംബ്ലിയിൽ അംഗങ്ങളായിരുന്നു. പക്ഷെ ഇവിടെ എന്തായിരുന്നു? അംഗമല്ലാതിരുന്നു. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യയിലെ മനുഷ്യാവകാശ സംരക്ഷണം നിലവിൽ വന്ന വർഷം. മനുഷ്യാവകാശ സംരക്ഷണ നിയമം എന്നാണ് നമ്മൾ പറഞ്ഞു? 93 സെപ്റ്റംബറിലാണെന്ന് പറഞ്ഞു. മനുഷ്യാവകാശ സംരക്ഷണ നിയമം 93 സെപ്റ്റംബർ 28 നമ്മൾ ആ ടെക്സ്റ്റ് ബുക്കിൽ തന്നെ പറഞ്ഞിട്ടുണ്ട്. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് സംസ്ഥാനമാണ്. ആരായിരിക്കും സംസ്ഥാനത്ത്? ഗവർണറാണ്. നീക്കം ചെയ്യുന്നത് ആരാണ്? രാഷ്ട്രപതിയാണ്. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? ഗവർണർക്കാണ്. താഴെ പറയുന്നവയിൽ ദേശീയ മനുഷ്യാവകാശ കമ്മീഷനിൽ എക്സ് ഒഫീഷ്യോ അംഗമല്ലാത്തത് ആരാണ്? ഓക്കെ, അപ്പൊ നമുക്ക് പഠിച്ചു വെക്കണം. ഈ നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷൻ അംഗങ്ങളെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. ഓക്കെ, നമുക്കതറിയാം. പക്ഷേ അതിന് ശുപാർശ അല്ലെങ്കിൽ എന്താണ്, ഇതിൽ കുറെ പേര് അംഗങ്ങളായിട്ട് അതായത് ഒരു വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ടെങ്കിൽ അവർ ഓട്ടോമാറ്റിക് ആയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? മനുഷ്യാവകാശ കമ്മീഷനിലെ എക്സ് ഒഫീഷ്യോ മെമ്പർ ആണെന്ന് പറയും. ഓക്കെ, അതാരൊക്കെയാണെന്ന് നോക്കാം നമുക്ക്. ഈ പറയുന്ന നിയമകാര്യ വകുപ്പ് മന്ത്രി ഇല്ല. അപ്പൊ അതിൽ പഠിച്ചു വെക്കണം ആരൊക്കെയാണ്? വനിതാ കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്. അതേപോലെ തന്നെ പട്ടികജാതി കമ്മീഷൻ ചെയർപേഴ്സൺ ഉണ്ട്. പട്ടികവർഗമുണ്ട്. അതേപോലെ തന്നെ ആരാണ്? വനിതാ കമ്മീഷൻ ഉണ്ട്. പിന്നെ വരുന്ന കുറച്ചു പേരും കൂടി ഉണ്ടല്ലോ. ആരൊക്കെയാണത്? ദേശീയ ന്യൂനപക്ഷ കമ്മീഷൻ അധ്യക്ഷൻ വരും. അതേപോലെ തന്നെ NCPCR കുട്ടികളുടേത് NCPCR. ഓക്കെ, അത് ഭിന്നശേഷി കമ്മീഷണർ. ഇങ്ങനെ എത്ര പേരാണ്? 6 പേര് വരണം. വനിതാ കമ്മീഷൻ വരണം, പട്ടികജാതി വരണം, പട്ടികവർഗം വേണം, പിന്നെ അതേപോലെ തന്നെ പിന്നാക്ക വിഭാഗം ഒന്നും കൂടി ഉണ്ട്, പിന്നാക്ക വിഭാഗ കമ്മീഷൻ അധ്യക്ഷൻ. ഇത്രയും പേര് എന്താണ്? ഈ പറയുന്ന നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷന്റെ എക്സ് ഒഫീഷ്യോ അംഗങ്ങളായിരിക്കും. ഓക്കെ, നെക്സ്റ്റ് ആണ് പറയുന്നത് സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ ആരെന്ന് ചോദിച്ചിട്ടുണ്ട്. അപ്പൊ നമുക്കറിയാം നേരത്തെ പറഞ്ഞ പോലെ തന്നെ രാഷ്ട്രപതിയാണ് ഇവരെയൊക്കെ നിയമിക്കുന്നത്. സംസ്ഥാനത്തേക്ക് വരുമ്പോഴേക്കും ആരാണ്? നമ്മുടെ ഗവർണറാണ് നിയമിക്കുന്നത്. പക്ഷെ ഇങ്ങനെ നിയമിക്കണമെങ്കിൽ ആര് ശുപാർശ ചെയ്യണം? അതിനൊരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയിലെ അംഗങ്ങളെയാണ് നമുക്കിനി പറയാനുള്ളത്. ആരൊക്കെയാണ് ആ കമ്മിറ്റിയിലെ അംഗങ്ങൾ എന്ന് പറയുന്നത്? അതിലെ മുഖ്യമന്ത്രി ആയിരിക്കും. സ്റ്റേറ്റ് വരുമ്പോഴേക്കും മുഖ്യമന്ത്രിയാണ് ആര്? അധ്യക്ഷൻ എന്ന് പറയുന്നത്. അതിന്റെ അധ്യക്ഷൻ മുഖ്യമന്ത്രി ആയിരിക്കും. അതേപോലെ നിയമസഭാ സ്പീക്കർ ഉണ്ടാകും. അതേപോലെ ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടാകും. പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. അതേപോലെ തന്നെ എന്താണ്? ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ട്. അങ്ങനെ കുറച്ച് പേര് എന്താണ് ഈ ഒരു കമ്മിറ്റി, അവരെ ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയിൽ അംഗങ്ങളായിരിക്കും. അതേസമയം ദേശീയത്തിലേക്ക് വരുമ്പോഴാണെങ്കിലോ അതേപോലെ തന്നെ ഒരു കമ്മിറ്റി അവിടെയും ഉണ്ട്. ആരൊക്കെയാണ്? ഈ ലോകസഭയിലെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. ഓക്കെ, അതിന്റെ അധ്യക്ഷൻ ആരായിരിക്കും? നാഷണൽ ഹ്യൂമൻ റൈറ്റ് കമ്മീഷനെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷൻ എന്ന് പറയുന്നത് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും. അതേപോലെ തന്നെ ലോകസഭയുടെ സ്പീക്കർ ഉണ്ടാകും. അതേപോലെ തന്നെ ആരാണ്? ആഭ്യന്തര വകുപ്പ് മന്ത്രി ഉണ്ടാകും. ലോകസഭ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. രാജ്യസഭാ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. അതേപോലെ തന്നെ ഡെപ്യൂട്ടി ചെയർമാൻ ഉണ്ടാകും. ഇത്രയും പേര് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റിയിൽ ആ ഒരു കമ്മിറ്റി ശുപാർശ ചെയ്യുന്ന ആളെയാണ് ആര് നിയമിക്കുന്നത്? രാഷ്ട്രപതി നിയമിക്കുന്നത്. ഓക്കെ, അപ്പൊ
അപ്പൊ ഇവിടെ എന്താ ചോദിച്ചിരിക്കുന്നത്? സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ അംഗങ്ങളെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ അധ്യക്ഷനാണ്, ചെയർമാൻ ആണല്ലോ. അതാരാണ്? സംസ്ഥാനം വരുമ്പോ അത് മുഖ്യമന്ത്രി ആയിരിക്കും. ഓക്കെ, നെക്സ്റ്റ് നോക്കാം. നമ്മൾ നേരത്തെ പറഞ്ഞാണ് അല്ലെ, 98 ഡിസംബർ 11 പറഞ്ഞു. അതേപോലെ തന്നെ അവർ ഉൾപ്പെടെ ചെയർപേഴ്സൺ ഉൾപ്പെടെ 3 അംഗങ്ങൾ ഉണ്ടാകും എന്നൊക്കെ പറഞ്ഞു. നെക്സ്റ്റ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാന്റെയും അംഗങ്ങളുടെയും കാലാവധി എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് പറയുന്നത്. മനുഷ്യാവകാശ നമ്മൾ വായിച്ചതാണ് നേരത്തെ. മനുഷ്യാവകാശ ലംഘനങ്ങൾ 93 എന്നാണ്. ഒക്ടോബർ 12 ന്യൂഡൽഹിയാണ്. ചെയർപേഴ്സൺ ഉൾപ്പെടെ 6 അംഗങ്ങളുണ്ട്. ആരാണ്? സുപ്രീം കോടതി ചീഫ് ജസ്റ്റിസ് അഥവാ സുപ്രീം കോടതി ജഡ്ജി ആയിരിക്കും. കമ്മീഷനെ നിയമിക്കുന്നത് രാഷ്ട്രപതിയാണ്. 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സാണ് കാലാവധി എന്ന് പറയുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് ആർക്കെന്നാ ചോദിച്ചിരിക്കുന്നത്? ഈ വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത് നമ്മുടെ കേന്ദ്ര സർക്കാരിനായിരിക്കും വാർഷിക റിപ്പോർട്ട് സമർപ്പിക്കുന്നത്. ഓക്കെ, കേന്ദ്ര സർക്കാർ, ഓപ്ഷൻ ബി. സർദാർ പട്ടേൽ ഭവൻ ഏത് സ്ഥാപനത്തിന്റെ ആസ്ഥാനമായിരുന്നു? ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ഇതായിരുന്നു സർദാർ പട്ടേൽ ഭവൻ. ഇപ്പോ എന്താണത്? മാനവ് അധികാർ ഭവൻ എന്നറിയപ്പെടുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ മെമ്പർമാരെ സ്ഥാനത്ത് നിന്ന് നീക്കം ചെയ്യാൻ അധികാരം ദേശീയമാണ്. ആർക്കായിരിക്കും? അത് രാഷ്ട്രപതിക്കായിരിക്കും. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ ആസ്ഥാനം എവിടെയാണ്? ന്യൂഡൽഹിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത് എന്നാണ്? 93 ഒക്ടോബർ 12 ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ സ്ഥാപിതമായത്. ഇന്ത്യയിലെ ആദ്യത്തെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ് ആര്? ജസ്റ്റിസ് രംഗനാഥ മിശ്ര. KG ബാലകൃഷ്ണൻ ആരാണ്? മലയാളിയായ മനുഷ്യാവകാശ കമ്മീഷൻ ചെയർമാനാണ്. ഏറ്റവും കൂടുതൽ കാലം വരുന്ന വ്യക്തിയാണ്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെ മെമ്പർമാരെ നിയമിക്കുന്നത് ആരായിരിക്കും? രാഷ്ട്രപതി. രാജിക്കത്ത് സമർപ്പിക്കുന്നത് ആർക്കാണ്? രാഷ്ട്രപതി. ഇന്ത്യയിൽ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വന്നത് എന്നാണ്? 93 93 സെപ്റ്റംബർ 28 എന്ത് വരുന്നത്? ദേശീയ മനുഷ്യാവകാശ സംരക്ഷണ നിയമം നിലവിൽ വരുന്നത്. ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ ഒരു ഡാഷ് ആണ്. ഭരണഘടനാ സ്ഥാപനം, കേന്ദ്ര സർക്കാരിന്റെ കീഴിലുള്ള ഒരു വകുപ്പ്, ഒരു പൊതുമേഖലാ സ്ഥാപനം, സ്റ്റാറ്റ്യൂട്ടറി ബോഡി. എന്താണ്? സ്റ്റാറ്റ്യൂട്ടറി ബോഡിയാണ്. നമുക്ക് ഭരണഘടനാ സ്ഥാപനങ്ങൾ എന്ന് പറഞ്ഞാൽ നമുക്ക് പഠിക്കാനുണ്ട്. അത് നമുക്ക് എളുപ്പമൊഴിയെന്ന് പറഞ്ഞാൽ നമ്മൾ ചിലത് പഠിക്കുമ്പോൾ നമ്മൾ കുറെ ആർട്ടിക്കിൾസ് പഠിക്കും അല്ലെ. ഇപ്പൊ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ പഠിക്കുമ്പോൾ നമ്മൾ കുറെ ആർട്ടിക്കിൾസിന്റെ പേര് പഠിക്കും. അപ്പൊ അങ്ങനെ ആർട്ടിക്കിൾ ഇല്ലെങ്കിൽ അത് എന്തായിരിക്കും? സ്റ്റാറ്റ്യൂട്ടറി ബോഡി ആയിരിക്കും. ആ ഒരു ഓർമ്മയിൽ എഴുതിയാൽ മതി. ദേശീയ മനുഷ്യാവകാശ കമ്മീഷന്റെ പ്രധാന കാര്യനിർവഹണ ഉദ്യോഗസ്ഥനാണ് ആര്? സെക്രട്ടറി ജനറൽ. ആരാണ്? സെക്രട്ടറി ജനറൽ ആയിരിക്കും അതിന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത്. നെക്സ്റ്റ് നോക്കാം. ദേശീയ മനുഷ്യാവകാശ കമ്മീഷനെയും മെമ്പർമാരെയും ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയുടെ ചെയർമാൻ, ശുപാർശയാണ് പറയുന്നത് ആരാണ്? അത് നമ്മുടെ പ്രധാനമന്ത്രി ആയിരിക്കും. സംസ്ഥാനം വരുമ്പോൾ ആരായിരിക്കും? അത് നമ്മുടെ മുഖ്യമന്ത്രി ആയിരിക്കും. സംസ്ഥാന മനുഷ്യാവകാശ കമ്മീഷൻ എത്രയാണ് നമ്മൾ പറഞ്ഞത്? 1+2, ഒരു ചെയർപേഴ്സണും 2 അംഗങ്ങളുമാണ്. ഓക്കെ, അതേപോലെ തന്നെ ഈ പറയുന്ന നമ്മുടെ ദേശീയ മനുഷ്യാവകാശ കമ്മീഷൻ പറയുമ്പോൾ നമ്മൾ പറഞ്ഞല്ലോ 1+5 ആണെന്ന് പറഞ്ഞു. ഈ 5 വരേണ്ടത് ആരൊക്കെയാണെന്ന് അറിയാവോ? സുപ്രീം കോടതി ജഡ്ജി ഉണ്ടാവണം. ഓക്കെ, അതേപോലെ തന്നെ ഹൈക്കോടതിയുടെ ചീഫ് ജസ്റ്റിസ് ഉണ്ടാവണം. പിന്നെ വരേണ്ടത് അത് ഒരാളായിരിക്കണം. പിന്നെ വിദഗ്ധരായിട്ടുള്ളതിലും 3 പേര് വേണം. പല മേഖലയിൽ നിന്നുള്ള വിദഗ്ധരായിട്ട് അതിൽ ഒരാൾ എന്തായിരിക്കണം? വനിതയായിരിക്കണം. ഇനി അതിന്റെ കാര്യനിർവഹണ ഉദ്യോഗസ്ഥൻ എന്ന് പറയുന്നത് ആരാണ്? നമ്മുടെ സെക്രട്ടറി ജനറൽ ആണ്. ഓക്കെ ആണല്ലോ. നമ്മുടെ 2019 ഒരു അമെൻമെന്റ് നടന്നിട്ടുണ്ട്. ആ അമെൻമെന്റ് പ്രകാരമാണ് 5 വർഷമായിരുന്നു എന്ത് നേരത്തെ ഉണ്ടായിരുന്ന ആ ഒരു അവരുടെ കാലാവധി എന്ന് പറയുന്നത്. ഈ 5 വർഷം വെട്ടിക്കുറച്ച് എന്താക്കി മാറ്റിയതാണ്? 3 അല്ലെങ്കിൽ 70 ആക്കി മാറ്റിയതാണ്. ഓക്കെ ആണല്ലോ. 2025 വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി വിവരാവകാശ അപേക്ഷ നൽകുമ്പോൾ ദാരിദ്ര്യരേഖയ്ക്ക് താഴെ ഉൾപ്പെടുന്ന വിഭാഗങ്ങളിലെ വ്യക്തികൾ എത്ര രൂപ ഫീസായി നൽകണം? 10, 5, 3 ഫീസ് ഇല്ല. എന്താണ് വേണ്ടത്? അവർക്ക് BPL വിഭാഗത്തിലുള്ളവർക്ക് എന്ത് വേണ്ട? ഫീസ് വേണ്ട. അവർക്കൊരു വിവരം അറിയണമെങ്കിൽ അവിടെ എന്ത് വേണ്ട? ഫീസ് വേണ്ട. ഇനിയിപ്പോ നമ്മള് ആർക്കൊക്കെയാണ് ഫീസ്? അതായത് നമ്മുടെ വിവരാവകാശ സെക്ഷൻ 7
ക്ലോസ് 5 എന്ന് പറയും. അതായത് 7 ക്ലോസ് 5-ലാണ് എന്ത് വേണ്ടതെന്ന് പറയുന്നത്, BPL-കാർക്ക് സൗജന്യമായിട്ട് വേണം വിവരം നൽകാൻ എന്ന് പറയുന്നത്. അതേപോലെ തന്നെ നമുക്ക് മറ്റൊരു കണ്ടീഷൻ വേണ്ട, 30 ദിവസത്തെ പരിധിക്കുള്ളിൽ ഒരു പൊതു അതോറിറ്റി എന്ത് ചെയ്യുന്നില്ല, അപേക്ഷാ വിവരങ്ങൾ നൽകിയില്ലെങ്കിൽ അതിനുശേഷം നൽകുന്ന വിവരങ്ങൾ അവർ എന്തായിരിക്കണം, സൗജന്യമായിരിക്കണം. അതേപോലെ തന്നെ A4 പേപ്പറിലാണ് അവര് നമുക്ക് ഡീറ്റെയിൽസ് തരേണ്ടതെങ്കിൽ A4 അഥവാ A3 പേപ്പറിൽ നമുക്ക് വിവരങ്ങൾ വേണമെങ്കിൽ ആ ഒരു പേപ്പറിന് പെർ പേപ്പറിന് 2 രൂപ നിരക്കിൽ നമ്മൾ എന്ത് ചെയ്യണം, കൊടുത്തിരിക്കണം. ഓക്കെ, അതേപോലെ തന്നെ എന്താണ്, ഡിസ്ക് അല്ലെങ്കിൽ നമ്മുടെ ഫ്ലോപ്പി ഡിസ്കിലൊക്കെയാണ് വിവരങ്ങൾ തരേണ്ടെങ്കിൽ 50 രൂപ അതിനും എക്സ്ട്രാ നൽകേണ്ടതുണ്ട്. ഓക്കെ, അതേപോലെ നമുക്ക് വിവരം നേരിട്ട് പരിശോധിക്കണമെന്ന് വിചാരിക്കുക. അങ്ങനെയാണെങ്കിൽ 1 മണിക്കൂർ എന്ന് പറയുന്നത് എന്തായിരിക്കും, അവിടെ സൗജന്യമായിരിക്കും. ഓക്കെ, അങ്ങനെയുള്ള തുടർന്നുള്ള ഓരോ 30 മിനിറ്റിലും എന്ത് വേണം, 10 രൂപ വീതം നൽകേണ്ടതുണ്ട്. ഓക്കെ ആണല്ലോ. ഇനി ഈ പറയുന്നതില് പുതുക്കിയ ഇതുണ്ട്, പുതുക്കിയ വിവരങ്ങൾ വിവര പട്ടിക എന്ന് പറയുന്നത് A4 സൈസിനാണെങ്കിൽ ഇപ്പൊ പുതുക്കിയത് 3 രൂപയാണ്. മുമ്പ് 2 രൂപയായിരുന്നു, ഇപ്പൊ അത് 3 രൂപയായി. അതേപോലെ CD അല്ലെങ്കിൽ ഫ്ലോപ്പി മുതലായവ ഇലക്ട്രോണിക് സാധനങ്ങളാണെങ്കിൽ ഇപ്പോഴത്തെ വില എന്ന് പറയുന്നത് 75 രൂപയാണ് നൽകേണ്ടത് കേട്ടോ. അപ്പൊ ഇത് രണ്ടും ഒന്ന് പഠിച്ചു വെച്ചിരിക്കുക. പഴയ വിലയും പുതിയ വിലയും എന്ത് ചെയ്യുക, പഠിച്ചു വെച്ചിരിക്കുക. ഓക്കെ, അപ്പൊ നമുക്ക് വിവരാവകാശ നിയമം അല്ലെ, റൈറ്റ് ടു ഇൻഫർമേഷൻ ആക്ട്, വിവരാവകാശ നിയമം RTI എന്ന് പറയും. അതിനുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് കുറച്ചധികം ഫാക്ട്സ്, ബേസിക് ആയിട്ട് കുറച്ച് കാര്യങ്ങൾ നോക്കാനുണ്ട്. നമുക്ക് ആദ്യം അതൊന്ന് നോക്കാം. ഈ വിവരാവകാശം നിയമത്തെയാണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്. എന്താണ് ജനാധിപത്യത്തിന്റെ സൂര്യ തേജസ് എന്നറിയപ്പെടുന്നത്? എന്താണ്? ഇപ്പറയുന്ന വിവരാവകാശ നിയമമാണ്. ഓക്കെ, അതേപോലെ തന്നെ എന്താണ് വിവരാവകാശ നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്? അഴിമതി ഇല്ലാതാക്കാൻ അല്ലെ. അതേപോലെ തന്നെ ഉദ്യോഗസ്ഥർക്കെതിരെ ഒരു ഉത്തരവാദിത്ത ബോധം വേണം അല്ലെ. നമ്മളിപ്പോ ഒരു കാര്യം ചെയ്യുവാണ്, അതിന് അവരെന്തെങ്കിലും ഒരു വീഴ്ച വരുത്തി കഴിഞ്ഞാൽ എന്തുകൊണ്ട് അതിന് വീഴ്ച വന്നു, അല്ലെങ്കിൽ ഇന്നൊരു കാര്യം സർക്കാർ നടത്തി അതിന്റെ വിവരങ്ങൾ എനിക്ക് അറിയണം എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും എന്താണ്, കാര്യങ്ങൾ സുതാര്യമാക്കാൻ വേണ്ടിയിട്ടാണ് അല്ലെ, കുറച്ചും കൂടി. അങ്ങനെയാണെങ്കിൽ ചോദിക്കട്ടെ, ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യം ചോദിക്കാറുണ്ട്. ഏതാണ് ആ രാജ്യം എന്ന് പറയുന്നത്? സ്വീഡൻ ആണ്. എന്താണ്? ലോകത്ത് ആദ്യമായിട്ട് വിവരാവകാശ നിയമം പാസാക്കിയ രാജ്യമാണ് എന്ത്? സ്വീഡൻ എന്ന് പറയുന്നത്. ഇനി ഈ വിവരാവകാശ നിയമത്തിന്റെ മുൻഗാമി എന്നറിയപ്പെടുന്ന ഒരു നിയമമുണ്ടല്ലോ, അതാണ് എന്ത്? ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ. ഫ്രീഡം ഓഫ് ഇൻഫർമേഷൻ ആക്ട് എന്ന് പറയും. ഇൻഫർമേഷൻ ആക്ട് 2002 എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ഈ പറയുന്ന വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ ഒരു സംഘടനയുണ്ട്. റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. 10th ലെവല്, LGS ലെവല്, പ്രിലിംസിലൊക്കെ എപ്പോഴും ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണത്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ എന്ന് പറയുന്നത്. ഓക്കെ, ഇതിനെ സ്ഥാപിക്കുന്നതിന് നേതൃത്വം നൽകിയ വനിതയുടെ പേരാണ് അരുണ റോയ്. ആരാണ്? അരുണ റോയ്. അപ്പൊ ഇത് രണ്ടും പരീക്ഷയ്ക്ക് ചോദിക്കാറുണ്ട്. വിവരാവകാശ നിയമം പാസാക്കാൻ കാരണമായ സംഘടനയാണ് മസ്ദൂർ കിസാൻ ശക്തി സംഘടൻ. അതിന് നേതൃത്വം നൽകിയ വ്യക്തിയാണ് ആര്? അരുണ റോയ് എന്ന് പറയുന്നത്. ഓക്കെ, അതേപോലെ തന്നെ പൗരന്മാർക്ക് അറിയാനുള്ള അവകാശം, അതായത് ഈ പറയുന്ന വിവരാവകാശ നിയമം നിയമപരമായി ലഭിച്ച 57ാമത് രാജ്യമാണ്. 57ാമത് രാജ്യമാണ് എന്തെന്ന് പറയുന്നത് നമ്മുടെ ഇന്ത്യ. ഇതില് PSC 55ാമത് രാജ്യം എന്നുള്ളതും PSC എന്തായിട്ട് നൽകിയിട്ടുണ്ട്? ഉത്തരമായിട്ട് നൽകിയിട്ടുണ്ട്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഇത് രണ്ടും നിങ്ങളൊന്ന് പഠിച്ചു വെക്കുക. 55ാമത് രാജ്യം എന്നുള്ളത് PSC നൽകിയ ഉത്തരവും 57 എന്നുള്ളത് ഒഫീഷ്യലി ഉള്ള ഉത്തരവുമാണ്. ഓക്കെ, ഇനി ഞാൻ ചോദിക്കട്ടെ, ഈ വിവരാവകാശ നിയമം എന്ന ആശയം ആരാണ് നമുക്ക് മുന്നിലേക്ക് എത്തിച്ചത്? അത് അന്നത്തെ പ്രധാനമന്ത്രിയാണ്. അതായത് 1990കളിൽ പ്രധാനമന്ത്രിയായിരുന്ന VP സിംഗ് ആണ് ഈ പറയുന്ന വിവരാവകാശ നിയമം എന്ന ആശയം ഇന്ത്യയിലേക്ക് കൊണ്ടുവരുന്നത്. ഓക്കെ, അതേപോലെ തന്നെ വിവരാവകാശ നിയമം പാസാക്കിയ ആദ്യ സംസ്ഥാനം ചോദിക്കാറുണ്ട്. അത് ഏതാണ്? അത് തമിഴ്നാടാണ്. അതായത് വിവരാവകാശ നിയമം തദ്ദേശീയമായിട്ട് പാസാക്കിയത്. ഓക്കെ, അതായത് നമുക്കറിയാം വിവരാവകാശ നിയമം നിലവിൽ വന്നത് വർഷം ഏതാണ്? 2005 അതിനു മുമ്പ് തന്നെ, ഒത്തിരി വർഷങ്ങൾക്ക് മുമ്പ് 1997 വിവരാവകാശ നിയമം തമിഴ്നാട് തദ്ദേശീയമായിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? പാസാക്കുന്നുണ്ട്. അപ്പൊ ഇത് രണ്ടും പഠിച്ചു വെക്കണം.
ഇനി നമുക്കറിയാം 2005 വിവരാവകാശ നിയമം പാസ്സായതെന്ന്. ആ നിയമം വന്നതിന് ശേഷം ആദ്യമായി നടപ്പിലാക്കിയത് ചോദിച്ചു കഴിഞ്ഞാൽ അതേതാണ്? അത് രാജസ്ഥാനാണ്. അപ്പൊ വിവരാവകാശ നിയമം 2005 നടപ്പിലാക്കിയ ആദ്യ സംസ്ഥാനം ചോദിച്ചാൽ രാജസ്ഥാനാണ്. വിവരാവകാശ നിയമം തദ്ദേശീയമായിട്ട് ആദ്യമായി നടപ്പിലാക്കിയ സംസ്ഥാനം ചോദിച്ചാൽ അതേതാണ്? അത് തമിഴ്നാടാണ്. ഓക്കെ ആണല്ലോ. ഇനി ചോദിച്ചിട്ടുണ്ട് ആദ്യമായിട്ട്, അപ്പൊ നമുക്ക് നിയമമൊക്കെ പാസ്സായി, അപ്പൊ നമുക്ക് ആരെങ്കിലൊക്കെ അപേക്ഷ സമർപ്പിക്കണമല്ലോ, എനിക്ക് ഇന്ന വിവരം അറിയണം എന്നും പറഞ്ഞിട്ട് അപേക്ഷ സമർപ്പിച്ച ആദ്യ വ്യക്തിയുടെ പേരാണ് എന്ത്? ഷാഹിദ് റാസ ബർണോയ്. പരീക്ഷയ്ക്ക് ചോദിച്ചിട്ടുണ്ട്. വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനായി ആദ്യമായി അപേക്ഷ നൽകിയ വ്യക്തിയാണ് ആര്? ഷാഹിദ് റാസ ബർണോയ്. അദ്ദേഹം എവിടെയാണ് ആ അപേക്ഷ നൽകുന്നത്? പൂനെ പോലീസ് സ്റ്റേഷനിലാണ് അദ്ദേഹം എന്ത് ചെയ്യുന്നത്? അതിനുള്ള അപേക്ഷ നൽകുന്നത്. ഓക്കെ, ഇനി എന്താണ് നമുക്ക് അതുമായിട്ട് ബന്ധപ്പെട്ട് പഠിക്കാനുള്ളത്? ആദ്യത്തെ വിവരാവകാശ കമ്മീഷണർ, റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ആണ്. ആരാണ് ആദ്യത്തെ മുഖ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ വജാഹത്ത് ഹബീബുള്ളയാണ്. ആരാണ്? വജാഹത്ത് ഹബീബുള്ള. അദ്ദേഹമാണ് ആദ്യ വിവരാവകാശ കമ്മീഷണർ എന്ന് പറയുന്നത്. ഓക്കെ, ഇനി ചോദിക്കാം വിവരാവകാശ കമ്മീഷണറായ ആദ്യ വനിത ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് ദീപക് സന്ധു ആണ്. ദീപക് സന്ധു. ഓക്കെ, അതേപോലെ രണ്ടാമത്തെ വനിത, ഇത് ഫസ്റ്റ് വനിതയാണ്, ഇത് രണ്ടാമത്തെ വനിത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് നമ്മുടെ സുഷമ സിംഗ് ആണ്. സുഷമ സിംഗ് ആണ്. ഓക്കെ ആണല്ലോ. ഇത് പരീക്ഷയ്ക്ക് ചോദിച്ചിരിക്കുന്നത് വിവരാവകാശ കമ്മീഷണറായ വനിതകൾ എന്ന് പറഞ്ഞ് തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ടുണ്ട്. അതിൽ ഓപ്ഷൻസ് തന്നിരിക്കുന്നത് ദീപക് സന്ധു, സുഷമ സിംഗ്, പിന്നെ ഒന്ന് ദീപക് സന്ധു, പിന്നെ വേറെ ആരുടെയെങ്കിലും പേര്. ആ ഒരു രീതിയിലാണ് ഓപ്ഷൻ തന്നിരുന്നത്. അപ്പൊ നിങ്ങൾ എന്ത് ചെയ്യുക? ഈ രണ്ടുപേരും പഠിച്ചു വെക്കണം. ആരൊക്കെയാണ്? ദീപക് സന്ധു, സുഷമ സിംഗ്. വിവരാവകാശ കമ്മീഷണർ ആയിട്ടുള്ള രണ്ട് വനിതകളാണ് ദീപക് സന്ധുവും സുഷമ സിംഗും. ആദ്യത്തെ വ്യക്തി ചോദിച്ചു കഴിഞ്ഞാൽ അതാരാണ്? അത് നമ്മുടെ വജാഹത്ത് ഹബീബുള്ളയാണ്. ഇപ്പോ നിലവിൽ ആരെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ആരാണ്? അത് ഹീരാലാൽ സമരിയാണ്. ആരാണ്? ഹീരാലാൽ സമരിയ. ഓക്കെ ആണല്ലോ. അപ്പൊ ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞു തന്നിട്ടുണ്ട്. ഇനി നമുക്ക് വിവരാവകാശ നിയമം പാസ്സാക്കിയതും കൂടി നോക്കാം. ലോകസഭ പാസ്സാക്കിയത് നമുക്കറിയാം. ലോകസഭ പാസ്സാക്കണം, രാജ്യസഭ പാസ്സാക്കണം, പ്രസിഡന്റ് ഒപ്പുവെക്കണം, എന്നിട്ട് മാത്രമാണ് എന്ത് സംഭവിക്കുന്നത്? ഇതൊരു നിയമമായിട്ട്, ഏതൊരു നിയമവും അത് അല്ലെ, അത് നിയമമായിട്ട് മാറണമെങ്കിൽ ആദ്യം എന്ത് ചെയ്യണം? ലോകസഭയോ രാജ്യസഭയോ പാസ്സാക്കണം. ലോകസഭ, രാജ്യസഭ, പിന്നെ ആരെന്ത് ചെയ്യണം? പ്രസിഡന്റ് അവസാനം ഒപ്പുവെക്കണം. അപ്പൊ ലോകസഭ പാസ്സാക്കിയത് എന്നു ചോദിച്ചു കഴിഞ്ഞാൽ അത് 2005 മെയ് 11 ലോകസഭ പാസ്സാക്കുന്നു. തൊട്ടടുത്ത ദിവസം രാജ്യസഭ പാസ്സാക്കുന്നു. 2005 മെയ് 12 രാജ്യസഭ പാസ്സാക്കുന്നു. എന്നാണ് പ്രസിഡന്റ് എന്നാണ് ഒപ്പുവെക്കുന്നത്? 2005 ജൂൺ 15 പ്രസിഡന്റ് ഒപ്പുവെക്കുന്നു. എന്നിട്ട് നമ്മുടെ 2005 ഒക്ടോബർ 12 എന്ത് സംഭവിക്കുന്നു? ഈ പറയുന്ന വിവരാവകാശ നിയമം പ്രാബല്യത്തിൽ വരുന്നു. ആ സമയത്തുള്ള ആരായിരുന്നു നമ്മുടെ രാഷ്ട്രപതി എന്ന് പറയുന്നത്? 2005 അല്ലെ, നമ്മുടെ ആ ഒരു കാലഘട്ടത്തിൽ, നമ്മുടെ ഒരു 90s കിഡ്സ് ഒന്നും ഒരിക്കലും ഇത് മറക്കില്ല അല്ലെ. രാഷ്ട്രപതി ആരായിരുന്നു? APJ അബ്ദുൽ കലാം ആയിരുന്നു. APJ അബ്ദുൽ കലാം ആയിരുന്നു എന്താ 2005 രാഷ്ട്രപതി എന്ന് പറയുന്നത്. അപ്പൊ വിവരാവകാശ നിയമം പാസ്സാക്കുമ്പോൾ രാഷ്ട്രപതി ചോദിച്ചാൽ നമുക്ക് പറയാൻ പറ്റണം അതാരാണ്? APJ അബ്ദുൽ കലാം ആണ്. എങ്കിൽ ആ സമയത്തെ പ്രധാനമന്ത്രി ആരായിരുന്നു? അല്ലെ, മൻമോഹൻ സിംഗ് ആയിരുന്നു ആ സമയത്തെ പ്രധാനമന്ത്രി എന്ന് പറയുന്നത്. ഓക്കെ, ഇപ്പൊ എന്തൊക്കെയായിരുന്നു നമുക്ക് ഈ പറയുന്ന വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യം എന്ന് പറയുന്നത്? കുറെ കാര്യങ്ങൾ സുതാര്യമാക്കണം അല്ലെ, അഴിമതി ഇല്ലാതാക്കണം, അവർക്കൊരു ഉത്തരവാദിത്തം വരണം അല്ലെ, ഭരണാധികാരികൾക്ക് ജനങ്ങളോടുള്ള ഒരു പ്രതിബദ്ധത ഉറപ്പുവരുത്തണം. അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് നമ്മൾ എന്ത് പറയുന്നത്? ഈ പറയുന്ന വിവരാവകാശ നിയമവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്ക് അതാണ് അതിന്റെ ലക്ഷ്യങ്ങൾ എന്ന് പറയുന്നത്. ഓക്കെ, ബേസിക് ആയിട്ടുള്ള കുറച്ച് കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യനിലേക്ക് നോക്കാം. വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്ര ഷെഡ്യൂളുകൾ ഉണ്ട്? അതായത് എത്ര പട്ടികകൾ ഉണ്ടെന്നാണ്.
പഠിച്ചു വെക്കേണ്ട ഒരു ക്വസ്റ്റ്യൻ ആണ്. 2 പട്ടികകളാണ്. ഇതില് 1-ാം പട്ടികയിലാണ് എന്ത് പറയുന്നത്? കേന്ദ്ര സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷണറുടെയും അതിലുള്ള കമ്മീഷണർമാരുടെയൊക്കെ സത്യപ്രതിജ്ഞയെ പറ്റിയാണ്. അതിൽ 2-ാം പട്ടികയിലാണ് എന്തൊക്കെ പറയുന്നത്? ഏതൊക്കെ സ്ഥാപനങ്ങളാണ് വിവരങ്ങൾ നിഷേധിക്കുന്നത് എന്നുള്ളത്. നമുക്കറിയാം എല്ലാ വിവരങ്ങളൊന്നും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, പുറത്തുവിടാൻ പറ്റില്ല. ചില നമുക്ക് കോൺഫിഡൻഷ്യൽ ആയിട്ടുള്ള അല്ലെ ഈ പറയുന്ന കര നാവികസേന അവരുടെ തീരുമാനങ്ങളും അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ്. അതിൽ നിന്ന് ഒഴിവാക്കിയിരിക്കുന്ന കുറെ എന്തുണ്ട്, CBI അങ്ങനെ കുറെ എന്താ പറയുക ഇതിന്, കുറെ സ്ഥാപനങ്ങളുണ്ട് അല്ലെ, അങ്ങനെ അതുമായിട്ട് ബന്ധപ്പെട്ട് ഒഴിവാക്കിയിരിക്കുന്നത്. അപ്പൊ അങ്ങനെ നമ്മൾ 2 ഷെഡ്യൂളുകളാണ് വിവരാവകാശ നിയമത്തിലെ. പട്ടികകളുടെ എണ്ണം ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ആണ്. അതിലെ അധ്യായങ്ങൾ, പട്ടികകൾ പഠിച്ചാൽ നിങ്ങൾ ബാക്കി കൂടി പഠിച്ചു വെച്ചോ. എത്ര അധ്യായങ്ങളാണുള്ളത്? വിവരാവകാശ നിയമത്തിലെ അധ്യായങ്ങൾ ചോദിച്ചാൽ അത് 6 ആണ്. അതിലെ വകുപ്പുകൾ ചോദിച്ചാലോ, വകുപ്പുകൾ വിവരാവകാശ നിയമത്തിലെ വകുപ്പുകൾ ചോദിച്ചാൽ 31 ആണ്. അതിലെ ഷെഡ്യൂൾസ് അഥവാ പട്ടിക ചോദിച്ചു കഴിഞ്ഞാൽ അത് 2 ആണ്. 6, 31, 2 രണ്ടും പഠിച്ചു വെക്കണം കേട്ടോ. ഈ 1-ൽ പറയുന്ന എന്താണ്? അതിന്റെ പ്രിലിമിനറീസ് ആണ് 1-ൽ പറയുന്നത്. 2-ൽ എന്ന് പറയുന്നത് എന്താണ്? വിവരത്തിനുള്ള അവകാശവും പൊതു അധികാര സ്ഥാപനങ്ങളുടെ കടമകളുമാണ് പറയുന്നത്. 3-ലാണ് ഈ പറയുന്ന അധ്യായം 3-ലാണ് കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത്. ഒന്ന് പഠിച്ചു വെച്ചേക്കണേ. കേന്ദ്ര വിവരാവകാശ കമ്മീഷനെ പറ്റി പറയുന്നത് ചാപ്റ്റർ 3-ലാണ്, അധ്യായം 3-ലാണ്. ഇനി ചാപ്റ്റർ 4-ലാണ് എന്ത് പറയുന്നത്? സംസ്ഥാന വിവരാവകാശ കമ്മീഷനുകളെ പറ്റി പറയുന്നത് ഏതിലാണ്? ചാപ്റ്റർ 4-ലാണ്. ഓക്കെ, ചാപ്റ്റർ 5-ൽ എന്താണ് പറയുന്നത്? അവരുടെ അധികാരങ്ങള്, ചുമതലകള്, അപ്പീലുകള്, പിഴകള്, അങ്ങനെയുള്ള കുറെ കാര്യങ്ങളാണ് ചാപ്റ്റർ 5-ൽ പറയുന്നത്. 6-ലാണ് എന്ത്? പലവക എന്ന് പറയും. ബാക്കിയുള്ള എല്ലാ കാര്യങ്ങളും എന്തിലേക്ക് പോകും? 6-ലേക്ക് പോകും. ഓക്കെ, അപ്പൊ വിവരാവകാശ നിയമത്തിലെ ഷെഡ്യൂളുകളുടെ എണ്ണം എത്രയാണ്? 2 ആണ്. അധ്യായങ്ങൾ 6 ആണ്. വകുപ്പുകൾ എത്രയാണ്? 31 ആണ്. നെക്സ്റ്റ് നോക്കാം. വിവരാവകാശ നിയമത്തിന്റെ ലക്ഷ്യങ്ങളുമായി ബന്ധപ്പെട്ട പ്രസ്താവനകൾ ശരിയായത് കണ്ടെത്തുക. എന്താണ്? അഴിമതി നിയന്ത്രിക്കാൻ, ശരിയാണ്. ഉദ്യോഗസ്ഥർക്കിടയിൽ ഉത്തരവാദിത്ത ബോധ്യമുണ്ടാക്കാൻ, ശരിയാണ്. ഗവൺമെന്റിന്റെ പ്രവർത്തനങ്ങൾ സുതാര്യമാക്കാൻ, അതും ശരിയാണ്. സോ ഓപ്ഷൻ ഡി എല്ലാം ഇവിടെ ശരിയായ പ്രസ്താവനകളാണ്. ദേശീയ സംസ്ഥാനങ്ങളിലെ മുഖ്യ വിവരാവകാശ കമ്മീഷണർമാരുടെ കാലാവധിയാണ് ചോദിക്കുന്നത്. നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ പഠിച്ചല്ലോ, എത്രയാണ്? 3 വർഷം അല്ലെങ്കിൽ 70 വയസ്സെന്ന്. അതേപോലെ തന്നെ ദേശീയമായിക്കോട്ടെ സംസ്ഥാനമായിക്കോട്ടെ അവരുടെ കാലാവധി എന്ന് പറയുന്നത് 3 വർഷമാണ്. വിവരാവകാശ കമ്മീഷന്റെ ഘടനയാണ് നമുക്ക് നോക്കേണ്ടത്. മുഖ്യ വിവരാവകാശ കമ്മീഷണർ, സെക്രട്ടറി, വിവരാവകാശ കമ്മീഷൻ, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധൻ, ജോയിന്റ് സെക്രട്ടറി, സെക്ഷൻ ഓഫീസർ. ആരൊക്കെയാണുള്ളത്? ഇതാണ് അതിന്റെ ഘടന എന്ന് പറയുന്നത്. ഓപ്ഷൻ സി ആണ്. ആദ്യം വരേണ്ടത് ആരാണ്? മുഖ്യ വിവരാവകാശ കമ്മീഷൻ, സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ, പിന്നെ എന്താണ്? സെക്രട്ടറി, നിയമവിദഗ്ധൻ, ധനകാര്യ വിദഗ്ധർ, ജോയിന്റ് സെക്രട്ടറി, പിന്നെ ആരാണ്? സെക്ഷൻ ഓഫീസർ. ഇത്രയും പേരാണ് എന്ത്? നമ്മൾ വിവരാവകാശ കമ്മീഷന്റെ ഘടന എന്ന് പറയുന്നത്. പഠിച്ചു വെക്കണേ. ഇന്ത്യയിൽ വിവരാവകാശ നിയമം പാസാക്കിയ വർഷം ഏതാണ്? 2005-ലാണ് വിവരാവകാശ നിയമം പാസാക്കുന്നത്. കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷന്റെ ഘടന താഴെ പറയുന്നവയിൽ ഏതാണെന്ന് നോക്കാം നമുക്ക്. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും 10-ൽ കവിയാത്ത അത്രയും എണ്ണം കേന്ദ്ര ഇൻഫർമേഷൻ കമ്മീഷണർമാരാണ്. 10-ൽ കവിയാത്ത, 10-ൽ കൂടാൻ പാടില്ല. ഓക്കെ, ഇവിടെ 15 പറയുന്നുണ്ട്, 5 പറയുന്നുണ്ട്. അപ്പൊ ഇവിടെ ഏതാണ്? നമുക്ക് 1+10 എന്ന് പഠിക്കാം. 10 എന്ന് പറയുന്നത് എന്താണ്? മാക്സിമം 10 പാടുള്ളൂ. ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറും വേണം, 10-ൽ കവിയാത്ത അത്രയും ഇൻഫർമേഷൻ കമ്മീഷണർമാരും വേണം. ഓക്കെ, ഇന്ത്യയിലെ മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ആരായിരിക്കും? നിയമനം, നീക്കം ചെയ്യലെല്ലാം നമ്മൾ മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞ പോലെ തന്നെ ആരാണ്? രാഷ്ട്രപതിയാണ്. താഴെ പറയുന്നവയിൽ കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷനുമായി ബന്ധപ്പെട്ട് യോജിക്കുന്ന പ്രസ്താവനകൾ ഏതെല്ലാമാണ്? 2005-ലെ വിവരാവകാശ നിയമം അനുസരിച്ച് കേരള സംസ്ഥാന സർക്കാർ രൂപീകരിച്ച ഒരു സ്വയം ഭരണാധികാര സ്ഥാപനമാണ് കേരള സംസ്ഥാന വിവരാവകാശ കമ്മീഷൻ. ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷനെ നിയമിക്കുന്നത് ഗവർണറാണ്. ശരിയാണ്. സംസ്ഥാന മുഖ്യ വിവരാവകാശ കമ്മീഷന്റെ കാലാവധി 3 വർഷമോ 65 വയസ്സോ ഇതിൽ തികയുന്ന ഏതാണോ ആദ്യം വരുന്നത് അതായിരിക്കും. ഓക്കെ, ഇത് 3ഉം എന്താണ്? ശരിയായ പ്രസ്താവനയാണ്. ഇവയെല്ലാമാണ് ആൻസർ ആയിട്ട് വരേണ്ടത്. ഓക്കെ ആണല്ലോ. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, വിവരാവകാശ നിയമപ്രകാരം വിവരം ലഭിക്കുന്നതിനുള്ള BPL-കാരുടെ ഫീസ്, അവർക്ക് ഫീസ് ഇല്ല എന്ന് പറഞ്ഞു. അതിന്റെ അല്ലാത്ത ഫീസ് എന്ന് പറയുന്ന 10 രൂപയാണ്. അത് ഞാൻ പറയാൻ വിട്ടുപോയി. 10 രൂപയാണ്. ഞാൻ പേജിന്റെ റേറ്റ് അല്ലേ പറഞ്ഞത്. അല്ലാത്ത വില എന്ന് പറയുന്നത് 10 രൂപയാണ്. നെക്സ്റ്റ് നോക്കാം.
2005 RT സെക്ഷൻ 7 ക്ലോസ് 1 പ്രകാരം ആവശ്യപ്പെടുന്ന വിവരങ്ങൾ ഒരു വ്യക്തിയുടെ ജീവനെയോ സ്വാതന്ത്ര്യത്തെയോ സംബന്ധിക്കുന്നതാണെങ്കിൽ അത് എത്ര മണിക്കൂറിനുള്ളിൽ നൽകണമെന്നാ പറയുന്നത്? 48 മണിക്കൂറിനുള്ളിൽ എന്ത് നൽകണം? ആ ഒരു വിവരം നൽകിയിരിക്കണം. അത് നിർബന്ധമാണ്. വിവരാവകാശം 2005 പ്രധാന ഉദ്ദേശം എന്താണ്? ജനങ്ങളുടെ ശാക്തീകരണം, സുതാര്യവും ഉത്തരവാദിത്വവും, അഴിമതി വിരുദ്ധ നയം, ഓൾ ഓഫ് ദ എബോവ്. ഏതായിരിക്കും? മുകളിൽ പറഞ്ഞവയെല്ലാമാണ് ഈ പറയുന്നതിന്റെ ബേസിക് എന്ന് പറയുന്നത്, അതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത്. നിലവിലെ കേരള വിവരാവകാശ കമ്മീഷൻ കേരളത്തിൽ ആരാണ്? ശ്രീ വി ഹരിനായർ ആണ്. ശ്രീ വി ഹരിനായർ ആണ് കേരളത്തില്. മറ്റേതാരാണ്? ഹീരാലാൽ സമരിയാണ്. താഴെ കൊടുത്തിട്ടുള്ളവയിൽ ഒരു പബ്ലിക് അതോറിറ്റിയുടെ കൈവശത്തിലോ നിയന്ത്രണത്തിലോ ഉള്ള ഏതാണ് വിവരം എന്ന നിർവചനത്തിൽ ഉൾപ്പെടുത്താവുന്ന വിവരം? വിവരം എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാവാം? പ്രമാണങ്ങളാകാം, ഇമെയിലുകളാകാം, ഇലക്ട്രോണിക് രൂപത്തിലുള്ളവയാകാം, അല്ലെ? അപ്പൊ ഇവയെല്ലാം വരും. മുകളിൽ പറഞ്ഞവയെല്ലാം വിവരം എന്നൊരു കാറ്റഗറിയിൽ വരുന്നതാണ്. BPL വിഭാഗത്തിൽപ്പെട്ട അപേക്ഷകൻ വിവരാവകാശ നിയമപ്രകാരം ഒടുക്കേണ്ട ഫീസ് എത്രയാണ്? ഫീസ് ഒടുക്കേണ്ടതില്ല. നോർമൽ എത്രയാണ്? 10 രൂപയാണ്. വിവരാവകാശ നിയമപ്രകാരം അധിക ഫീസ് ഒടുക്കാൻ ആവശ്യപ്പെട്ടാൽ അപേക്ഷകൻ എത്ര ദിവസത്തിനുള്ളിൽ ഫീസ് അടക്കണം? കാലയളവ് നിഷ്കർഷിച്ചിട്ടില്ല. അങ്ങനൊരു കാര്യം പറഞ്ഞിട്ടില്ല. ഓക്കെ. സംസ്ഥാന ചീഫ് ഇൻഫർമേഷൻ കമ്മീഷണറുടെ ഔദ്യോഗിക കാലാവധി നമ്മൾ നേരത്തെ പറഞ്ഞു. ദേശീയ, സംസ്ഥാനം ഒരുമിച്ചാണ് പഠിച്ചത്. എത്രയാണ്? 3 വർഷം എന്ന് പറഞ്ഞത്. വിവരാവകാശ നിയമപ്രകാരം അപേക്ഷ സ്വീകരിക്കുന്നതിന് വിസമ്മതിക്കുകയോ നിർദ്ദേശിച്ചിട്ടുള്ള സമയപരിധിയിൽ വിവരം നൽകാതിരിക്കുകയോ അഥവാ അപേക്ഷ ഉത്തമ വിശ്വാസമില്ലാതെ നിഷേധിക്കുകയോ അഥവാ അറിഞ്ഞുകൊണ്ട് തെറ്റായതും അപൂർണമായതും തെറ്റിദ്ധരിപ്പിക്കുന്ന വിവരങ്ങൾ നൽകുകയോ ഏതെങ്കിലും തരത്തിൽ വിവരം നൽകുന്നതിനെ തടസ്സപ്പെടുത്തുകയോ ചെയ്യുന്ന ഉദ്യോഗസ്ഥർക്ക് നിയമപ്രകാരം ലഭിക്കാവുന്ന പരമാവധി പിഴസംഖ്യ എത്രയാണ്? 25,000 രൂപയാണ്. പഠിച്ചു വെക്കണം. 250 രൂപ മുതൽ 25,000, മാക്സിമം 25,000 രൂപ വരെയാണ് എന്ത് ചെയ്യുന്നത്? അവർക്ക് നമുക്ക് പിഴ അടക്കാനായിട്ട് പറ്റുന്നത്. ഓക്കെ. കേന്ദ്ര വിവരാവകാശ കമ്മീഷന്റെ ഘടന. കേന്ദ്രമാണ് പറഞ്ഞത്. എന്താണ്? ഒരു മുഖ്യ കമ്മീഷണറും ഉണ്ടാകും. പരമാവധി 10 കമ്മീഷണർമാർ. പരമാവധി എത്ര പേരാണ്? 10 പേരാണ് വേണ്ടത്. സംസ്ഥാന വിവരാവകാശ കമ്മീഷനെയും ചെയർമാനെയും അംഗങ്ങളെയും നിയമിക്കുന്നത് ആരായിരിക്കും? അത് ഗവർണറാണ്. എങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട്, മനുഷ്യാവകാശ കമ്മീഷൻ പറഞ്ഞപ്പോൾ നമ്മൾ പഠിച്ചു, അവരെയൊക്കെ നിയമിക്കുന്നത് ആരാണ്? ദേശീയമാണെങ്കിൽ രാഷ്ട്രപതി, സംസ്ഥാനമാണെങ്കിൽ ആരാണ്? ഗവർണറാണ്. അങ്ങനെയാണെങ്കിൽ നമ്മൾ അപ്പോഴും പറഞ്ഞു അതിന് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. അതേപോലെ തന്നെ ഈ പറയുന്ന ചീഫ് ഇലക്ട്രൽ ഓഫീസറെ നിയമിക്കുന്നതിന് ശുപാർശ ചെയ്യുന്ന ഒരു കമ്മിറ്റി ഉണ്ട്. ആ കമ്മിറ്റിയുടെ അധ്യക്ഷൻ ചോദിച്ചു കഴിഞ്ഞാൽ സെൻട്രൽ ആണ് പറയുന്നത്. സെൻട്രൽ ആണെങ്കിൽ ആരായിരിക്കും? ആദ്യം തന്നെ അതിന്റെ അധ്യക്ഷൻ എന്ന് പറയുന്നത് പ്രധാനമന്ത്രി ആയിരിക്കും. പിന്നെ ആരാണ് വരേണ്ടത്? അവിടെ ലോകസഭയുടെ പ്രതിപക്ഷ നേതാവ് ഉണ്ടാകും. മൂന്നാമതായിട്ട് വരേണ്ടത് ആരാണ്? പ്രധാനമന്ത്രി, നമ്മുടെ PM എന്ത് ചെയ്യുന്നുണ്ട്? നാമനിർദ്ദേശം ചെയ്യുന്ന ഒരു കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രിയും കൂടി ഉണ്ടാകും. കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. കഴിഞ്ഞ പരീക്ഷയ്ക്ക് ചോദിച്ചൊരു ക്വസ്റ്റ്യൻ ആയിരുന്നു, താഴെ തന്നിരിക്കുന്നവയിൽ ചീഫ് ഇലക്ടറൽ ഓഫീസറെ ശുപാർശ ചെയ്യുന്ന കമ്മിറ്റിയിൽ അംഗമല്ലാത്ത വ്യക്തി എന്ന് പറഞ്ഞു തന്നിട്ട് അവർ ആൻസർ ആയിട്ട് തന്നിരുന്നത് ആരെയാണെന്ന് അറിയാവോ? രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്. അപ്പൊ തന്നിരിക്കുന്ന ഓപ്ഷൻ ഇതൊക്കെയായിരുന്നു: പ്രൈം മിനിസ്റ്റർ, ലോകസഭാ പ്രതിപക്ഷ നേതാവ്, രാജ്യസഭാ പ്രതിപക്ഷ നേതാവ്, പ്രൈം മിനിസ്റ്റർ നാമനിർദ്ദേശം ചെയ്യുന്ന കേന്ദ്ര ക്യാബിനറ്റ് മന്ത്രി. ഈ 4 ഓപ്ഷനാണ് തന്നിരുന്നത്. അപ്പൊ അല്ലാത്തത് ആരാണ്? രാജ്യസഭ. അപ്പൊ ഓർത്തു വെക്കുക, ഈ 3 പേരാണ്, 3 പേര് ചേർന്നൊരു ആ ഒരു സമിതിയാണ് നമ്മുടെ ചീഫ് ഇലക്ടറൽ ഓഫീസറെ നിയമിക്കുന്നതിനെ ശുപാർശ ചെയ്യുന്നത്. നെക്സ്റ്റ് നോക്കാം. ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് ആർട്ടിക്കിൾ പ്രകാരമാണ് സുപ്രീം കോടതി വിവരാവകാശം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിച്ചിരിക്കുന്നത്? ഏതാണ്? അത് നമ്മുടെ 91 ക്ലോസ് C ആണ്. ഓക്കെ, സോറി, 91 ക്ലോസ് A ആണ്. ഓപ്ഷൻ A ആണ് ആൻസർ ആയിട്ട് വരേണ്ടത്. 91 ക്ലോസ് A ആണ്. അപ്പൊ 91 ക്ലോസ് എന്ന് പറയുമ്പോൾ ഏതാണ്? നമ്മുടെ അഭിപ്രായ സ്വാതന്ത്ര്യമാണ്. നമുക്കറിയാം 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ്. നമ്മുടെ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം, അല്ലെ? സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം എന്ന് പറയുന്നത് 19 മുതൽ 22 വരെയാണ്. അതിൽ 10
19 പറയുന്ന എന്താണ്? 6 മൗലിക സ്വാതന്ത്ര്യങ്ങളെ പറ്റിയാണ്. നമ്മളത് പഠിച്ച എങ്ങനെയാണ് അല്ലെ? എനിക്കൊരു അഭിപ്രായം പറയണം അല്ലെ? 19(1)(a)യില് എന്റെ അഭിപ്രായം പറയണം. ആരോട് പറയണം? അഭിപ്രായം പറയണമെങ്കിൽ കുറച്ച് ആൾക്കാർ വേണമല്ലോ. അപ്പൊ അതില് 19(1) ക്ലോസ് ബിയിൽ എന്താ പറയുന്നത്? ആയുധങ്ങളില്ലാതെ സമാധാനപരമായിട്ട് സമ്മേളിക്കണം. അവിടെ വേണം എനിക്ക് എന്റെ അഭിപ്രായം പറയാനായിട്ട്. അങ്ങനെ സമ്മേളിച്ചു കഴിഞ്ഞാൽ നമ്മൾ സ്വാഭാവികമായിട്ടും എന്ത് പറഞ്ഞു? സംഘടന രൂപീകരിക്കും. ഈ സംഘടന രൂപീകരിച്ചാൽ എനിക്കത് എല്ലായിടത്തേക്കും എത്തിക്കണം. സോ എനിക്ക് സഞ്ചാര സ്വാതന്ത്ര്യം വേണം. ആ സഞ്ചാര സ്വാതന്ത്ര്യം എവിടെയൊക്കെ വേണം? ഇന്ത്യയിൽ, നമ്മുടെ ഒരു പർട്ടിക്കുലർ പ്രദേശം മാത്രമല്ല, ഇന്ത്യയിൽ എവിടെയും എനിക്ക് പോയിട്ട് എന്റെ ആ ഒരു സംഘടന എനിക്ക് എത്തിക്കണം. അപ്പൊ എന്താണ്? ഇന്ത്യയിൽ എവിടെയും സഞ്ചരിക്കാനുള്ള സ്വാതന്ത്ര്യം. അങ്ങനെ എനിക്ക് സഞ്ചരിച്ചു കഴിഞ്ഞാൽ അവിടെ എന്ത് ചെയ്യണം? പോയി എവിടെയെങ്കിലും പോയിട്ട് നമുക്ക് താമസിക്കണ്ടേ ഇന്ത്യയിൽ? അപ്പൊ ഇന്ത്യയിൽ എവിടെയും താമസിക്കാനുള്ള സ്വാതന്ത്ര്യം. അതാണ് 19(1) ക്ലോസ് സി എന്ന് പറയുന്നത്. അടുത്ത ഏതാണ്? എഫും ജി ഒക്കെ മാറ്റിയിട്ടുണ്ട്. പിന്നെ വരുന്നത് ഏതാണ്? ജി എന്ന് പറയുന്നത് ഏതാണ്? അവിടെ ചെന്ന് നമ്മൾ വീടൊക്കെ വെച്ച് താമസിച്ചു. അവിടെ നമുക്ക് എന്ത് ചെയ്യണം? തൊഴിൽ ചെയ്യാനുള്ള സ്വാതന്ത്ര്യം. ഇതൊക്കെയാണ് നമ്മുടെ ആ ഒരു 6 മൗലിക സ്വാതന്ത്ര്യങ്ങളിൽ പറയുന്നത്. അതില് വിവരാവകാശം മൗലിക അവകാശമായിട്ട് പ്രഖ്യാപിക്കാനുള്ള ആർട്ടിക്കിൾ എന്ന് പറയുന്നത് 19(1) ക്ലോസ് എയിലാണ്. അഭിപ്രായ സ്വാതന്ത്ര്യവുമായി ബന്ധപ്പെട്ടാണ്. ഓക്കെ, അപ്പൊ നമ്മുടെ കംപ്ലീറ്റ് ക്വസ്റ്റ്യൻസും കഴിഞ്ഞിട്ടുണ്ട്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം? ഇനി അടുത്തൊരു ടോപ്പിക്കുമായിട്ട് വീണ്ടും കാണാം. അടുത്ത ഏത് ടോപ്പിക്കാണ് നമ്മൾ ഇനി വർക്ക്ഔട്ട് ചെയ്യേണ്ടതെന്ന് നിങ്ങളൊരു സജഷൻ പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് അതിനനുസരിച്ച് നമുക്ക് മുന്നോട്ട് പോകാം. ഓക്കെ, താങ്ക് യു.